എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാനായി പോകുന്ന ഈ ഒരു പുതിയ ഡ്രാമ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ്. എന്താണ് ഇൻട്രസ്റ്റിംഗ് എന്നല്ലേ? ടൈം ട്രാവൽ വേണോ? അതുകൊണ്ട്. ഹൈസ്കൂൾ ഡ്രാമ വേണമെങ്കിൽ അതുകൊണ്ട്. കൂടാതെ ഫ്രണ്ട്ഷിപ്പ്, ലവ്, റൊമാൻസ് ഇങ്ങനെ എല്ലാം കൂടി ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒരു കിഡിലൻ സ്റ്റോറി തന്നെയാണ് നമ്മൾ ഇന്ന് കാണാനായി പോകുന്നത്. സോ അതുകൊണ്ട് മിസ് ചെയ്യാണ്ട് കാണാനായിട്ട് നോക്കണേ. അതിനു മുന്നേ നമ്മുടെ ഈ ചാനലിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ടുവരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഈ ഫാമിലിയിൽ ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് റൊമാൻറ്റിക് ആയിട്ടുള്ള ഡ്രാമകൾ നമ്മൾ ഇനി മുതൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഡോണ്ട് മിസ് ഇറ്റ്. അപ്പൊ നിങ്ങളെ ഒട്ടും ബോറടിപ്പിക്കാണ്ടേ നമുക്ക് ഇന്നത്തെ ഡ്രാമയുടെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് പോകാം. ഡ്രാമയുടെ സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരു വലിയ സ്കൂളാണ് കാണിക്കുന്നത്. അവിടെ ഒരു ബാസ്കറ്റ്ബോൾ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ടീമുകളും നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ബ്രേക്ക് ടൈമിൽ നമ്മുടെ ഹീറോയെ കാണിക്കുന്നത്. ഹീറോയുടെ അടുത്തേക്ക് അവരുടെ കോച്ച് വന്നിട്ട് ദേ അങ്ങോട്ട് നോക്കേ, സെലക്ഷൻ ടീം വന്നു കഴിഞ്ഞു. ഇന്നത്തെ മാച്ചിൽ നീ നിന്റെ ബെസ്റ്റ് കാഴ്ചവെക്കണം, എങ്കിൽ മാത്രമേ നിന്റെ ഫ്യൂച്ചർ നല്ല രീതിയിൽ വരൂ. നല്ല രീതിയിൽ കളി എന്ന് പറഞ്ഞിട്ട് കോച്ച് അവിടെ നിന്നും പോകുന്നു. അത് കേട്ട് ഫുൾ കോൺഫിഡന്റോടെ നമ്മുടെ ഹീറോ മാച്ചിലേക്ക് ഇറങ്ങുകയാണ്. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് ബാസ്കറ്റിലേക്ക് ബോൾ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന നമ്മുടെ ഹീറോയാണ്. പക്ഷെ അവനെന്തോ വല്ലാണ്ട് നെർവസ് ആയിട്ട് ആ ഒരു ബോള് അവനിക്ക് അവിടെ ഗോൾ ചെയ്യാൻ കഴിയുന്നില്ല. അതുകണ്ട് അവിടെ ഫുള്ള് സൈലന്റ് ആവുകയാണ്. കഴിഞ്ഞു, തന്റെ ലൈഫ് ഇതോടെ കഴിഞ്ഞുവെന്ന് അപ്പൊ നമ്മുടെ ഹീറോയുടെ മനസ്സിലും പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ഹീറോ ഇങ്ങനെ നെർവസ് ആയി അവനിക്ക് ഗോൾ ചെയ്യാൻ കഴിയാതിരുന്നതെന്ന് നമ്മളെ കാണിക്കുകയാണ്. അതായത് അവൻ മാച്ചിലേക്ക് ഇറങ്ങുന്നതിനും ഒരു 2 മിനിറ്റ് മുന്നേ അവന്റെ ഗേൾ ഫ്രണ്ട് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സ്കൂൾ യൂണിഫോമിൽ അവിടേക്ക് വന്ന അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ അടുത്തേക്ക് അവൻ ഓടി ചെല്ലുന്നുണ്ട്. അവളുടെ മുഖം എന്തോ ഡൾ ആയിട്ടിരിക്കുന്നത് കണ്ടിട്ട് നിനക്ക് എന്ത് പറ്റിയെന്ന് അവൻ അവളോട് ചോദിക്കുകയാണ്. എന്നാൽ അവൾ അവനോട് ഏയ് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആദ്യം നീ മാച്ച് കഴിഞ്ഞിട്ട് വാ, അതിനുശേഷം നമുക്ക് സംസാരിക്കാമെന്ന് അവൾ അവനോട് പറയുന്നു. പക്ഷെ അത് കേൾക്കാതെ ഇല്ല എന്തോ പ്രശ്നമുണ്ട്, എന്താണെങ്കിലും നീ എന്നോട് പറയുന്നു അവനൊരു ആവേശത്തിന്റെ പുറത്ത് ഫോഴ്സ് ചെയ്ത് അവളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അവളും എന്തോ ഒരു കാര്യം അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടതിന് ശേഷമാണ് നമ്മുടെ ഹീറോ ഇങ്ങനെ അപ്സെറ്റ് ആയത്. അതുകൊണ്ടാണ് നമ്മുടെ ഹീറോയ്ക്ക് ആ ഗോൾ ഇടാൻ കഴിയാതെ പോയതും. എന്നാലും മാച്ച് ഇവിടെ കണ്ടിന്യൂ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹീറോ നെർവസ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. തന്റെ കയ്യിലേക്ക് ബോൾ വന്നിട്ടും അത് പാസ് ചെയ്യാനോ ഗോൾ ചെയ്യാനോ കഴിയാതെ അതും പിടിച്ചൊരു ലൂസിനെ പോലെ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഹീറോ. ബാക്കിൽ നിൽക്കുന്ന ഓഡിയൻസ് എല്ലാം ബോൾ പാസ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും കേൾക്കാതെ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുകയാണ് നമ്മുടെ ഹീറോ. പെട്ടെന്ന് എന്ത് പറ്റിയെന്നറിയില്ല, ആ ബോൾ തറയിലിട്ടിട്ട് അവൻ അവിടെ നിന്നും ഇറങ്ങി പുറത്തേക്ക് ഓടുന്നു. പുറത്തേക്ക് പോയ അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ അടുത്തേക്കാണ് അവനിപ്പോ ഓടിച്ചെന്നത്. ജങ് നില്ലെന്ന് പറഞ്ഞ് അവളെ അവിടെ വിളിച്ചു നിർത്തുകയാണ് അവൻ. പെട്ടെന്ന് അവനെ അവിടെ കണ്ട് ജംഗും ഷോക്ക് ആകുന്നു. നീ എന്താ ഇവിടെ, മാച്ച് കണ്ടിന്യൂ ചെയ്തില്ലേ എന്നിങ്ങനെ അവള് അവനോട് ചോദിക്കുന്നു. അപ്പൊ അവൻ അവളോട് പറയുകയാണ്, ഇല്ല ഞാൻ കൺഫേം ചെയ്തു, എന്റെ ലൈഫ് ഇനി മുതൽ നീയും നിന്റെ വയറ്റിൽ വളരുന്ന നമ്മുടെ കുഞ്ഞുമാണ്. നമ്മുടെ ജങ് ഇപ്പോ പ്രഗ്നന്റ് ആണ്. ആ ഒരു കാര്യമാണ് ജങ് അവനോട് വന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ ഹീറോ എടുത്ത തീരുമാനം അവന്റെ കരിയർ വിട്ടിട്ട് ഈ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനാണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ജങ്ങിനെ നമ്മുടെ ഹീറോ മാരേജ് ചെയ്യുകയാണ്. അതിനുശേഷം ഒരു 20 വർഷത്തിന് ശേഷമുള്ള സീനാണ് നമ്മളെ കാണിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഹീറോ ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് എഴുന്നേറ്റിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ അവന്റെ മൈൻഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും വർഷത്തിനിടയിൽ അവന്റെ വൈഫുമായിട്ടുണ്ടായിട്ടുള്ള വഴക്കുകളും പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും അങ്ങനെ കുറെ സംഭവങ്ങളാണ്. അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ അവനിക്ക് തലയൊക്കെ പെരുക്കുന്നുണ്ട്. പക്ഷെ അവനിപ്പോ ഉള്ള വീട് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു വീടായിട്ടാണ് കാണുന്നത്. ഇത്രയും നാളിനിടയിൽ അവൻ ഭയങ്കര റിച്ച് ആയെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല സംഭവം. ഇത് അവന്റെ ഫ്രണ്ടിന്റെ വീടാണ്. ഫ്രണ്ടിന്റെ വീട്ടിലാണ് ഇപ്പൊ നമ്മുടെ ഹീറോ ഉള്ളത്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ഹീറോ അവന്റെ ഫ്രണ്ടിനോട് സംസാരിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. ഞാൻ എന്തിനാണ് അവൾക്ക് ഡിവോഴ്സ് കൊടുക്കേണ്ടത്? ഞാൻ എന്താ അവളെ അടിച്ചോ വഴക്ക് പറഞ്ഞോ? എന്ത് സംഭവത്തിന്റെ പേരില ഞാൻ അവളെ ഡിവോഴ്സ് ചെയ്യേണ്ടത്? ഞാൻ അങ്ങനെ എന്ത് ചെയ്തിട്ടാടാ അവൾ എന്നെ കൊല്ലാൻ നോക്കിയത് എന്നിങ്ങനെ നമ്മുടെ ഹീറോ ഫ്രണ്ടിനോട് പറയുമ്പോ ഇത് കേട്ടിട്ട് ഫ്രണ്ട് ഷോക്ക് ആവുകയാണ്. എന്ത് കൊല്ലാൻ നോക്കിയെന്നോ? ആ അതെ, ഞാൻ ഉറക്കത്തിൽ കൂർക്കം വലിച്ചേന് എന്നിങ്ങനെ നമ്മുടെ ഹീറോ ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം നമ്മുടെ ജങ്ങിനെ കാണിക്കുകയാണ്. അവളും അവളുടെ ഫ്രണ്ടിനോട് ഇതേ കാര്യത്തിനെ കുറിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര നാളാ ഞാനിങ്ങനെ ഉറങ്ങാതിരിക്കുന്നത്? ഒരുപാട് പ്രാവശ്യം ഞാൻ ഇതിനെ കുറിച്ചിട്ട് അവനോട് പറഞ്ഞിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഫുള്ള് നമ്മുടെ ഹീറോ കൂർക്കം വലിച്ചിട്ടായിരിക്കും കിടന്നുറങ്ങുന്നത്. ഇത് കേട്ടിട്ട് നമ്മുടെ ജങ്ങിന് ഉറങ്ങാനേ കഴിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും രാത്രി എഴുന്നേറ്റ് അവിടെ കുത്തിയിരിക്കലാണ് നമ്മുടെ ജങ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ദിവസം ഇത് കേട്ട് ടെൻഷൻ ആയിട്ട് തലങ്ങണി എടുത്ത് അവന്റെ മുഖത്തേക്ക് വയ്ക്കാൻ പോകുന്ന ആ ടൈമിൽ തന്നെ നമ്മുടെ ഹീറോ കണ്ണു തുറന്ന് ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ നമ്മുടെ ഹീറോ അവന്റെ ഫ്രണ്ടിനോട് അവൾ എന്നെ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞത്. പക്ഷെ ഇവരുടെ ഡിവോഴ്സിന് കാരണം ഈ ഒരു കൂർക്കം
ജോലി മാത്രമല്ല രണ്ടുപേർക്കും ഇടയിൽ നല്ല രീതിയിൽ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഈ വർഷം അവനെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് ഇരിക്കുകയാണ് ജങ്. ആ സീൻ ഇവിടെ കട്ട് ചെയ്ത് നമ്മുടെ ഹീറോയാണ് കാണിക്കുന്നത്. അവൻ ഈ വാഷിംഗ് മെഷീൻ ഒക്കെ റിപ്പയർ ചെയ്യുന്ന ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡെയിലി ഓരോരുത്തരുടെ വീട്ടിൽ പോയി എവിടെയൊക്കെ സർവീസ് ചെയ്യണോ അവിടെയൊക്കെ പോയി ചെയ്തു കൊടുക്കലാണ് നമ്മുടെ ഹീറോയുടെ ജോലി. അങ്ങനെ ഒരു ദിവസം ഒരു വീട്ടിലേക്ക് സർവീസിനായിട്ട് വരികയാണ്. അവൻ അവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അവൻ നേരെ അകത്തേക്ക് കയറി വരികയാണ്. അപ്പൊ അവിടെ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് അവൻ വായിക്കുന്നു. നിങ്ങൾക്ക് തിരിച്ച് യുവത്വത്തിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടോ എന്നിങ്ങനെ ആ പേപ്പറിൽ എഴുതി വെച്ചിരിക്കുന്നു. ഇത് വായിച്ചിട്ട് നമ്മുടെ ഹീറോയും അങ്ങനെ പോകാൻ ആർക്കും ആഗ്രഹമില്ലാത്തത്. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് ഷെൽഫിലിരുന്ന ബുക്കുകളൊക്കെ അവനിങ്ങനെ നോക്കുകയാണ്. ആ വീട്ടിന്റെ ഓണറിന് എന്തോ ഡോക്ടറേറ്റും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ കുറച്ച് മെഡലുകളും അദ്ദേഹം എഴുതിയ കുറച്ച് ബുക്സും ഒക്കെയാണ് അവിടെ ഉള്ളത്. അങ്ങനെ അതെല്ലാം നമ്മുടെ ഹീറോ നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമില് ആ വീട്ടിന്റെ ഓണർ അവിടേക്ക് വരികയാണ്. അവിടേക്ക് വന്ന അദ്ദേഹം നമ്മുടെ ഹീറോയോട് എല്ലാം ശരിയാക്കിയോ എന്ന് ചോദിക്കുന്നു. ആ സാർ എല്ലാം ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹത്തിനോട് നമ്മുടെ ഹീറോ പറയുകയാണ്. എങ്കിൽ പിന്നെ നീ എനിക്ക് ഇതും കൂടി ഒന്ന് ശരിയാക്കി താന്ന് പറഞ്ഞ് ഒരു പഴയ റേഡിയോ കൂടി അദ്ദേഹം നമ്മുടെ ഹീറോയെ കാണിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഹീറോ അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, ഇല്ല സാർ ഞാൻ ഇതുപോലുള്ള ഐറ്റംസ് ഒന്നും റിപ്പയർ ചെയ്യാറില്ല. അപ്പൊ അദ്ദേഹവും തീർച്ചയായിട്ടും നിന്നെ കൊണ്ട് പറ്റും, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കെന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് നമ്മുടെ ഹീറോയും അത് ശരിയാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അങ്ങനെ അവനത് നന്നാക്കി അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അത് കണ്ട് അദ്ദേഹം അവനോട് പറയുകയാണ്, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുമെന്ന്, നിന്നെ കൊണ്ട് എല്ലാം ഫിക്സ് ചെയ്യാൻ കഴിയും, പിന്നെന്തിനാ നീ ഈ വാഷിംഗ് മെഷീൻ മാത്രം നന്നാക്കിക്കൊണ്ട് നടക്കുന്നതെന്ന് അദ്ദേഹം ചോദിക്കുന്നു. അപ്പൊ നമ്മുടെ ഹീറോ അദ്ദേഹത്തിനോട്, അതെ സാർ എന്നെ കൊണ്ട് എല്ലാം ഫിക്സ് ചെയ്യാൻ പറ്റും, പക്ഷേ എന്റെ ലൈഫ് മാത്രം എന്നെ കൊണ്ട് ഫിക്സ് ചെയ്യാൻ പറ്റില്ലെന്ന് അവൻ ഭയങ്കര സാഡ് ആയിട്ട് അദ്ദേഹത്തിനോട് പറയുന്നു. അപ്പൊ അദ്ദേഹം നമ്മുടെ ഹീറോ എടുത്ത്, ഞാൻ വേണമെങ്കിൽ നിന്റെ ലൈഫ് ഒന്ന് ഫിക്സ് ചെയ്ത് തരട്ടെ എന്ന് പറഞ്ഞ് ഒരു ഗ്ലാസ്സിൽ അവനിക്ക് കുടിക്കാൻ ടീ ഒക്കെ കൊടുക്കുകയാണ്. അത് വാങ്ങിച്ചു കുടിച്ചിട്ട് നമ്മുടെ ഹീറോ അദ്ദേഹത്തിനോട്, വേണ്ട സാർ എന്റെ ലൈഫ് ഞാൻ തന്നെയല്ലേ ഫിക്സ് ചെയ്യേണ്ടത്, ഞാൻ തന്നെയല്ലേ തെറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹത്തിനോട് സംസാരിച്ച് അവിടെ നിന്നും അവൻ പോവുകയാണ്. തിരിച്ചവൻ വീണ്ടും മറ്റൊരു ഫാമിലിയിൽ റിപ്പയറിങ്ങിനായിട്ട് വരികയാണ്. അവിടെ വന്ന് നോക്കുമ്പോൾ അവിടെ 4 പേരുള്ള ഒരു ചെറിയ ഫാമിലിയാണ്. അവര് വളരെ ഹാപ്പി ആയിട്ട് അവരുടെ മക്കളുടെ കൂടെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഹീറോ കാണുന്നത്. അത് കാണുന്ന നമ്മുടെ ഹീറോയ്ക്ക് ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നു. അവനിക്ക് അവന്റെ കുടുംബത്തെ മിസ് ചെയ്ത ആ ഒരു ഫീൽ ഉണ്ടാകുന്നു. പെട്ടെന്ന് ആ ഫോൺ എടുത്തിട്ട് ആർക്കോ കോൾ ചെയ്യുന്നു. ഈവനിങ് ഞാൻ പറയുന്ന റെസ്റ്റോറന്റിലേക്ക് നിങ്ങൾ വരണമെന്ന് അവൻ ഫോണിലൂടെ പറയുന്നു. അതിനുശേഷം കോള് കട്ട് ചെയ്യാണ്. വിളിച്ചത് വേറെ ആരെയല്ല, അവന്റെ 2 മക്കളെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഹീറോയ്ക്ക് 2 മക്കളാണുള്ളത്, ഒരാണ് ഒരു പെണ്ണും. 2 പേരും ഹൈസ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതില് നമ്മുടെ ഹീറോയുടെ മോള് കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ആണ്. ഇപ്പൊ പോലും അവിടേക്ക് വന്നിട്ട് അവളുടെ അച്ഛന്റെ മുഖത്ത് പോലും നോക്കാതെ ഫോണിലുള്ള അവളുടെ ഫോട്ടോ നോക്കി, ഇതെന്താ എന്റെ മൂക്ക് ലൈറ്റ് ആയിട്ട് വലുതായതുപോലെ തോന്നുന്നത്, ഇനിയിപ്പോ പ്ലാസ്റ്റിക് സർജറി ചെയ്യേണ്ടി വരുമോ എന്നിങ്ങനെ അവള് പറയുന്നു. ഇതാണോ ഇപ്പൊ നിന്റെ ടെൻഷൻ? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മൂക്ക് എങ്ങനെ ഇരുന്നാ നിനക്കെന്താ? അടുത്തത് എന്ത് കോഴ്സ് സെലക്ട് ചെയ്യണമെന്ന് നീ കൺഫേം ചെയ്തോ? നിന്റെ ഫ്യൂച്ചർ നിന്റെ കയ്യിലാ ഉള്ളത്. അതും പറഞ്ഞ് ഒരു ലോഡ് അഡ്വൈസ് അവക്ക് കൊടുക്കുകയാണ്. അതായത് നമ്മുടെ ഹീറോ ചെറിയ പ്രായത്തിൽ തന്നെ അവന്റെ ഫ്യൂച്ചർ ഫോയിൽ ചെയ്തതാണ്. അതുപോലെ തന്റെ മക്കൾക്ക് ഉണ്ടാകരുതെന്ന് അവൻ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മക്കളുടെ കുറച്ച് അധികമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിക്കാറുള്ളത്. എന്നിട്ട് അവൻ തന്റെ മോന്റെ അടുത്ത്, കുട്ടിയായിരുന്നപ്പോ നീ നന്നായിട്ട് ബാസ്കറ്റ് ബോൾ കളിച്ചോണ്ടിരുന്നല്ലേ, ഇപ്പൊ എന്താ അതിന് പറ്റാത്തതെന്ന് അവനോട് ചോദിക്കുന്നു. അത് കേട്ട് മോനും എനിക്കതിൽ ഇൻട്രസ്റ്റ് ഇല്ലെന്ന് അച്ഛനോട് പറയുകയാണ്. നിനക്ക് പിന്നെ എന്തിലാടാ ഇൻട്രസ്റ്റ് ഉള്ളത്? ഇന്നത്തെ കാലത്തെ പിള്ളേരെ ഒരു തരത്തിലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ നിങ്ങളുടെ അമ്മയും ഞാനും ഡിവോഴ്സ് ആകാൻ പോകുന്നതിനെ കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ആരും വിഷമിക്കുകയൊന്നും വേണ്ട. എനിക്ക് ഉടനെ എന്റെ കമ്പനിയിൽ പ്രൊമോഷൻ കിട്ടും. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ മനസ്സ് മാറാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതിനെ കുറിച്ചിട്ടൊന്നും ഓർത്ത് വറീഡ് ആകേണ്ട ആവശ്യമില്ല എന്നിങ്ങനെ നമ്മുടെ ഹീറോ പറയുന്നത് കേൾക്കുന്ന മോളാണെങ്കിൽ ഡിവോഴ്സ് ആകില്ലെന്ന് പറഞ്ഞതിൽ സന്തോഷപ്പെടാതെ, എന്ത് പ്രൊമോഷൻ കിട്ടുമെന്നോ? അങ്ങനെയാണെങ്കിൽ ഡാഡി എനിക്കൊരു 500 രൂപ താ. ഇത് കേട്ട് നമ്മുടെ ഹീറോയും, എന്താ 500 രൂപ? നിനക്ക് എന്തിനാ ഇപ്പൊ 500 രൂപ? അപ്പൊ മോള് പറയാ, പ്രൊമോഷൻ കിട്ടാൻ പോവാണെന്ന് അച്ഛൻ പറഞ്ഞില്ലേ, അത് സെലിബ്രേറ്റ് ചെയ്യണ്ടേ, 500 രൂപ എടുക്ക്. ശരി ഞാനിപ്പോ എന്തോ നല്ല മൂഡിൽ ഇരിക്കുന്നോണ്ട് തരാന്ന് പറഞ്ഞ് പേഴ്സിന്റെ അകത്തുനിന്ന് ഒരു 500 രൂപ എടുത്ത് മോക്ക് കൊടുക്കുകയാണ് നമ്മുടെ ഹീറോ. അപ്പൊ അവിടേക്ക് നമ്മുടെ ഹീറോയുടെ മോളുടെ ഫ്രണ്ട് വരികയാണ്. അങ്ങനെ ഫ്രണ്ടിന്റെ കൂടെ മോള് പോകുന്നു. ഇപ്പൊ നമ്മുടെ ഹീറോയുടെ മോൻ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പൊ അവനോടായിട്ട് നമ്മുടെ ഹീറോ ചോദിക്കുകയാണ്, നിന്റെ അമ്മ ഇപ്പോ നല്ല ഡിപ്രഷനിലായിരിക്കും അല്ലേ ഉള്ളത്? അപ്പൊ ആ സീൻ അവിടെ കട്ട് ചെയ്തിട്ട് അവരുടെ അമ്മയാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ജങ്കിനെ. അവളാണെങ്കിൽ നല്ല രീതിയിൽ മേക്കപ്പ് ഒക്കെ ഇട്ട് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തോണ്ടിരിക്കുകയാണ്. അവള് ചെയ്യുന്ന ജോബ് എന്ന് പറയുന്നത് ഈ ആങ്കറിംഗ് ആണ്. ഇപ്പൊ പോലെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ജങ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജങ്ങിന്റെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ യങ് ആയിട്ടുള്ള ഒരു കുട്ടിയെ പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അത് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്നവര് ശരിക്കും ഇവർക്ക് കല്യാണം കഴിഞ്ഞ 2 മക്കളുണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാനാ എന്നിങ്ങനെ കമന്റ് വരെ അടിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ക്യാമറമാൻ വന്നിട്ട് നമ്മുടെ ജങ്ങിന്റെ അടുത്ത് മറ്റൊരു പെൺകുട്ടിയെ കാണിച്ചു കൊടുത്തിട്ട്, ഇനി മുതൽ നിങ്ങൾ ഇരിക്കുന്ന പൊസിഷനിലേക്ക് ഈ പെൺകുട്ടിയാണ് വരാൻ പോകുന്നതെന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് കേട്ട് നമ്മുടെ ജങ്ങും
അപ്പൊ ഞാൻ ഏത് പൊസിഷനിലേക്കാ ഇനി പോകണ്ടേന്ന് അവള് ചോദിക്കുകയാണ്. ഇത് കേട്ട അയാളും നിങ്ങൾക്ക് വീട്ടില് ഹൗസ് വൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു പൊസിഷൻ ഇല്ലേ, അവിടെ പോയി ഇനി വർക്ക് ചെയ്തോന്ന് അയാള് പറയുന്നു. ഇത് കേൾക്കുന്ന നമ്മുടെ ജങ്, സാർ ജനിക്കുമ്പോഴേ ആരും ഹൗസ് വൈഫ് ആയിട്ടുള്ള പൊസിഷനിലൊന്നും അല്ലല്ലോ സാർ ജനിക്കുന്നത് എന്നിങ്ങനെ നമ്മുടെ ജങ് തിരിച്ച് അയാളോട് ചോദിക്കുന്നു. ഇത് കേട്ട് അയാള് നമ്മുടെ ജങ്ങിനോട് പറയാണ്, നിങ്ങൾക്ക് എത്ര വലിയ മക്കളാ ഉള്ളത്? ഈ പ്രായത്തിലും ഇതുപോലെ ഇങ്ങനെ ആങ്കറിങ് ചെയ്ത് ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ട് കിടന്ന അത് നിങ്ങളുടെ മക്കൾക്ക് ഒരു കുറച്ചിലല്ലേ? അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ ജോലി നിങ്ങൾക്ക് വേണ്ടാന്ന്. ഇത് കേട്ട് നമ്മുടെ ജങ്, ശരിക്കും ഇത് തന്നെയാണോ കാരണം, അതോ കഴിഞ്ഞ ദിവസം സാറ് ജൂനിയർ പെൺകുട്ടികളെടുത്ത് മോശമായിട്ട് സംസാരിക്കുന്നത് കണ്ട് ഞാനത് വാൺ ചെയ്തത് കൊണ്ടാണോ എന്നിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ജങ് അയാളോട് ചോദിക്കാണ്. ഇത് കേട്ടിട്ട് അയാളും, നിങ്ങൾ കുറച്ച് ഓവറായിട്ടാ സംസാരിക്കുന്നത്. വലിയ മക്കളൊക്കെ ഉള്ളതല്ലേ, സാമ്പത്തികപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും, അതുകൊണ്ട് നിങ്ങളെ കുറച്ച് സപ്പോർട്ട് ചെയ്യാം സഹായിക്കാന്നൊക്കെ വിചാരിച്ചത് ഞാൻ ചെയ്ത തെറ്റാ. അതും പറഞ്ഞ് ദേഷിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്നും പോകുന്നു. അതിനുശേഷം നമ്മുടെ ഹീറോയാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയ്ക്ക് ഇന്നാണ് കമ്പനിയിൽ നിന്നും പ്രൊമോഷൻ കിട്ടുന്ന ആ ദിവസം. എല്ലാ 5 വർഷം കൂടുമ്പോഴും കമ്പനിയിൽ നിന്നും ഒരു പ്രൊമോഷൻ ഉണ്ടാകും. ഇപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഹീറോയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. എല്ലാവരും അവനിക്ക് ചുറ്റും നിന്ന് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിനകം അവരുടെ ഓണറും അവിടേക്ക് വരികയാണ്. അങ്ങനെ അദ്ദേഹം അവിടേക്ക് വന്ന് കുറച്ച് സ്പീച്ച് ഒക്കെ കൊടുത്തതിന് ശേഷം ഇനി കമ്പനി ഹെഡിനെ സെലക്ട് ചെയ്യാനായിട്ട് പോവുകയാണെന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയുടെ നേരെ കൈ നീട്ടിട്ട് കൺഗ്രാറ്റ്സ് പറയുന്നു. അപ്പൊ നമ്മുടെ ഹീറോയും എഴുന്നേൽക്കുമ്പോൾ ചുറ്റും കൂടിയിരിക്കുന്ന എല്ലാവരും ക്ലാപ്പ് ചെയ്ത് അവനെ ചീറപ്പ് ചെയ്യുകയാണ്. കാരണം നമ്മുടെ ഹീറോയെ തന്നെ ആയിരിക്കും അദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. എന്നാൽ സംഭവിച്ചത് അതല്ല. ആ മാനേജർ ആണെങ്കിൽ നമ്മുടെ ഹീറോ എടുത്ത് നിങ്ങൾ കുറച്ച് വഴി മാറെന്ന് പറഞ്ഞിട്ട് അവന്റെ പുറകിലിരുന്ന ഒരു ജൂനിയർ ആയിട്ടുള്ള പയ്യനെ വിളിക്കുകയാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിനി ഇദ്ദേഹമാണെന്ന് പറഞ്ഞ് മറ്റൊരു ജൂനിയറിനെ അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഒരു സംഭവം നമ്മുടെ യങ്ങിന് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന മറ്റെല്ലാവർക്കും ഷോക്ക് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കൂടാതെ നമ്മുടെ യങ്ങിന്റെ ഉള്ളില് ആകെ നാണം കെട്ടതുപോലെ ഒരു ഫീലിങ്സും ഉണ്ടാകുന്നു. അങ്ങനെ അന്ന് നൈറ്റ് അവരുടെ കമ്പനിയിൽ ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുന്ന ടൈമില് യങ്ങിന്റെ ഫ്രണ്ട്സ് വന്നിട്ട് യങ്ങിനോട് പറയുകയാണ്, നമ്മുടെ മാനേജറിന്റെ റിലേറ്റീവ് ആയതുകൊണ്ടാണ് ആ സീനിയർ പയ്യൻ ഇപ്പോ ഈ പോസ്റ്റ് കിട്ടിയതെന്ന് അവനോട് പറയുന്നു. അങ്ങനെ നമ്മുടെ യങ് ആ മാനേജറിനോട് സംസാരിക്കാനായിട്ട് അയാളുടെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ ആ മാനേജറിനെ തനിച്ച് വിളിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ യങ് അദ്ദേഹത്തിന്റെ കയ്യിൽ പിടിച്ചിട്ട് അദ്ദേഹത്തിനോട് പറയുകയാണ്, സർ ഞാനിവിടെ 10 വർഷമായിട്ട് വർക്ക് ചെയ്തോണ്ടിരിക്കുക, ഇപ്പോഴും അതേ പോസ്റ്റിൽ തന്നെ ഞാൻ ജോലി ചെയ്തോണ്ടിരിക്കുന്നതിന് എന്തർത്ഥമാണ് സാർ ഉള്ളത്? അപ്പൊ ആ മാനേജർ നമ്മുടെ യങ്ങിനോട്, അതിനിപ്പോ എന്താ, നിനക്കുള്ള സാലറി ഞാൻ കൂട്ടിയിട്ടില്ലേ എന്ന് പറഞ്ഞ് അവന്റെ കൈ പെട്ടെന്ന് എടുത്ത് മാറ്റുന്നു. അപ്പൊ നമ്മുടെ യങ് അദ്ദേഹത്തിനോട്, സാർ സാലറി ഇപ്പോഴും കുറവ് തന്നെയാ, എന്നാലും വർഷത്തിൽ ഒരു വട്ടം പ്രൊമോഷൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ ഈ ജോബിൽ തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തത്. അപ്പൊ ആ മാനേജറും, ഇന്നത്തെ കാലത്ത് ക്വാളിഫിക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിനക്ക് ശേഷം വന്ന എല്ലാ പിള്ളേരും കോളേജ് കഴിഞ്ഞ് നല്ല ഡിഗ്രിയോടെയാ വരുന്നത്, നീ വരെ സ്കൂള് മാത്രമല്ലേ പഠിച്ചിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആ മാനേജറും പറയുന്നത് കേട്ട് നമ്മുടെ യങ്ങും വേറൊന്നും പറയാതെ, സാർ എനിക്ക് പ്രൊമോഷൻ ഒന്നും വേണ്ട, പക്ഷെ എന്നെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യരുത്, അത് മാത്രമെങ്കിലും ചെയ്യാതിരിക്കുക. സാറിന് അറിയാലോ ഓൾറെഡി എനിക്ക് ഡിവോഴ്സിന്റെ പ്രശ്നം കൂടി പൊയ്ക്കൊണ്ടിരിക്കുക, അതിന്റെ കൂടെ ഇതും കൂടി ആകുമ്പോൾ ഞാൻ ആകെ കഷ്ടത്തിലാകും. സോ അതുകൊണ്ട് അതെങ്കിലും ഒഴിവാക്കി താ എന്ന് നമ്മുടെ യങ് മാനേജറിനോട് പറയുന്നു. എന്നാ ആ മാനേജർ നമ്മുടെ യങ്ങിനോട്, നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാകില്ലേ, ഒന്നാമത് നിനക്ക് ക്വാളിഫിക്കേഷൻ ഇല്ല, എങ്കിൽ ഏതെങ്കിലും വലിയ വലിയ ആളുകളുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടെന്ന് വെച്ചാൽ അതുമില്ല. ഇന്നത്തെ കാലത്ത് ഇതൊന്നും ഇല്ലാതെ എങ്ങനെയാ നിന്നെ ഞാൻ ഈ ജോബിൽ കണ്ടിന്യൂ ചെയ്യുന്നത്? അങ്ങനെയൊക്കെ പറഞ്ഞ മാനേജറും അയാളുടെ സീറ്റിലേക്ക് ഒന്ന് ഇരിക്കാനായി പോവുകയാണ്. നമ്മുടെ യങ്ങും അദ്ദേഹത്തിന്റെ പുറകെ തന്നെ പോകുന്നു. സാറല്ലേ പറഞ്ഞത് 5 വർഷത്തിൽ ഒരു വട്ടം എനിക്ക് പ്രൊമോഷൻ തരാന്ന്, എന്നിട്ടിപ്പോ ഒന്നുമില്ലെന്ന് പറഞ്ഞ എന്താ സാർ ഇതിന്റെയൊക്കെ അർത്ഥം എന്ന് പറഞ്ഞ് യങ് ആ മാനേജറിന്റെ കയ്യിൽ പിടിക്കുകയാണ്. ഇത് കാണുന്ന അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു. അങ്ങനെ ആ മാനേജറും അയാൾക്ക് വായിൽ വന്നതുപോലെയൊക്കെ നമ്മുടെ യങ്ങിന്റെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നു. ഇത് കണ്ടുകൊണ്ട് യങ്ങിന്റെ ഫ്രണ്ട്സ് വന്നിട്ട് അവനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. അപ്പോഴും ആ മാനേജറിന്റെ ദേഷ്യം മാറാതെ അയാള് നമ്മുടെ യാങ്ങിന്റെ അടുത്ത്, വെറുതെ അല്ല നീയൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിനക്ക് കുട്ടികൾ ഉണ്ടായതെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്നുടനെ നമ്മുടെ യങ്ങിന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നു. എന്നാലും അവനവന്റെ ഫാമിലിയെ കുറിച്ച് ഓർത്ത് ആ ദേഷ്യമൊക്കെ കൺട്രോൾ ചെയ്ത് വീണ്ടും തിരികെ പോകാനായി തുടങ്ങുന്നു. അപ്പൊ ആ മാനേജർ നമ്മുടെ യങ് കേൾക്കാതെ, നല്ല ബെസ്റ്റ് ഫാമിലിയാ, ഇവന്റെ ഫാമിലിയിലുള്ളവരും ഇവനെ പോലെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് അവന്റെ ഫാമിലിയെ കൂടി ചേർത്ത് എന്തൊക്കെയോ പറയാൻ തുടങ്ങുന്നു. എന്നാൽ ഇത് നമ്മളെ യങ്ങിന്റെ ചെവിയിൽ കേൾക്കുന്നു. യങ് പിന്നെ ഒന്നും നോക്കിയില്ല, എനിക്കിനി ഈ ജോലി വേണ്ടെന്ന് പറഞ്ഞ് ആ മാനേജറുടെ തലക്കിട്ട് ഒന്ന് കൊടുക്കുകയാണ്. അടികൊണ്ട് അയാളും അപ്പൊ തന്നെ താഴേക്ക് വീഴുന്നു. അങ്ങനെ ആകെ സാഡ് ആയിട്ട് നമ്മുടെ യങ് അവിടെ നിന്ന് തിരികെ വരികയാണ്. അവൻ നേരെ വരുന്നത് അവന്റെ വൈഫിനെ കാണാൻ വേണ്ടിയിട്ടാണ്, അതായത് നമ്മുടെ ജങ്ങിനെ. അവളും അവളുടെ ജോലി പോയ സങ്കടത്തില് സൈലന്റ് ആയിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കുകയാണ്. അവിടെ വെച്ചിട്ട് നമ്മുടെ യങ്ങിനെ അവള് കാണുന്നു. അവനെ കണ്ട ഉടനെ അവളും, എന്താ വീണ്ടും കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് വീട്ടിലേക്ക് കയറി പോകാനായി തുടങ്ങുന്നു. അപ്പൊ പെട്ടെന്ന് നമ്മുടെ യങ്, ഞാൻ വേണമെങ്കിൽ നിന്റെ കാലിൽ പിടിച്ച് മാപ്പ് ചോദിക്കട്ടെ എന്ന് അവളോട് ചോദിക്കുന്നു. ഇത് കേട്ടിട്ട് നമ്മുടെ ജങ്ങും, എന്തിന്, അതിന് നീ
എന്ത് തെറ്റാ ചെയ്തേന്ന് അവനോട് ചോദിക്കുന്നു. ശരിക്കും അവൻ എന്ത് തെറ്റാ ചെയ്തേന്ന് അവനിക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് തന്നെ അവൻ സൈലന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവന്റെ ഈ നിൽപ്പ് കണ്ടിട്ട് ജങ് അവനോട് എന്തു പറ്റി, പ്രമോഷൻ കിട്ടിയില്ലേ? ശരി പോട്ടെ, അത് വിട്, അതൊന്നും എനിക്കൊരു വിഷയമല്ലെന്ന് പറഞ്ഞിട്ട് അവള് വീണ്ടും അകത്തേക്ക് കയറി പോകാനായി തുടങ്ങുന്നു. അപ്പൊ അവൻ അവളോട് ജങ് 1 മിനിറ്റ് ഒന്ന് നിക്കോ, എനിക്ക് ഡിവോഴ്സ് വേണ്ട എന്നിങ്ങനെ അവൻ അവളോട് പറയുന്നു. ഇത് കേൾക്കുന്ന അവൾക്കും വല്ലാണ്ട് ഫീൽ ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ഒന്നും ഇടാതെ 2 മിനിറ്റ് അങ്ങനെ നിന്നിട്ട് വീണ്ടും അവൾ അകത്തേക്ക് കയറി പോവുകയാണ്. അങ്ങനെ റൂമിലേക്ക് വരുന്ന നമ്മുടെ ജങ് അവരൊന്നിച്ചുള്ള അവരുടെ ഫാമിലി ഫോട്ടോസ് ഒക്കെ ഇല്ലേ, അത് കാണുമ്പോൾ അവര് ഹാപ്പി ആയിട്ടിരുന്ന ആ മൊമെന്റ്സ് ഒക്കെ അവളുടെ ഓർമ്മയിലേക്ക് വരികയാണ്. ശരിക്കും അവൾക്ക് നമ്മുടെ യങ്ങിനടുത്ത് സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചത്, അതിനെന്തോ ഒരു കാരണമുണ്ട്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുന്ന നമ്മുടെ ജങ്ങിന് ഞാൻ കുറച്ച് ധൃതി കാണിക്കുന്നുണ്ടോന്ന് അവളുടെ മനസ്സിൽ ഒരു ഫീൽ ഉണ്ടാകുന്നു. പെട്ടെന്ന് അവള് നമ്മുടെ യങ്ങിനെ കാണാൻ വേണ്ടി അവൻ നിന്ന സ്ഥലത്തേക്ക് ഓടി ചെല്ലുകയാണ്. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ യങ് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അവൻ പോയത് വേറെ അങ്ങോട്ടുമല്ല, അവനിക്ക് ബാസ്കറ്റ് ബോൾ എന്ന് പറഞ്ഞ ജീവനാണ്. അവൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് മെഡലുകളൊക്കെ ബാസ്കറ്റ് ബോൾ കളിച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടായിരിക്കണം അവന്റെ മനസ്സ് ഇത്രത്തോളം വേദനിച്ചിരിക്കുന്ന സമയത്ത് അവൻ നേരെ വന്നിരിക്കുന്നത് അവന്റെ സ്കൂളിലെ ബാസ്കറ്റ് ബോൾ കളിക്കുന്ന ആ സ്ഥലത്തേക്കായിരുന്നു. ആരും കാണാതെ രാത്രി അവിടെ നിന്ന് അവൻ വെറുതെ ബാസ്കറ്റ് ബോൾ ഒക്കെ കളിച്ചു നോക്കുന്നു. അപ്പോഴാണ് പഴയ ഒരു കാര്യം അവനിക്ക് ഓർമ്മ വരുന്നത്. ഫസ്റ്റ് ടൈം അവൻ നമ്മുടെ ജങ്ങിനെ ഡേറ്റിങ്ങിന് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇതുപോലെയായിരുന്നു. ഇപ്പൊ ഞാൻ ഈ ബോള് ആ ബാസ്കറ്റിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു ആഗ്രഹം നീ എനിക്കിപ്പോ സാധിച്ചു തരണമെന്ന് അവൻ ജങ്ങിനോട് പറയുന്നു. ആ ടൈമില് അവര് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവളും ആ ഓക്കെ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ യങ് ആ ബോള് ബാസ്കറ്റിലേക്ക് ഇടുകയാണ്. അത്രയും ദൂരത്ത് നിന്ന് ഇട്ടിട്ടും കറക്റ്റ് ആയിട്ട് ആ ബോള് പോയി ബാസ്കറ്റിൽ വീഴുന്നുണ്ട്. വീണുടനെ അവൻ നമ്മുടെ ജങ്ങിനോട് ചോദിച്ചത് നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ഔട്ടിങ്ങിന് പോയാലോ, നീ എന്റെ കൂടെ ഡേറ്റ് ചെയ്യുമോന്ന് അവളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്നാണ് രണ്ടുപേരും ഒഫീഷ്യലായിട്ട് ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ യങ് ഇങ്ങനെ ആലോചിച്ച് നോക്കുകയായിരുന്നു. അന്ന് എത്ര സിമ്പിൾ ആയിട്ട് ഇതെല്ലാം ചെയ്തത്, പക്ഷെ ഇന്ന് അവനെ കൊണ്ട് അതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഒരുപാട് ബോള് ബാസ്കറ്റിൽ ഇടാൻ നോക്കിയിട്ട് ഒന്നും വീഴാതെ അവനിങ്ങനെ കഷ്ടപ്പെട്ട് അവിടെ ഇരിക്കുകയാണ്. എന്തൊരു പാടായത്. ശരി, അവസാനമായിട്ട് ഒരു ബോൾ കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് അവൻ ഒരു ബോൾ കയ്യിലെടുക്കുന്നു. ആ സമയത്ത് അവൻ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്, ഞാൻ ഈ ബോൾ ബാസ്കറ്റിൽ ഇടുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം നടക്കണം. അങ്ങനെ വിചാരിച്ചുകൊണ്ട് ആ ബോൾ അവൻ റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ ബോൾ ബാസ്കറ്റിൽ വീണ് കഴിയുമ്പോൾ ഞാൻ പഴയ യങ്ങായിട്ട് മാറണമെന്ന് അവൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ ബോൾ റിലീസ് ചെയ്യുന്നു. കറക്റ്റ് ആയിട്ട് ആ ബോൾ ബാസ്കറ്റിൽ വീഴാനായി പോകുന്നു. ആ സമയത്ത് ആകാശത്ത് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ടും ചെറിയ രീതിയിൽ ശബ്ദങ്ങൾ കേൾക്കുന്നതായിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ യങ് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവന്റെ മുന്നിൽ ഒരു വെട്ടം മാത്രമാണ് അവനിപ്പോ കാണുന്നത്. കറക്റ്റ് ആയിട്ട് ആ ബോൾ പോയി ബാസ്കറ്റിൽ വീണോന്ന് പോലും അവൻ അറിഞ്ഞില്ല. ആ ടൈമില് ആ സ്കൂളിലെ സെക്യൂരിറ്റി അവിടേക്ക് വന്നിട്ട് ഈ സമയത്ത് ഇവിടെ എന്തെടുക്കുകയാണെന്ന് നമ്മുടെ യങ്ങിനോട് അയാൾ ചോദിക്കുന്നു. സോറി എന്ന് പറഞ്ഞ് നമ്മുടെ യങ് പെട്ടെന്ന് അവിടെ നിന്നും ഓടി പോവുകയാണ്. അങ്ങനെ നമ്മുടെ യങ് റോഡിലൂടെ നടന്നു വരികയാണ്. പെട്ടെന്ന് അവനിക്ക് നല്ല രീതിയിൽ വിശക്കുന്നു. ഇതെന്ത് പറ്റി ഇപ്പൊ ഇങ്ങനെ ഒരു വിശപ്പെന്ന് പറഞ്ഞ് അവനൊരു ഷോപ്പിലേക്ക് കയറുകയാണ്. ഇപ്പോഴാണ് നമ്മുടെ യങ്ങിനെ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നത്. അവനിപ്പോ ടോട്ടലി മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ യങ് അവന്റെ 18 വയസ്സിൽ എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് ആ രൂപത്തിലേക്ക് അവൻ മാറിയിരിക്കുകയാണ്. പക്ഷെ ഈ കാര്യമൊന്നും ഇപ്പൊ നമ്മുടെ യങ് അറിയുന്നില്ല. അവൻ അടുത്തുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ട് അവനിക്ക് കഴിക്കാനുള്ള കുറച്ച് ഫുഡൊക്കെ എടുക്കുകയാണ്. കൂട്ടത്തില് അവനൊരു ഡ്രിങ്ക് ബോട്ടിലും കൂടി എടുക്കുന്നു. എന്നിട്ട് അവൻ ബിൽ ചെയ്യാനായിട്ട് കൗണ്ടറിലേക്ക് കൊണ്ടുവരികയാണ്. എന്നാൽ ആ കൗണ്ടറിൽ നിൽക്കുന്നത് നമ്മുടെ യങ്ങിന്റെ മകളായിരുന്നു. പക്ഷെ അവളും അറിയുന്നില്ല തന്റെ അച്ഛനാണ് തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന്. കാരണം ഇപ്പൊ നമ്മുടെ യങ് കാണാനായിട്ട് ടോട്ടലി മാറിയിട്ടുണ്ടല്ലോ. അത് മാത്രമല്ല 18 വയസ്സ് കഴിയാത്തവർക്ക് അവിടെ ഡ്രിങ്ക്സ് ഒന്നും കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ അവള് നമ്മളെ യങ്ങിന്റെ ID കാർഡ് ചോദിക്കുകയാണ്. ID കാർഡ് ചോദിക്കാൻ വേണ്ടിട്ട് ഞാൻ എത്ര യങ് ആണെന്ന് ചോദിച്ചിട്ട് അവൻ ആ കാർഡ് എടുത്ത് കൊടുക്കുമ്പോഴാണ് തന്റെ മകളെ നമ്മുടെ യങ് കാണുന്നത്. അവളെ അവിടെ കണ്ട ഷോക്കില് നമ്മുടെ യങ്ങും എന്താ നീ ഇവിടെ എന്തെടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ യങ് ഒരു അച്ഛന്റെ അധികാരത്തോടെ അവളോട് സംസാരിക്കാൻ തുടങ്ങുന്നു. പക്ഷെ അവക്കാണെങ്കിൽ അച്ഛനാണെന്ന് അറിയില്ലല്ലോ. ഇവൻ ഇതെന്തൊക്കെയായി കാണിക്കുന്നതെന്ന മട്ടില് അവളും അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അവള് നമ്മളെ യങ്ങിന്റെ അടുത്ത് ഹലോ നിങ്ങൾ ആരാണെന്ന് യങ്ങിനോട് ചോദിക്കുകയാണ്. എന്ത് ആരെന്നോ, ചെയ്യാനുള്ള തെറ്റെല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്തതുപോലെ നീ അഭിനയിക്കുകയാണോന്ന് ചോദിച്ചിട്ട് നമ്മുടെ യങ് വീണ്ടും അവളോട് ദേഷ്യപ്പെടുന്നു. അങ്ങനെ ഈ ബഹളം കേട്ടിട്ട് ആ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു ലേഡി വന്നിട്ട് എന്താ ഇവിടെ പ്രശ്നമെന്ന് യങ്ങിനോട് ചോദിക്കുന്നു. അപ്പൊ നമ്മുടെ യങ്ങും പ്രശ്നമൊന്നുമില്ല, ഇത് ഞങ്ങളുടെ ഫാമിലി മാറ്ററാ, ഞങ്ങൾ സംസാരിച്ചോളാം എന്ന് യങ് അവരോട് പറയുന്നു. ഇത് കേട്ട ആ ലേഡിയും നമ്മുടെ യങ്ങിന്റെ മോളെടുത്ത് ഇത് നിന്റെ ഫാമിലി ആണോ എന്ന് ചോദിക്കുന്നു. ഇത് കേട്ട് മോൾക്ക് ദേഷ്യം വന്നിട്ട് എടാ നിനക്കെന്താ പ്രാന്താണോ എന്നിങ്ങനെ അവള് നമ്മുടെ യങ്ങിനോട് ചോദിക്കുന്നു. ഇത് കേട്ട് നമ്മുടെ യങ്ങും ദേഷ്യപ്പെട്ടുകൊണ്ട് എന്ത് ഡാന്നാ, അച്ഛനെ കയറി ഡാന്ന് വിളിക്കുന്നോടെന്നും ചോദിച്ചിട്ട് ഒരച്ഛനായിട്ട് നമ്മുടെ യങ് എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലൊക്കെ മോളെടുത്ത് ദേഷിക്കുകയാണ്. നമ്മുടെ യങ് അങ്ങനെ അച്ഛനാണെന്ന് പറയുന്ന കേൾക്കുന്ന ഉടനെ അവിടെ നിൽക്കുന്ന എല്ലാവരും കൺഫേം ചെയ്യുകയാണ് ഇവ ശരിക്കും മെന്റൽ ആണെന്നുള്ള കാര്യം. അതിനുശേഷം നമ്മുടെ യങ് അവളുടെ കയ്യിൽ പിടിച്ചിട്ട് നീ വീട്ടിലോട്ട് വാ, നിനക്കുള്ളത് ഞാൻ അവിടെ വന്നിട്ട് തരാന്ന് പറഞ്ഞ് അവളെ പിടിച്ചു വലിച്ച് ഷോപ്പിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനായി നോക്കുകയാണ്. അങ്ങനെ
പുറത്തേക്ക് ഇറങ്ങാനായി പോകുന്ന നമ്മുടെ യങ് അപ്പോഴാണ് ഗ്ലാസ്സിൽ അവന്റെ മുഖം കാണുന്നത്. അത് കണ്ടിട്ട് അവന് ഷോക്കാകുന്നു. എന്റെ മുഖത്തിന് ഇത് എന്ത് പറ്റിയതാണെന്ന് ചിന്തിച്ചിട്ട് അവൻ ചുറ്റും നോക്കുകയാണ്. നമ്മുടെ യങ്ങിന്റെ ഈ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് ഷോപ്പിലുള്ള ബാക്കി എല്ലാവരും പേടിക്കുകയാണ്. ഇവനിത് എന്താ കാണിക്കുന്നത്, ശരിക്കും മെന്റലാണോ? ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് അവരും ആകെ ടെൻഷൻ ആകുന്നു. പെട്ടെന്ന് നമ്മുടെ യങ് പുറത്തേക്ക് ഇറങ്ങി അവിടെ കിടന്ന ഒരു കാറിന്റെ അകത്ത് ചെന്ന് അതിന്റെ മിററിലൂടെ അവൻ മുഖം നോക്കുന്നുണ്ട്. അപ്പോഴും ഒരു മാറ്റവും ഇല്ല. എന്തൊക്കെയോ സംഭവിച്ചിരിക്കുന്നു. അവൻ മുഖമൊക്കെ ഇങ്ങനെ പിടിച്ച് വലിച്ചൊക്കെ നോക്കുകയാണ്. പക്ഷേ ഒരു മാറ്റവും കാണുന്നില്ല. അവനാകെ ഷോക്കായിട്ട് വീണ്ടും തന്റെ മകളുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു. അവളാണെങ്കിൽ പേടിച്ചിട്ട് പെട്ടെന്ന് ഡോർ പിടിച്ച് അടയ്ക്കുകയാണ്. അങ്ങനെ ഷോപ്പിന്റെ ഡോർ അടച്ചതിന് ശേഷം അവര് പോലീസിനെ വിളിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മെന്റൽ വന്ന് ആകെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞ്. അങ്ങനെ നമ്മുടെ യങ് അവൻ കാണുന്നത് സ്വപ്നമാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി അവന്റെ മുഖത്തൊക്കെ ഒന്ന് അടിച്ചു നോക്കുകയാണ്. അയ്യോ വേദനിക്കുന്നുണ്ട്. അപ്പൊ ഇത് സ്വപ്നമല്ല. മോളെ ഷിയ, നീ ഇവിടെ തന്നെ നില്ലേ, അച്ഛൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് നമ്മുടെ യങ് പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ്. ഇത് കേട്ട് ഷിയയും ഇറങ്ങിപ്പോടെ പ്രാന്താന്ന് പറഞ്ഞ് അവളും അകത്ത് നിന്ന് ബഹളം വെക്കുകയാണ്. അങ്ങനെ ആകെ ഷോക്കായി കിളി പോയ നമ്മുടെ യങ് അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് വരികയാണ്. ഫ്രണ്ട് നമ്മുടെ യങ്ങിനെ കണ്ടിട്ട് നീ ആരാണെന്ന് ചോദിക്കുന്നു. അപ്പൊ നമ്മുടെ യങ് ഇത് ഞാനാടാ യങ് എന്നിങ്ങനെ പറയുന്നു. ഇത് കേട്ട് ഫ്രണ്ടും യങ് അകത്തുണ്ടെന്ന വിചാരത്തില് യങ് നീ ഒന്ന് പുറത്തേക്ക് വന്നേന്ന് പറഞ്ഞ് അകത്തേക്ക് നോക്കി വിളിക്കുകയാണ്. അപ്പൊ നമ്മുടെ യങ്ങും എടാ അത് ഞാനാടാന്ന് വീണ്ടും ഫ്രണ്ടിനോട് പറയുന്നു. ഫ്രണ്ടിന്റെ കിളിയും ആകെ മൊത്തം പോകുന്നുടനെ ഫ്രണ്ട് നേരെ കയ്യില് തോക്കെടുക്കുകയാണ്. തോക്കെടുത്തിട്ട് നമ്മുടെ യങ്ങിന്റെ നേരെ നീട്ടിയിട്ട് നിനക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഓടിപ്പോയ്ക്കോ എന്നിങ്ങനെ പറയുന്നു. ഇത് കാണുന്ന നമ്മുടെ യങ് എടാ അത് കളിത്തോക്കാണെന്ന് എനിക്കറിയാം, മര്യാദയ്ക്ക് അത് തറയിടെന്ന് പറയുന്നു. ഫ്രണ്ടും ഇത് കേട്ട് ലൈറ്റ് ആയിട്ടൊന്ന് ചിരിച്ചിട്ട് ട്രിഗർ വലിക്കുകയാണ്. ശരിക്കും അത് ഒറിജിനൽ തോക്കായിരുന്നു. അതിനകത്ത് നിന്നും ബുള്ളറ്റ് നേരെ നമ്മുടെ യങ്ങിനെ ലക്ഷ്യം വെച്ച് വരുന്നു. ജസ്റ്റ് മിസ്സിന് ആ ബുള്ളറ്റ് നമ്മുടെ യങ്ങിന്റെ ദേഹത്തെ കൊള്ളാതെ പാസ് ചെയ്തു പോവുകയാണ്. അങ്ങനെ കുറച്ച് അടിയും പിടിയും ബഹളവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് യങ് തന്നെയാണ് ഇതെന്നുള്ളത് തിരിച്ചറിയുകയാണ്. അതായത് അവർ രണ്ടുപേരും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എടുത്ത ഒരു ഫോട്ടോ അവിടെ ഉണ്ടായിരുന്നു. അതെടുത്ത് യങ്ങിന്റെ ഫ്രണ്ട് നോക്കുകയും അതിലുള്ള അതേ ഫേസ് തന്നെയാണ് ഇപ്പൊ വന്നിരിക്കുന്ന എങ്ങനെയുള്ളതെന്നും അവൻ മനസ്സിലാക്കുന്നു. അതിനുശേഷം ഫ്രണ്ടിന്റെ കയ്യിൽ നിന്ന് അടി കൊണ്ട് ബോധം പോയ നമ്മുടെ യങ്ങിന് തിരിച്ച് ബോധമൊക്കെ വരുന്ന സമയത്ത് ഫ്രണ്ട് നമ്മുടെ യങ്ങിനോട് നിനക്ക് എന്താ ശരിക്കും പറ്റിയത്, സ്പൈഡർമാനെ കടിച്ചതുപോലെ എന്തെങ്കിലും സ്പൈഡർ നിന്നെ കടിച്ചോ, നീ എങ്ങനെ ഈ പഴയ കോലത്തിലേക്ക് മാറിയത് എന്നിങ്ങനെ ചോദ്യത്തിന്റെ പുറത്ത് ചോദ്യങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ യങ്ങും നടന്ന കാര്യങ്ങളൊക്കെ ഫ്രണ്ടിനോട് പറഞ്ഞ് ആ ബാസ്കറ്റ് ബോൾ കളിച്ച സ്ഥലത്തേക്ക് ഫ്രണ്ടിനെ കൂട്ടിക്കൊണ്ടുവന്ന് അവൻ ചെയ്തതുപോലെയൊക്കെ ചെയ്ത് കാണിക്കുകയാണ്. ഇത് കേട്ടിട്ട് നമ്മുടെ ഫ്രണ്ടും ഓ അപ്പൊ ഇവിടെ നിന്ന് ഈ ബോൾ എടുത്ത ബാസ്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും പഴയ പ്രായത്തിലേക്ക് പോകാൻ പറ്റുമോ, അതും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫ്രണ്ടും ഒരു ബോൾ എടുത്ത് ബാസ്കറ്റിലേക്ക് ഇടാൻ നോക്കുന്നുണ്ട്. പക്ഷെ അത് പകുതി വഴി പോലും ചെന്നില്ല. അതിനുള്ള ഭാഗ്യമൊന്നും നമുക്കില്ലെന്ന് തോന്നുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഫ്രണ്ട് നമ്മുടെ യങ്ങിന്റെ അടുത്ത് നീയിപ്പോ പഴയതുപോലെ യങ് ആയില്ലേടാ, ഇപ്പൊ നിനക്ക് എന്താഗ്രഹം ഉള്ളത്, നിനക്ക് എന്ത് അംബീഷനാ ഉള്ളതെന്ന് യങ്ങിനോട് ഫ്രണ്ട് ചോദിക്കുന്നു. എന്നാൽ നമ്മുടെ യങ് ആകട്ടെ ഇത്രയും സമയം കൊണ്ട് അത്രയും വലിയ കാര്യങ്ങളൊന്നും ചിന്തിച്ചത് പോലും ഇല്ലായിരുന്നു. പെട്ടെന്ന് അവന്റെ ഫ്രണ്ട് ഇങ്ങനെ ചോദിച്ചതോടെ നമ്മുടെ യങ് പഴയ കാലത്തിലേക്കൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. അതായത് നമ്മുടെ യങ്ങിന് ബാസ്കറ്റ് ബോൾ എന്ന് പറഞ്ഞ ജീവനായിരുന്നു. പെട്ടെന്ന് ഇപ്പൊ ഫ്രണ്ട് നിന്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോ നമ്മുടെ യങ്ങിന് പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ യങ് ഇപ്പോ ഫ്രണ്ടിന്റെ അടുത്ത് നീ എനിക്ക് ഒരേ ഒരു കാര്യം മാത്രം ചെയ്തു തന്നാ മതി, നീ എനിക്ക് അച്ഛനാകണമെന്ന് പറയുന്നു. ഇത് കേട്ട് ഫ്രണ്ടും എന്താ അച്ഛനോ എന്ന് പറഞ്ഞ് അവനെ ഷോക്ക് ആവുകയാണ്. അതിനുശേഷം നമ്മുടെ യങ് ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി അവൻ ഒന്നും കൂടി യങ് ആയിക്കൊണ്ട് സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ട് നടന്നു വരുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അങ്ങനെ ഹാപ്പി ആയിട്ട് ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ട് വരുന്ന സമയത്ത് യങ്ങിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരികയാണ്. അവൻ അതെടുത്ത് നോക്കുമ്പോൾ അത് നമ്മുടെ ജങ്ങിന്റെ മെസ്സേജ് ആയിരുന്നു. അതായത് ഇവർക്ക് ഡിവോഴ്സിന് വേണ്ടിയിട്ടുള്ള കോടതിയിൽ പോകേണ്ട ഡേറ്റ് ഇന്നായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, നമ്മുടെ യങ്ങിനിപ്പോ അവിടേക്ക് ചെല്ലാൻ കഴിയില്ലല്ലോ. അങ്ങനെ അവൻ ഫോണിൽ കോൾ ഹിസ്റ്ററി നോക്കുമ്പോഴാണ് 25 മിസ്ഡ് കോള് ജങ് അവനിക്ക് ചെയ്തിരിക്കുന്നത് അവൻ കാണുന്നത്. പെട്ടെന്ന് അവൻ അവൾക്കൊരു മെസ്സേജ് അയക്കുകയാണ്. സോറി നീ എന്നോട് ക്ഷമിക്കണം, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ജോലി തിരക്കുണ്ടായിരുന്നു, അതാ എനിക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അവൻ നമ്മുടെ ജങ്ങിന് അയക്കുകയാണ്. എന്നാൽ ഇതേ സമയം ജങ് ആണെങ്കിൽ കോടതിയിൽ യങ്ങിനെ വെയിറ്റ് ചെയ്ത് ഒരുപാട് സമയം അവിടെ ഇരുന്ന് ടയർഡായിട്ട് അവള് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോഴാണ് അവളുടെ ഫോണിലേക്ക് മറ്റൊരു മെസ്സേജ് വരുന്നത്. അത് എവിടെന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ പ്രൊഡക്ഷൻ കമ്പനിയിലെ ആങ്കറിംഗ് ആയിട്ട് ജോലി ചെയ്യണമെന്ന് നമ്മുടെ ജിങ്ങിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവൾ ആ ABC കമ്പനിയില് എക്സാമും ഇന്റർവ്യൂവും ഒക്കെ നമ്മുടെ ജങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ഇന്ന് അവിടെ നിന്നുള്ള റിസൾട്ട് ആണ് നമ്മുടെ ജങ്ങിന് വന്നിരിക്കുന്നത്. അവൾ ആ കമ്പനിയിൽ സെലക്ട് ആയിട്ടുണ്ട്. അങ്ങനെ അതറിഞ്ഞ സന്തോഷത്തിൽ തുള്ളിച്ചാടി നിൽക്കുകയാണ് നമ്മുടെ ജങ് ഇപ്പോ. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ജങ് അവളുടെ ഫ്രണ്ടിനോടും വിളിച്ചു പറഞ്ഞ് വഴി കൂടി തുള്ളിച്ചാടി ഡാൻസ് ഒക്കെ കളിച്ച് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് വരികയാണ്. ഫ്രണ്ടിനോട് അങ്ങനെ നിനക്ക് ഞാൻ ട്രീറ്റ് ഒക്കെ തരാമെന്നും അവൾ ഫോണിലൂടെ പറയുന്നുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ
നമ്മുടെ യങ്ങും അവന്റെ ഫ്രണ്ടും കൂടി മറഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഇത് കാണുന്ന നമ്മുടെ യങ് ആണെങ്കിൽ അവളെ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. ഇവളെന്താടാ ഇങ്ങനെ, ഡിവോഴ്സ് ഒക്കെ ഇവക്ക് ഇത്ര ആഘോഷമാണോ, ദേ അവള് ട്രീറ്റ് ഒക്കെ കൊടുക്കാന്ന് പറയുന്നു. ഇത് കേട്ട് ഫ്രണ്ടും, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവക്ക് ചിലപ്പോ വേറെ എന്തെങ്കിലും അഫെയർ കാണുമായിരിക്കും, നീ ഇതൊക്കെ മറന്നിട്ട് വേറെ കാര്യം നോക്കടാന്ന് ഫ്രണ്ട് നമ്മുടെ യങ്ങിനോട് പറയുന്നു. ഇത് കേട്ട് യങ്ങും, എന്നാലും അവക്ക് എങ്ങനെ തോന്നിയടാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാനെന്ന് അവൻ വല്ലാണ്ട് ഫീൽ ചെയ്തൊക്കെ സംസാരിക്കുകയാണ്. അപ്പൊ ഫ്രണ്ടും, നീ ഇതെല്ലാം മറന്നേക്ക്, എന്നിട്ട് നീ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ നോക്ക്. ചിലപ്പോ അതിനു വേണ്ടിയിട്ടായിരിക്കും ദൈവം നിനക്ക് ഇങ്ങനെ ഒരു വരം കൂടി തന്നിരിക്കുന്നത്. നീ ഇപ്പോ പഴയ യങ്ങായില്ലേടാ. അങ്ങനെയൊക്കെ ഫ്രണ്ട് നമ്മുടെ യങ്ങിനോട് പറയുകയാണ്. എന്നാൽ നമ്മുടെ ജങ് ഇത്രയും സന്തോഷിച്ചതിന്റെ കാരണം അവക്കും അതേപോലെ യങ്ങിനും ജോലി പോയി നിൽക്കുന്ന സമയമല്ലേ. ഇങ്ങനെ ഒരു അവസ്ഥയില് മക്കളുടെ പഠനമൊക്കെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, അവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കുമെന്നുള്ള ചിന്തയിലും ടെൻഷനിലുമായിരുന്നു അവള്. ആ ടൈമിലാണ് അവക്കിപ്പോ ഇങ്ങനെ ഒരു ജോലി കിട്ടിയത്. അതുകൊണ്ടാണ് അവളും ഈ വാർത്ത അറിഞ്ഞ് ഇത്രത്തോളം സന്തോഷിച്ചത്. അവൾ അങ്ങനെ റൂമിൽ വന്ന് ഫ്രണ്ടിനോട് ഫീൽ ചെയ്ത് സംസാരിക്കാൻ തുടങ്ങുന്നു. പിറ്റേ ദിവസം നമ്മുടെ യങ്ങിന് സ്കൂളിൽ അഡ്മിഷൻ കിട്ടുകയാണ്. അവന്റെ ഫ്രണ്ട് ഒരു പണക്കാരനായതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റുകളൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റി. അങ്ങനെ പയ്യനെ സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടീച്ചറിനെ കാണാനായി അകത്തേക്ക് കയറുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട് ആ ടീച്ചറിനെ കണ്ടിട്ട് ഒരു ഇമാജിനറി ലോകത്തേക്ക് പോവുകയാണ്. പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നത് പതിവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫ്രണ്ടും ആ ടീച്ചറിനെ കണ്ടിട്ട് ഏതോ സൂപ്പർ ഹീറോ മൂവിയിൽ വരുന്ന ഹീറോയിനെ പോലെ അവരെ ഇമാജിൻ ചെയ്യുകയാണ്. എന്നാൽ ടീച്ചറാകട്ടെ വളരെ സൈലന്റ് ആയിട്ട് നിന്ന് അവരെ അകത്തേക്ക് വിളിക്കുകയാണ്. അങ്ങനെ അവരൊപ്പിച്ചുകൊണ്ട് വന്ന ആ വ്യാജ സർട്ടിഫിക്കറ്റില് നമ്മുടെ യങ്ങിന് സ്കൂളിൽ ഒരു അഡ്മിഷനും റെഡിയാക്കി അവരവിടെ നിന്നും പോകുന്നു. പിറ്റേ ദിവസം നമ്മുടെ ജങ് മോന്റെ കൂടെ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജങ്ങിന് ഇന്ന് ഒരു ഇന്റർവ്യൂ ഉണ്ട്. അങ്ങനെ ബസ്സിലിരുന്നോണ്ട് എന്റെ മേക്കപ്പ് ഒക്കെ ഓക്കെ അല്ലേ, കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ജങ് മോനോട് ചോദിക്കുകയാണ്. അമ്മയുടെ മേക്കപ്പ് ഇത്തിരി ഓവറാ, അതൊന്ന് ശ്രദ്ധിക്കെന്ന് മോൻ അമ്മയോട് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരോടൊപ്പം ആ ബസ്സിൽ കുറെ സ്റ്റുഡൻസും യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ആ കൂട്ടത്തില് ഒരു പെൺകുട്ടി അവരുടെ തൊട്ടടുത്ത് നിൽക്കുന്ന പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡിയെ ശ്രദ്ധിക്കുന്നത്. അപ്പൊ അടുത്ത സീറ്റിലിരുന്ന ഒരാളിനോട് ആ കുട്ടി, അങ്കിൾ ഒന്ന് എഴുന്നേറ്റ് കൊടുക്കുവോ, ഇവര് പ്രഗ്നന്റ് ആണ്, അവരൊന്ന് ഇരുന്നോട്ടെ എന്ന് അദ്ദേഹത്തിനോട് ആ പെൺകുട്ടി ചോദിക്കുകയാണ്. എന്നാൽ ഇതിന് അയാൾ പറയുന്നത്, പ്രഗ്നന്റ് ആണെങ്കിൽ വീട്ടിലിരിക്കണം, എന്തിനാ ഇങ്ങോട്ടൊക്കെ ഇറങ്ങി ഒന്ന് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് അയാൾ ഒരു രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുന്നു. ഇത് കേട്ട് ആ പെൺകുട്ടിയും, ഹലോ നിങ്ങൾക്ക് കുറച്ച് മര്യാദയ്ക്ക് സംസാരിച്ചൂടെ എന്നിങ്ങനെ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്. ഇത് കേട്ട് അയാളും ആ പെൺകുട്ടിയുടെ റേസ് ആകുന്നു. നിനക്ക് വയസ്സിന് മൂത്തവരെ ബഹുമാനിക്കാനൊന്നും അറിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ആ പെൺകുട്ടിയുടെ നേരെ അയാൾ എന്തൊക്കെയോ പറയാൻ തുടങ്ങുകയാണ്. ഇതിനിടയിൽ കൂടി ആ വിട്ടേരെ അദ്ദേഹം അവിടെ ഇരുന്നോട്ടെ എന്ന് ഒരു ശബ്ദം കേൾക്കുന്നു. നോക്കുമ്പോ അത് വേറെ ആരുമല്ല, നമ്മുടെ യങ് ഇന്നാണ് ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് പോകുന്നത്. അങ്ങനെ അവരുടെ അടുത്തേക്ക് വരുന്ന നമ്മുടെ യങ് അയാളെ നോക്കിയിട്ട്, അദ്ദേഹം പ്രഗ്നന്റ് ആയിട്ടല്ലേ മോളെ ഇരിക്കുന്നത്, അതുകൊണ്ട് അദ്ദേഹം അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് അയാളെ ഭയങ്കരമായിട്ട് കളിയാക്കാൻ തുടങ്ങുകയാണ്. ഇത് കേട്ട് ബസ്സിലുണ്ടായിരുന്ന എല്ലാ ആളുകളും ചിരിക്കുകയാണ്. അയാൾ ആകെ നാണം കെട്ടിട്ട് തൊട്ട് അടുത്ത സ്റ്റോപ്പില് അയാൾ പെട്ടെന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്നും എസ്കേപ്പ് ആകുന്നു. അയാൾ അങ്ങനെ ആ സീറ്റിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം ആ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡിയെ നോക്കിയിട്ട് നമ്മുടെ യങ്ങും, ഇനി നിങ്ങൾ ഇവിടെ ഇരുന്നോ എന്ന് അവരോട് പറയുകയാണ്. അങ്ങനെ ആ ലേഡിയെ അവർ ആ സീറ്റിൽ ഇരുത്തുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ജങ്ങും പുറകിലുള്ള സീറ്റിലുണ്ട്. പക്ഷേ നമ്മുടെ യങ്ങിന്റെ ഫേസ് ഇതുവരെയും ജങ് കണ്ടിട്ടില്ല. ആഹാ, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള കുട്ടികളും ഉണ്ടോ, ഇവരെ മനസ്സിലാക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മുടെ ജങ് ആണെങ്കിൽ അവന്റെ ഫേസ് ഒന്ന് കാണാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ജങ്ങിന് അവന്റെ ഫേസ് കാണാൻ പറ്റുന്നില്ല. തൊട്ടടുത്ത് സ്റ്റോപ്പ് വരുന്നതോടെ നമ്മുടെ യങ് ആണെങ്കിൽ ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാലും അവന്റെ ബാക്ക് കണ്ടിട്ട് എവിടെയോ കണ്ടതുപോലെ എന്നൊക്കെയുള്ള ഒരു ഫീല് നമ്മുടെ ജങ്ങിന്റെ ഉള്ളിൽ വരികയും ചെയ്യുന്നുണ്ട്. അവളങ്ങനെ ഒന്നും കൂടി അവന്റെ ഫേസ് കാണാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ നടക്കുന്നില്ല. അപ്പോഴേക്കും അവൻ സ്കൂളിനുള്ളിലേക്ക് കയറിപ്പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ യങ്ങിന്റെ മകളുടെ ക്ലാസ് റൂമാണ് കാണിക്കുന്നത്. ഷിയയുടെ കൂടെ തന്നെയാണ് നമ്മൾ രാവിലെ ബസ്സിൽ കണ്ട ആ പെൺകുട്ടിയും പഠിക്കുന്നത്. അവളാണെങ്കിൽ രാവിലെ ബസ്സിൽ നടന്ന കാര്യങ്ങളൊക്കെ എല്ലാ കുട്ടികളുടെടുത്തും ഇങ്ങനെ തട്ടി വിട്ടോണ്ടിരിക്കുകയാണ്. രാവിലെ ഞാൻ ബസ്സിൽ ഒരു അടിപൊളി പയ്യനെ കണ്ടു, കാണാനൊക്കെ എന്ത് ലുക്കാണെന്നറിയാവോ എന്നൊക്കെ ഇങ്ങനെ ആ ഫ്രണ്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഷിയ ആണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അങ്ങനെ ഈ കഥയൊക്കെ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലാസ്സിലേക്ക് മിസ്സും കയറി വരികയാണ്. അങ്ങനെ അവിടേക്ക് വരുന്ന മിസ്സും നമ്മുടെ ക്ലാസ്സിലേക്ക് ഒരു പുതിയ അഡ്മിഷൻ കൂടി ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ എൻട്രി കാണിക്കുന്നത്. അങ്ങനെ ക്ലാസ്സിലേക്ക് വരുന്ന നമ്മുടെ ഹീറോ ആണെങ്കിൽ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അവന്റെ പേര് ഊയങ് എന്നാണ് അവൻ എല്ലാരോടും പറയുന്നത്. അതിനുശേഷം എന്ത് പറയണമെന്നൊന്നും അറിയാൻ വയ്യാതെ അവനാകെ കൺഫ്യൂഷൻ ആവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഷിയയും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് നമ്മുടെ യങ്ങിനെ നോക്കുകയാണ്. അവനെ കണ്ട ഉടനെ നമ്മുടെ ഷിയ ആണെങ്കിൽ ഷോക്ക് ആകുന്നു. നീയോ എന്ന് ചോദിച്ചിട്ട് അവള് ചാടി എഴുന്നേക്കുകയാണ്. അവളെ ശബ്ദം കേട്ടിട്ട് മിസ്സും, എന്തുപറ്റി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ
ഇരിക്കുന്നുണ്ടോ എന്ന് അവളോട് ചോദിക്കുന്നു. ഇല്ലെന്ന് അവൾ പറയാണ്. ശരിയെങ്കിൽ പിന്നെ ഇരിക്കെന്ന് പറഞ്ഞിട്ട് നമ്മുടെ യങ്ങിനോട് മിസ് സീറ്റിൽ പോയി ഇരിക്കാനായി പറയുന്നു. അങ്ങനെ സീറ്റിലേക്ക് വന്നിരിക്കുന്ന നമ്മുടെ യങ് ആണെങ്കിൽ തന്റെ മോളെ തന്നെയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവളാണെങ്കിലോ ഏതോ ഫ്രാഡ് പയ്യൻ നമ്മളെ ഫോളോ ചെയ്ത് ഇവിടം വരെ എത്തിയെന്നുള്ള ഒരു ഫീലാണ് അവളുടെ ഉള്ളിൽ ആ ടൈമിൽ ഉണ്ടാകുന്നത്. എന്നാൽ ഇതൊന്നും ഗവനിക്കാതെ നമ്മുടെ യങ് ആണെങ്കിൽ സ്നേഹം കൊണ്ടും വാത്സല്യം കൊണ്ടും തന്റെ മോളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ യങ് അവന്റെ തൊട്ടടുത്ത സീറ്റിൽ ഇരിക്കുന്ന ഒരു പയ്യനെ ശ്രദ്ധിക്കുന്നത്. അവനെ കണ്ട ഉടനെ നമ്മുടെ യങ് ആണെങ്കിൽ ഏയ് ജോ, നീയോ? നിന്നെ ചെറിയ പ്രായത്തിൽ കണ്ടതാ, നീ ഇത്രയും വളർന്നോ എന്നിങ്ങനെ അവനോട് ചോദിക്കുന്നു. അവനാണെങ്കിൽ ഒന്നും മനസ്സിലാകാതെ നമ്മുടെ യങ്ങിനെ തന്നെ നോക്കി നിൽക്കാണ്. എന്നിട്ട് അവൻ നമ്മുടെ യങ്ങിനടുത്ത് എനിക്ക് മനസ്സിലായില്ല, എന്നെ ഇതിനു മുന്നേ അറിയുമോന്ന് യങ്ങിനോട് ചോദിക്കുന്നു. അത് കേട്ട് നമ്മുടെ യങ്ങും പിന്നെ അറിയാതെ, നീ നമ്മുടെ ഷിയുടെ കൂടെ കുഞ്ഞുനാൾ മുതലേ പഠിക്കുന്നതല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നു. അപ്പൊ ഇത് കേട്ടിട്ട് ജോയും ഓ അപ്പൊ നീയും ഞങ്ങളുടെ കൂടെ എലിമെന്ററി സ്കൂളുമായിട്ട് ഒന്നിച്ച് പഠിക്കുകയാണോ എന്ന് അവൻ ചോദിക്കാണ്. അപ്പോഴാണ് നമ്മുടെ യങ്ങിന് താനിപ്പോ എവിടെ ഇരിക്കുകയാണ്, ഏത് കോലത്ത് ഇരിക്കുകയാണെന്നൊക്കെയുള്ള ബോധം അവനിക്ക് വരുന്നത്. ആ അതെ അതെ, ഞാനും നിങ്ങളുടെ കൂടെ തന്നെയാ കുഞ്ഞിലെ പഠിച്ചതെന്ന് പറഞ്ഞിട്ട് ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ യങ് മാനേജ് ചെയ്യാണ്. അങ്ങനെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ടായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ യങ്ങിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു. താനിപ്പോ ക്ലാസ്സിലാണ് ഇരിക്കുന്നതെന്നൊരു ബോധമൊന്നും ഇല്ലാതെ കോള് വന്ന ഉടനെ ഫോണും എടുത്തോണ്ട് നമ്മുടെ യങ് പുറത്തേക്ക് നടക്കുകയാണ്. ഇത് കണ്ടിട്ട് ക്ലാസ് എടുത്തോണ്ടിരുന്ന സാറും ഏയ് നീ ഇത് എവിടെ പോവാണെന്ന് നമ്മുടെ യങ്ങിനോട് ചോദിക്കുന്നു. യങ്ങാണെങ്കിൽ ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാന്ന് പറഞ്ഞ് ഫോണും എടുത്തോണ്ട് പുറത്തേക്ക് ഇറങ്ങാണ്. യങ്ങിനെ വിളിച്ചത് വേറെ ആരുമല്ല, നമ്മുടെ ജങ് ആയിരുന്നു. കോടതിയിലേക്ക് സെക്കൻഡ് മീറ്റിംഗിന് വരുമോന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ജങ് അവനെ കോൾ ചെയ്തത്. നാളെ നീ ഉറപ്പായിട്ടും വരില്ലേ? ഇല്ലെന്നുണ്ടെങ്കിൽ കുട്ടികളെ നിന്റെ കയ്യിൽ നിന്നും ഗിവ് അപ്പ് ചെയ്യണമെന്ന് ഞാൻ തന്നെ അവിടെ പറയുമെന്ന് ജങ് അവനോട് പറയാണ്. ഇത് കേൾക്കുന്ന ഉടനെ യങ്ങും എന്ത് എന്റെ കുട്ടികളെ നീ എന്റെ അടുത്ത് നിന്ന് പിരിക്കുമെന്നോ എന്ന് ചോദിച്ച് അവൻ ചൂടാകുന്നു. ഇത് കേൾക്കുന്ന ജങ് ആണെങ്കിൽ എന്ത് പറ്റി ഇപ്പൊ മക്കളെ കുറിച്ചൊക്കെ ഓർത്ത് ആവലാതി ഉണ്ടല്ലോ എന്ന് അവനോട് ചോദിക്കുകയാണ്. ഇത് കേട്ട് യങ്ങും നിന്നെക്കാളും ഞാനാണ് അവരുടെ കൂടെ ഇരുന്ന് അവരുടെ കാര്യങ്ങൾ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് ക്ലാസ് റൂമിൽ ഇരിക്കുന്ന നമ്മുടെ ഷിയനെ യങ് നോക്കുകയാണ്. അങ്ങനെ വൈഫിനോട് സംസാരിച്ചതിന് ശേഷം നമ്മുടെ യങ് റെസ്റ്റ് റൂമിലേക്ക് വരികയാണ്. അവിടെ ആണെങ്കിൽ ഒരു ബാത്റൂമിനകത്ത് ആരെയോ പൂട്ടി വെച്ചിരിക്കുന്നു. ഉള്ളിൽ നിന്നുകൊണ്ട് ആ കുട്ടി ഡോറിന് കൊട്ടുകയാണ്. സ്കൂളുകളിലെ തലതെറിച്ച പിള്ളേരുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ യങ് ആ ബാത്റൂമിന്റെ ഡോറ് തുറക്കുന്നു. അപ്പൊ അവിടെ അവൻ കാണുന്നത് സ്വന്തം മകനെ തന്നെയായിരുന്നു. തന്റെ മോനെ ഈ ഒരു സാഹചര്യത്തിൽ കാണുന്ന നമ്മുടെ യങ് ആകെ അപ്സെറ്റ് ആകുന്നു. അവൻ ആകെ വിഷമത്തോടെ നിന്നെ ആരെങ്ങനെ ചെയ്തത്, നിന്നെ ആരാ ഇതിന്റെ അകത്ത് പൂട്ടി വെച്ചത് എന്നൊക്കെ താനിപ്പോ ആരാണെന്നോ ഏത് കോലത്തിലാണെന്നോ എല്ലാം മറന്നുകൊണ്ട് തന്റെ മോനോട് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന യങ്ങിന്റെ മോൻ നീ ആരാണ്, നിനക്ക് എന്നെ മുന്നേ അറിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ യങ് ഇപ്പോ ഏത് കോലത്തിലാണെന്നുള്ള കാര്യം അവനിക്ക് ഓർമ്മ വരുന്നത്. പെട്ടെന്ന് യങ് അവനോട് എന്റെ പേര് ഊയങ്, നിന്റെ അച്ഛന്റെ ഫ്രണ്ട് ജിന്നില്ലേ അദ്ദേഹത്തിന്റെ മോനാണ് ഞാൻ എന്നിങ്ങനെ പറയുന്നു. ഇത് കേൾക്കുന്ന മകനാകെ കൺഫ്യൂഷൻ ആവുകയാണ്. എന്ത് ജിന്നങ്കിള് അതിന് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ എന്നിങ്ങനെ അവൻ അച്ഛനോട് ചോദിക്കുകയാണ്. അപ്പൊ യങ് അവനോട് ഇല്ലില്ല കല്യാണമൊക്കെ നേരത്തെ കഴിഞ്ഞതാണെന്ന് പറയുന്നു. അപ്പൊ മകൻ യങ്ങിനോട് പറയാണ് ശരി ഈ കാര്യങ്ങളൊന്നും നീ ഇനി പുറത്ത് ആരോടും പറയണ്ട, അങ്ങനെ പറയാണെന്നുണ്ടെങ്കിൽ അവര് നിന്നെ ഇനി ടാർഗറ്റ് ചെയ്യും എന്നിങ്ങനെ പറയുന്നു. ഇത് കേൾക്കുന്ന യങ് എന്ത് എന്നെ ടാർഗറ്റ് ചെയ്യുന്നോ, ആരാ അവന്മാര്, നിന്നോട് ആരാ ഇങ്ങനെയൊക്കെ ചെയ്തേന്ന് ആദ്യം എന്റെ അടുത്ത് പറയുന്നു യങ് അവനോട് ചോദിക്കുകയാണ്. എന്നാൽ അതിന് മറുപടി ഒന്നും പറയാതെ മോൻ അവിടെ നിന്ന് പോകുന്നു. എന്നാലും അവനെ വിടാതെ നമ്മുടെ യങ് പുറകെ ചെല്ലുകയാണ്. ചെന്ന് നോക്കുമ്പോ ക്യാൻറ്റീനില് അവൻ മാത്രം ഒറ്റയ്ക്കൊരിടത്തേക്ക് ഒതുങ്ങിയിരുന്ന് കഴിക്കുന്നതാണ് കാണുന്നത്. ഇത് കാണുന്ന നമ്മുടെ യങ്ങിന് നല്ല രീതിയിൽ സങ്കടം വരുന്നു. അങ്ങനെ നമ്മുടെ യങ്ങും അവന്റെ അടുത്തേക്ക് ചെന്ന് ഇരിക്കുകയാണ്. അതിനുശേഷം അവനോട് അതേ ക്വസ്റ്റ്യൻ നമ്മുടെ യങ് വീണ്ടും ചോദിക്കുന്നു. ശരി ഇനി പറ നിന്നോട് ആരാ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നിങ്ങനെ അവൻ പതിയെ മകനോട് ചോദിക്കുകയാണ്. കറക്റ്റ് ആ ടൈമില് ഒരു ഗ്യാങ് ക്യാൻറ്റീനിനുള്ളിലേക്ക് വരികയാണ്. ഒരു ബാസ്കറ്റ് ബോളൊക്കെ കയ്യിൽ വെച്ച് ഇങ്ങനെ ചുറ്റിക്കൊണ്ടാണ് അവര് കയറി വരുന്നത്. അവരെ കണ്ട ഉടനെ യങ്ങിന്റെ മകൻ അവിടെ ഇരുന്ന് പരുങ്ങുന്നത് യങ് ശ്രദ്ധിക്കുന്നു. അപ്പൊ തന്നെ എങ്ങനെ മനസ്സിലാകുന്നുണ്ട് അവരാണ് തന്റെ മകനോട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന്. അപ്പൊ യങ് മകനോട് നിന്നോട് ഈ ക്രൂരതയൊക്കെ ചെയ്തത് അവരാണോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടിട്ട് മകനും വേണ്ട അതൊക്കെ വിട്ടേര്, നീ ഇപ്പോ അവര് കാണാതെ തല കുനിച്ചിരിക്കെന്ന് യങ്ങിനോട് പറയുന്നു. അപ്പൊ അകത്തേക്ക് വന്ന ആ ഗ്യാങ് കറക്റ്റ് നമ്മുടെ യങ്ങിന്റെ ടേബിളിന്റെ അടുത്തേക്ക് തന്നെ വരികയാണ്. അവിടെ വന്ന ഉടനെ അവർ ആ ബോൾ എടുത്ത് ടേബിളിൽ ശക്തിയായിട്ട് ഇടിക്കുന്നു. ആഹാ ഇവന്റെ കൂടെ ഇന്ന് കമ്പനിക്ക് ആളൊക്കെ ഉണ്ടല്ലോ, ഈ ലൂസിന്റെ കൂടെയൊക്കെ ആരെങ്കിലും ഫ്രണ്ട്ഷിപ്പ് വെക്കുവോ, അതും പറഞ്ഞിട്ട് കയ്യിലിരുന്ന ബോൾ എടുത്ത് നമ്മുടെ യങ്ങിന്റെ മോന്റെ തലയിൽ നല്ലൊരു ഏറും കൊടുത്തിട്ട് അവരവിടെ നിന്ന് പോവുകയാണ്. നല്ല ഒച്ചത്തിൽ അവരെ വിളിക്കുകയാണ്. ആ ക്യാൻറ്റീനിലുള്ള എല്ലാ ആളുകളും ഞെട്ടി നമ്മുടെ യങ്ങിനെ തന്നെ നോക്കുന്നു. നമ്മുടെ യങ് പുറമേ ഇട്ടിരിക്കുന്നത് യൂണിഫോം ഒക്കെ ആണെങ്കിലും അവന്റെ ഉള്ളിലുള്ളത് ഒരു 30-38 വയസ്സ് പ്രായമുള്ള
ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാള് എങ്ങനെ പേടിക്കാനാ? അങ്ങനെ നമ്മുടെ യങ് അവന്മാരെ നോക്കിട്ട് ഡാടാ ഇവിടേക്ക് വാ എന്ന് പറഞ്ഞ് അവന്മാരെ വിളിക്കുന്നു. അവന്മാരും ഇവൻ ഇനി ആരാണ് ഈ പുതിയ അവതാരം എന്ന് ചിന്തിച്ചുകൊണ്ട് അടുത്ത ഡയലോഗിന് സ്പേസ് കൊടുക്കാതെ കയ്യിലിരുന്ന ബോൾ എടുത്ത് നമ്മുടെ യങ്ങിന്റെ നേരെ എറിയുകയാണ്. എന്നാൽ നമ്മുടെ യങ് ആണെങ്കിൽ ആ ബോൾ നല്ല മാസായിട്ട് വന്നത് അവളും വാവ് എന്ന രീതിയിൽ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ യങ്ങിന്റെ പെർഫോമൻസ് ഒക്കെ കണ്ട് ആ ഗ്യാങ്ങിലുള്ള അവന്മാര് ആരാടാ നീ എന്ന് നമ്മുടെ യങ്ങിനോട് ചോദിക്കുകയാണ്. ഞാൻ ആരാണോന്ന് അറിയണോന്ന് ചോദിച്ചിട്ട് കയ്യിലിരുന്ന ബോൾ എടുത്ത് ഊങ്ങിയേറി ഏറ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ യങ് തുടങ്ങുകയാണ്. ഇത് കണ്ട ഉടനെ അവരെല്ലാവരും പേടിച്ച്, അതായത് ക്യാൻറ്റീനിൽ ഇരുന്ന മൊത്തം സ്റ്റുഡൻസ് അടക്കം ഒരു കോറസ് ആയിട്ട് ശബ്ദമൊക്കെ കൊടുത്തിട്ട് പേടിക്കുകയാണ്. എല്ലാരും വിചാരിക്കുന്നത് നമ്മുടെ യങ് ആ ബോൾ എറിഞ്ഞെന്നാണ്. പക്ഷേ യങ്ങിന്റെ കയ്യിൽ നിന്നും ആ ബോള് ചലിച്ചിട്ട് കൂടിയില്ല. അങ്ങനെ നമ്മുടെ യങ്ങിന്റെ ഈ ഒരു സൂപ്പർ പെർഫോമൻസ് അദ്ദേഹത്തിന്റെ മകനും മോളും അടക്കം എല്ലാ സ്റ്റുഡൻസും ആരുടെ ഇവനെന്ന രീതിയിൽ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഇപ്പോ ഈ ഒരു സീൻ ഇവിടെ കട്ട് ചെയ്ത് ഒരു 18 വർഷം മുന്നേ ഉള്ള സീനാണ് നമ്മളെ അടുത്ത കാണിക്കുന്നത്. രണ്ടുപേരും 18 വർഷം മുന്നേ പഠിത്തമൊക്കെ നിർത്തി രണ്ടുപേരും കല്യാണമൊക്കെ കഴിച്ചല്ലോ. ഇതിനിടയില് 2 കുട്ടികളും ജനിച്ചിരുന്നു. അതും ടിങ്സ്. താമസിക്കാൻ വീടില്ല, വാടക വീട് തോറുമാണ് അവര് താമസിച്ചോണ്ടിരുന്നത്. കയ്യിലാണെങ്കിൽ മരുന്ന് വാങ്ങാനുള്ള കാശ് കൂടിയില്ല. ആ സമയത്തും നമ്മുടെ യങ് വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് ജോലികൾ നോക്കിയിരുന്നു. ആ സിറ്റുവേഷനിൽ കൂടി ജെങ്ങിന് എന്തെങ്കിലും വയ്യായിക വന്നു കഴിഞ്ഞാൽ അവള് തന്നെ നോക്കേണ്ട അവസ്ഥ. ഈ സമയത്തും യങ് വളരെ കഷ്ടപ്പെട്ട് ഓരോരുത്തരുടെ കയ്യും കാലും പിടിച്ചാണ് പൈസയ്ക്ക് വേണ്ടി കെഞ്ചിയിരുന്നത്. ഇതുകൂടാതെ എവിടെയെങ്കിലും വെച്ച് ബാസ്കറ്റ് ബോൾ അവന്റെ കണ്ണിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നോക്കി വല്ലാണ്ട് ഫീൽ ചെയ്ത് ഇങ്ങനെ നിൽക്കുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെ എല്ലാം കഷ്ടപ്പെടുന്ന സമയത്തും യങ് അവന്റെ വൈഫിനെ കുറിച്ചിട്ടായിരിക്കും ആ സമയത്ത് ഓർക്കാറുണ്ടായിരുന്നത്. ജെങ് ആണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ സ്കൂളിലെ റേഡിയോ സ്റ്റേഷനിലൊക്കെ അവൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാഴ്ചയിൽ തന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ്, എപ്പോഴും വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള പെൺകുട്ടി. അത് മാത്രമല്ല അവളുടെ ശബ്ദം അത്രത്തോളം ക്ലാരിറ്റി ഉള്ളതുമായിരുന്നു. അത് മാത്രമല്ല അവൾക്ക് 20 വയസ്സുള്ളപ്പോ JBCയില് ആങ്കർ ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ അന്ന് അതിനുള്ള സിറ്റുവേഷൻസ് ഒന്നും അവൾക്ക് കിട്ടിയില്ല. ഇന്നവക്ക് 37 വയസ്സുള്ളപ്പോഴാണ് ആ ഒരു ചാൻസ് അവളുടെ മുന്നിൽ ഒരു ഭാഗ്യമായി വന്നിരിക്കുന്നത്. നമ്മുടെ ജെങ് ഇപ്പോ JBCയിലെ ഇന്റർവ്യൂവിന് വേണ്ടി വന്നിരിക്കുകയാണ്. നല്ല ടെൻഷനോടെയാണ് ഇരിക്കുന്നത്. ചുറ്റുമുള്ള എല്ലാ ആളുകളും അതേ ഫീലോടെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ ജെങ്ങിന്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു ലേഡി ആണെങ്കിൽ വളരെ നെർവസ് ആകുന്നത് അവൾ ശ്രദ്ധിക്കുന്നു. അങ്ങനെ അത് ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ജെങ് അവള് കഴിക്കാനെടുത്ത ഒരു മുട്ടായി ആ ലേഡിക്കും കൂടി കൊടുക്കുകയാണ്. അവര് വേണ്ടാന്നൊക്കെ പറയുമ്പോ നമ്മുടെ ജെങ് ആണെങ്കിൽ കുഴപ്പമില്ല, കണ്ടാലേ അറിയാം നല്ല ടെൻഷനോടെയാണ് ഇരിക്കുന്നതെന്ന് ഒരെണ്ണം എടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അത് അവർക്ക് കൊടുക്കുകയാണ്. അപ്പൊ ആ ലേഡി നമ്മുടെ ജെങ്ങിനോട് പറയാണ്, എങ്ങനെ ടെൻഷൻ ആവാതിരിക്കും, ഇതിന്റെ ലാസ്റ്റ് ചാൻസാ എന്നിങ്ങനെ പറയുന്നു. ഇത് കേട്ട് ജെങ്ങും അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് ആ ലേഡിയോട് ചോദിക്കാണ്. അപ്പൊ അവര് അതൊരു സീക്രട്ടാ, ഇഞ്ഞടുത്ത് വാന്ന് പറഞ്ഞ് നമ്മുടെ ജെങ്ങിന്റെ ചെവിയില് ഈ കൂട്ടത്തില് ഏറ്റവും വയസ്സായിട്ടുള്ള ലേഡി ഞാനായിരിക്കുമെന്ന് ആ ലേഡി പറയാണ്. കൂട്ടത്തിൽ അവര് എനിക്ക് 30 വയസ്സാണെന്നും നമ്മുടെ ജെങ്ങിനോട് പറയുന്നു. അപ്പൊ നമ്മുടെ ജെങ്ങും അവര് പറഞ്ഞതുപോലെ തന്നെ അവരുടെ ചെവിയോരം ചെന്നിട്ട് ആ ലേഡി എടുത്ത് പറയുകയാണ്, നിങ്ങൾ ടെൻഷൻ ആകണ്ട, എനിക്ക് 37 വയസ്സുണ്ടെന്ന് പറയുന്നു. അത് കേട്ട് ആ ലേഡി ഷോക്ക് ആവുകയാണ്. ശരിക്കും നിങ്ങൾക്ക് 37 വയസ്സുണ്ടോ? കണ്ടാ പറയത്തില്ല എന്നൊക്കെ ഇങ്ങനെ അവർ സംസാരിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ അകത്തു നിന്നും ഒരു സ്റ്റാഫ് വന്നിട്ട്, ഇവിടെ പെർഫോമൻസ് ശരിക്കും അവൻ വരണ്ട് കാണുമല്ലേ, ശരിക്കും എന്നെ കാണാൻ ഒരു ഗുണ്ടേ പോലെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ഷിയ ഫ്രണ്ട്സിനോട് ചോദിക്കാണ്. അപ്പൊ ഫ്രണ്ട്സ് പറയാണ്, ശരിക്കും അവനെ കണ്ട ഒരു പാവമായിട്ടാണ് തോന്നുന്നത്, ഇത്രയ്ക്കൊന്നും വേണ്ടായിരുന്നു എന്നിങ്ങനെ ഫ്രണ്ട്സ് പറയുന്നു. ഇത് കേൾക്കുന്ന ഷിയ ആണെങ്കിൽ ശരിക്കും പാവമായിട്ടുള്ളവരെയാ നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ടത്, അവരായിരിക്കും ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ആയിട്ടുള്ളത്. അതും പറഞ്ഞിട്ട് എല്ലാവരും കൂടി ക്യാൻറ്റീനിനുള്ളിലേക്ക് വരികയാണ്. ആ ടൈമിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു നിർത്തിയ ആ ഒരു സീൻ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മുടെ യങ് ആ ബോയ്സിന്റെ അടുത്ത് എബിനോട് സോറി ചോദിക്കാൻ വേണ്ടി പറയുകയാണ്. അത് കേട്ട് ആ പയ്യനും സോറി ഞാൻ ചോദിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാണ്. അപ്പൊ നമ്മുടെ യങ് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നിന്റെ അച്ഛന്റെ അടുത്ത് ഈ കാര്യം പറയുമെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ഉടനെ അവിടെ ഇരിക്കുന്ന എല്ലാ കുട്ടികളും ചിരിക്കുകയാണ്. അപ്പൊ ആ പയ്യനും ഇതൊക്കെ വളരെ ഓൾഡ് ഫാഷൻ ആണെന്ന് നമ്മുടെ യങ്ങിനോട് പറയുന്നു. ഇത് കേൾക്കുന്ന നമ്മുടെ യങ്, ഓ അങ്ങനെയാണോ, എന്നാ പിന്നെ നിന്നെ കുറിച്ചിട്ട് ഞാൻ സ്കൂളിൽ കംപ്ലൈന്റ് ചെയ്യാം, കുറച്ച് പൊക്കമുണ്ടെന്ന് വെച്ചിട്ട് നീ വലിയ ആളാണെന്ന് വിചാരിക്കല്ലേ, കൊച്ചു കുട്ടികൾ ബിഹേവ് ചെയ്യുന്നത് പോലെയാണല്ലോ നീ മറ്റുള്ളവരുടെ ബിഹേവ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ യങ് കുറച്ച് അഡ്വൈസ് വാരി വിതറുകയാണ്. നിനക്ക് കാഴ്ചയിൽ മാത്രമേ വളർച്ചയുള്ളൂ അല്ലേ, നിന്റെ ബുദ്ധി ഇതുവരെ വളർന്നിട്ടില്ലെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ആ പയ്യനെ ഭയങ്കര രീതിയിൽ നമ്മുടെ യങ് കളിയാക്കാൻ തുടങ്ങുന്നു. ഇതെല്ലാം കേട്ട് ദേഷ്യം വരുന്ന ആ പയ്യനാണെങ്കിൽ നമ്മുടെ യങ്ങിനെ അടിക്കാനായി വരികയാണ്. കറക്റ്റ് ആ ടൈമില് അവിടേക്ക് ഒരു സാറ് വരികയാണ്. അയാളെ കണ്ട ഉടനെ ആ പയ്യൻ അവിടെ നിന്നും ഓടിപ്പോകുന്നു. അതിനുശേഷം നമ്മുടെ യങ് തന്റെ മോന്റെ കൂടെ വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങുകയാണ്. തന്റെ മുന്നിലിരുന്ന് തന്റെ മകൻ ഭക്ഷണം കഴിക്കുന്നത് നമ്മുടെ യങ് നോക്കിയിരിക്കുന്നു.
അതിനുശേഷം ആ സ്കൂളില് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലമുണ്ട്. നോർമലി എല്ലാ പിള്ളേരും ആ ഒരു സ്ഥലത്ത് വന്നിരുന്നാണ് സ്മോക്ക് ചെയ്യാറുള്ളത്. പണ്ടും നമ്മുടെ യങ് പഠിക്കുന്ന സമയത്തും കുറച്ച് പിള്ളേരൊക്കെ അവിടെ നിന്ന് സ്മോക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ യങ് അവരെ വാൺ ചെയ്ത് അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് നമ്മുടെ യങ്ങും അവിടേക്ക് സ്മോക്ക് ചെയ്യാനായിട്ട് വരികയാണ്. വന്ന് നോക്കുമ്പോ അവിടെ ഒരു പെൺകുട്ടി മാത്രം നിൽക്കുന്നു. അങ്ങനെ ആ പെൺകുട്ടിയും തിരികെയാണ്. തിരിഞ്ഞു നോക്കുമ്പോ അത് നമ്മുടെ യങ്ങിന്റെ മകള് തന്നെയായിരുന്നു. ഷിയെ അവിടെ കാണുന്ന നമ്മുടെ യങ് ഷോക്കായിട്ട് കൺട്രോൾ ചെയ്തിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അതുപോലെ നിനക്ക് ആ ഡ്രീം ഒക്കെ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ നിന്നെ നല്ല രീതിയിൽ നോക്കണം. സോറി, ഞാൻ നിന്നെ ഒരുപാട് സമയം ഇവിടെ പിടിച്ചു നിർത്തിയെന്ന് തോന്നുന്നല്ലേ, ബോറടിച്ചോ എന്നൊക്കെ ഇങ്ങനെ ജങ് അവനോട് ചോദിക്കുന്നു. അപ്പൊ നമ്മുടെ യങ് ഇല്ല, എനിക്കിത് ഇഷ്ടമായെന്ന് പറയുന്നു. ഇതെല്ലാം കേൾക്കുമ്പോ നിങ്ങൾക്ക് എന്നോട് ഭയങ്കര കെയർ ആണെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒന്ന് കേട്ടിട്ട് കാലം കുറെ ആയെന്ന് അവന്റെ ഉള്ളിലുള്ള ഫീലിങ്സ് ഒക്കെ അവൻ അവളോട് ഇങ്ങനെ പറയാണ്. ഇത് കേൾക്കുന്ന നമ്മുടെ ജങ് ഓ അങ്ങനെയാണോ, ഒരുപാട് സന്തോഷം എന്നൊക്കെ ഇങ്ങനെ അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടാക്സി അവിടേക്ക് വരികയാണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ ജങ് തന്നെ ആ ടാക്സി അവിടെ പിടിച്ചു നിർത്തി അവനെ വളരെ സേഫ് ആയിട്ട് അതിനകത്ത് കയറ്റുന്നു. അതിനുശേഷം അവനോട് വന്നിട്ട് അവള് ഞാൻ ചുമ്മാ വളവളാന്ന് സംസാരിക്കുന്നത് വിട്ടേക്ക്, ഞാനും വിട്ടു എന്നിങ്ങനെ ജങ് പറയുന്നു. അത് കേട്ട് നമ്മുടെ യങ്ങും ശരി ഓക്കെ നിങ്ങളിപ്പോ സേഫ് ആയിട്ട് അകത്തേക്ക് പോകുന്നു പറഞ്ഞ് അവനും വല്ലാണ്ട് ഫീലോടെയാണ് തിരിച്ചു വരുന്നത്. അങ്ങനെ അവൻ തിരിച്ച് ഫ്രണ്ടായ ജിന്നിന്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ജിന്നിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജിന്ന് ആ പഴയ കാര്യം അവനോട് പറയുന്നത്. അതായത് ആ ഇലക്ട്രിക് സിഗരറ്റ് നമ്മുടെ യങ്ങിന് വേണ്ടിയിട്ടാണ് ജങ് വാങ്ങിയതെന്നുള്ളത്. ആ കാര്യങ്ങളൊക്കെ ഇന്ന് സ്കൂളിൽ വിളിപ്പിച്ച സമയത്ത് ടീച്ചറിനോട് ജങ് പറയുന്നത് ജിന്ന് കേട്ടിരുന്നു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ യങ്ങിന്റെ മറ്റൊരു സൈഡിലെ തെറ്റുവശങ്ങളെ കുറിച്ചിട്ട് അവൻ ചിന്തിക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം മുതൽ അവന്റെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനായിട്ട് അവൻ തീരുമാനിക്കുന്നു. രാവിലെ എഴുന്നേറ്റ് ഓടാനൊക്കെ അവൻ പോവുകയാണ്. ആ ടൈമിൽ നമ്മുടെ ജങ് റണ്ണിങ്ങിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് അറിഞ്ഞില്ല, കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങൾ തന്നെ അവളുടെ മനസ്സിലൂടെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. അതായത് അവൾ കാറിന്റെ മുന്നിൽ പെട്ടുപോയപ്പോ നമ്മുടെ യങ് വന്ന് അവളെ ഹെൽപ്പ് ചെയ്യുന്നത്, ഫസ്റ്റ് ടൈം എങ്ങനെ മീറ്റ് ചെയ്തത്, അങ്ങനെ ഓരോന്നും അത് നല്ല രീതിയിൽ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ ആ ടൈമില് വല്ലാണ്ടൊക്കെ ഇരിക്കുന്ന ദിവസമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അക്കൂട്ടത്തില് അവന്റെ പഴയ സ്കൂൾ ഫോട്ടോസും ഉണ്ട്. അതെല്ലാം എടുത്തു നോക്കുമ്പോ വലിക്കില്ലെന്ന് അവനോട് പറയാണ്. നമ്മുടെ ജങ്ങിന്റെയും യങ്ങിന്റെയും ലവ് സ്റ്റോറി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളതാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരുടെയും ഫസ്റ്റ് മീറ്റ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണല്ലോ. അങ്ങനെ ഇപ്പൊ കാറിന്റെ മുന്നിൽ നിന്ന് നമ്മുടെ ജങ്ങിനെ യങ് രക്ഷപ്പെടുത്തുന്നു. ആ ഒരു ടൈമില് രണ്ടുപേർക്കും എന്തോ ഒരു സ്പാർക്ക് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. എന്നാലും രണ്ടുപേരും 2 സ്കൂളിലാണ് പഠിക്കുന്നത്. എന്നാൽ കുറച്ചുനാൾ കഴിയുമ്പോൾ നമ്മുടെ ജങ് യങ്ങിന്റെ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയി വരുന്നു. ദൈവം ഇവർ രണ്ടുപേരെയും ഒന്നിച്ചു ചേർക്കാൻ അന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ ജങ്ങിന്റെ അടുത്ത് മാത്രമാണ് ഇപ്പൊ ഒരു സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നത്. നമ്മുടെ ജങ്ങിനെ നോക്കിയിട്ട് മിസ്സും അവിടെ പോയി ഇരുന്നോളാൻ പറയുകയാണ്. അങ്ങനെ അവിടെ ഇരിക്കാനായി നമ്മുടെ ജങ് വരുമ്പോഴാണ് തൊട്ടടുത്ത് യങ്ങിനെ അവള് കാണുന്നത്. അവളെ എന്ന് രക്ഷപ്പെടുത്തിയത് നമ്മുടെ യങ് ആയതുകൊണ്ട് തന്നെ അവക്ക് അവനെ നല്ല ഓർമ്മയുണ്ടായിരുന്നു. അങ്ങനെ അവനെ അവിടെ കാണുന്ന നമ്മുടെ ജങ് ആണെങ്കിൽ ഹായ് അവൾ അങ്ങനെ നിൽക്കാണ്. അതേസമയം അവിടേക്ക് നമ്മുടെ യങ് വരുന്നു. അവളെ അങ്ങനെ അവിടെ കാണുന്ന നമ്മുടെ യങ് ആണെങ്കിൽ ഇത്രയും നാളില്ലാത്ത ഒരു ധൈര്യം അവൻ സംഭരിച്ചു വെച്ചിട്ട് നമ്മുടെ ജങ്ങിനെ വിളിക്കാണ്. നിനക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിൽ എന്റെ കൂടെ വരുന്നോന്ന് അവൻ അവളോട് ചോദിക്കുന്നു. അത് കേട്ട് നമ്മുടെ ജങ്ങും എനിക്ക് പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞ് അവൾ അവന്റെ കൂടെ വരികയാണ്. ഇപ്പൊ രണ്ടുപേരും കൂടി അവന്റെ കോട്ടൊക്കെ ചൂടി മഴയത്തൂടെ നടന്നു വരികയാണ്. ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇവർ രണ്ടുപേരുടെയും ലവ് സ്റ്റോറി പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ആ സീനെല്ലാം കാണിച്ചു കഴിഞ്ഞ് ആ സീൻ അവിടെ നമ്മുടെ ജങ് ആണെങ്കിൽ നേരെ യങ്ങിന്റെ അടുത്ത് വന്നിട്ട് നീ അല്ലേ കണ്ടേങ്ങെന്ന് ചോദിക്കുന്നു. അത് കേട്ടുടനെ രണ്ടുപേരും ഷോക്ക് ആവുകയാണ്. എല്ലാ സത്യങ്ങളും അവൾ അറിഞ്ഞെന്ന് അവര് വിചാരിക്കുന്നു. ആ ടൈമില് നമ്മുടെ യങ്ങിന്റെ ഫ്രണ്ട് ആണെങ്കിൽ ഇല്ല നീ വിചാരിക്കുന്ന പോലൊന്നും അല്ലെന്ന് പറഞ്ഞ് അവളോട് സംസാരിക്കാനായി വരുമ്പോ നമ്മുടെ ജങ് പെട്ടെന്ന് അവള് പറയാൻ വന്നത് മൊത്തത്തിൽ പറയാണ്. നീ കണ്ടേങ്ങിന്റെ മോനല്ലേ എന്ന് അവള് നമ്മുടെ യങ്ങിനോട് ചോദിക്കുന്നു. ഇത് കേട്ട് നമ്മുടെ യങ്ങും ഹാവു അവളത് കണ്ടുപിടിച്ചിട്ടില്ലെന്ന് അവൾ മനസ്സിൽ സമാധാനപ്പെട്ട് നിൽക്കുമ്പോ നമ്മുടെ ജങ് വീണ്ടും ചോദിക്കുകയാണ്. ജിന്നിന്റെ മകനാണെങ്കിൽ ജിന്നിനെ പോലെയല്ലേ ഇരിക്കേണ്ടത്, പക്ഷേ നീ എങ്ങനെ പോലെ ആയിരിക്കുന്നത്, സത്യം പറ നീ കണ്ടേങ്ങിന്റെ മോനല്ലേ എന്ന് അവള് വീണ്ടും അവനോട് ചോദിക്കുന്നു. അങ്ങനെയൊന്നും അല്ലെന്ന് പറഞ്ഞ് ജില്ലില്ല ഇത് അവനെയും കൂടി വിളിച്ചിരുത്തി സംസാരിച്ചാലേ ക്ലിയർ ആവത്തോളെന്ന് പറഞ്ഞ് നമ്മുടെ യങ്ങിന് അവൾ കോൾ ചെയ്യാണ്. എന്നാ അവന്റെ മൊബൈൽ ഫോൺ അവന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ട്. ആ ലൈറ്റ് എങ്ങാണം അവൾ കാണുമെന്ന് പേടിച്ചിട്ട് അവൻ കൈ കൊണ്ട് ഫോൺ ഇങ്ങനെ പൊത്തിപ്പിടിക്കുകയാണ്. ഇത് ജിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് എങ്ങനെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട് ജിന്ന് അവനോട് നിനക്ക് സ്കൂളിൽ പോകാൻ ടൈം ആയില്ലേ, നീ വേഗം പൊക്കോന്ന് അവനോട് പറയുന്നു. ഇത് കേട്ട് നമ്മുടെ യങ്ങും ആ ശരിയച്ചാന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് അവിടെ നിന്നും ഇറങ്ങി വരികയാണ്. അങ്ങനെ പുറത്തേക്ക് ഓടി വരുന്ന നമ്മുടെ യങ്ങും ജങ്ങിന്റെ കോൾ അറ്റൻഡ് ചെയ്യുകയാണ്.
കോൾ അറ്റൻഡ് ചെയ്യുമ്പോ ജിന്നാണ് സംസാരിക്കുന്നത്. അത് കേൾക്കുന്ന യങ് ആണെങ്കിൽ നീ എന്താടാ അവളുടെ ഫോണിൽ നിന്ന് കോൾ ചെയ്യുന്നേന്ന് അറിയാത്തതുപോലെ ചോദിക്കുന്നു. അപ്പൊ ജിന്നും അതൊന്നുമില്ലടാ, അവൾക്ക് എന്തോ ഒരു ഡൗട്ട്, അത് നീ തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്ക് എന്നും പറഞ്ഞിട്ട് ജങ്ങിന് ഫോൺ കൊടുക്കുകയാണ്. അപ്പൊ ജങ് സംസാരിക്കുന്നു. അപ്പൊ ജങ് നമ്മുടെ യങ്ങിന്റെ അടുത്ത് നിനക്ക് ഊയങ്ങിനെ അറിയാമോ എന്ന് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന യങ്ങും ഊയങ്ങോ, ആ എനിക്കറിയാലോ, ജിന്നിന്റെ മോനല്ലേ എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് അവനെന്താ ജിന്നിനെ പോലെ ഇരിക്കാതെ നിങ്ങളെ പോലെ തന്നെ ഇരിക്കുന്നത്, സത്യം പറയുന്നു അവള് നമ്മുടെ യങ്ങിനോട് ചോദിക്കുന്നു. അത് കേട്ട് നമ്മുടെ യങ്ങും എല്ലാം മാറി നിനക്കിപ്പോ എന്റെ അടുത്ത് സംശയരോഗമാണോ എന്ന് അവൻ ചോദിക്കാണ്. നിനക്ക് എന്താ ഇത്, അവന്റെ അമ്മ എന്നെ പോലെ ആയിരുന്നത്, അതുകൊണ്ടായിരിക്കും അവനിക്ക് എന്റെ ഫേസ് കട്ട് വന്നേന്നൊക്കെ നമ്മുടെ യങ് അവളോട് പറയുന്നു. ഇത് കേട്ടിട്ടും നമ്മുടെ ജങ്ങിന് വിശ്വാസമാകാതെ അവള് വീണ്ടും ചോദിക്കാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അതേ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാ അവനിക്ക് വരുന്നേന്നൊക്കെ അവള് വീണ്ടും ഡൗട്ട് ചോദിക്കുന്നു. അത് കേട്ട് വേറെ വഴിയില്ലാതെ നമ്മുടെ യങ്ങും അവളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. നിനക്ക് ഡിവോഴ്സ് ചെയ്യാൻ വേറൊരു കാരണം കിട്ടാത്തത് കൊണ്ടാണോ ഇപ്പൊ ഇങ്ങനെ ഒരു തെറ്റ് എന്റെ തലയിലോട്ട് ചുമത്താൻ നോക്കുന്നതെന്നൊക്കെ ചോദിച്ച് അവൻ ഇമോഷണലി അവളെ അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ്. ആ ഒരു ഡയലോഗ് കേൾക്കുന്നുടനെ നമ്മുടെ ജങ്ങും കുറച്ചൊന്ന് സമാധാനപ്പെടുകയാണ്. ശരി ശരി എന്നാ പിന്നെ അത് വീടെന്ന് പറഞ്ഞ് അവള് കോള് കട്ട് ചെയ്യുന്നു. എന്നാലും നമ്മുടെ ജങ്ങിന് സംശയം പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. ഇത് വിശ്വസിക്കണോ വേണ്ടയോ എന്ന് അവള് വീണ്ടും ഡൗട്ടോടെ തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അങ്ങനെ ആ സീൻ അവിടെ കട്ട് ചെയ്ത് പിറ്റേ ദിവസം സ്കൂളിലേക്ക് വരുന്ന നമ്മുടെ എങ്ങനെയാണ് കാണിക്കുന്നത്. അവനങ്ങനെ സ്കൂളിലേക്ക് വരുമ്പോ ഉള്ളിലൊരു ഉറച്ച തീരുമാനമൊക്കെ എടുത്തുകൊണ്ടാണ് വരുന്നത്. ഇനി ഞാൻ എന്റെ മക്കളെടുത്ത് ഒരു നല്ല ഫ്രണ്ടിനെ പോലെ നടക്കുള്ളൂ, എങ്കിൽ മാത്രമേ എനിക്ക് അവരുമായിട്ട് കൂടുതൽ അടുക്കാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ അവൻ മനസ്സിൽ ഒരു ദൃഢനിശ്ചയം എടുത്തുകൊണ്ടാണ് സ്കൂളിലേക്ക് വരുന്നത്. ആ സമയത്ത് നമ്മുടെ ഷിയയും ഫ്രണ്ട്സും കൂടി ഒരു ടാക്സിയിൽ വന്ന് ഇറങ്ങാണ്. അയ്യോ താമസിച്ച് വേഗം വാന്നൊക്കെ പറഞ്ഞ് അവര് ഓടി സ്കൂൾ ഗ്രൗണ്ടിലേക്ക് കയറുന്നു. ഇവരിങ്ങനെ വന്നിറങ്ങി സ്കൂളിലേക്ക് ഓടുന്നത് നമ്മുടെ യങ്ങും കാണുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നേരത്തെ വന്നാലെന്താ, ടാക്സി ഒക്കെ പിടിച്ചിട്ട് വേണോ വരണ്ടെന്നൊക്കെ ഒരു അച്ഛനെ പോലെ അവൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് കയറി വരികയാണ്. അങ്ങനെ ക്ലാസ്സിലേക്ക് വരുന്ന നമ്മുടെ യങ്ങും ഇവരെല്ലാരും കൂടി ഒന്നിച്ചിരുന്ന് എന്താ സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡില് മാറിയിരിക്കുകയാണ്. അപ്പൊ ആ പെൺകുട്ടികൾ എല്ലാരും കൂടി അവിടെ ഇരുന്ന് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. എന്റെ അച്ഛന്റെ അടുത്ത് ഇത്തിരി കാശ് ചോദിച്ചാൽ തരാൻ എന്തൊരു പാടാന്നറിയോ. അത് കേട്ട് വേറൊരാളും അതെ അതെ, ഇത്തിരി പൈസ ചോദിച്ചു കഴിഞ്ഞാൽ സ്വത്ത് ചോദിച്ചതുപോലെയാ അവർക്ക് തരാൻ അത്രത്തോളം മടിയാണെന്നൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാണ്. ആ ടൈമിൽ നമ്മുടെ ഷിയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് വിവരമില്ലേ, അച്ഛനോട് ഇങ്ങനെയൊക്കെയാണോ കാശ് ചോദിക്കുന്നത്. ഇത് കേട്ടുടനെ നമ്മുടെ യങ്ങിന് ഇത്തിരി ആശ്വാസം ആവുകയാണ്. ഹോ, ഈ കാര്യത്തിലെങ്കിലും അവളൊന്ന് ക്ലിയർ ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ അവൻ സമാധാനിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ഷിയ അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. അച്ഛനോട് പൈസ ചോദിക്കേണ്ടത് ഇങ്ങനെയൊന്നും അല്ല, ഇഞ്ഞടുത്ത് വാ ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞ് നമ്മുടെ ഷിയ അവർക്കൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. അത് പലപ്പോഴായിട്ട് നമ്മുടെ യങ്ങിന്റെ കയ്യിൽ നിന്ന് ഷിയ എങ്ങനെയാണോ പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ട് ആ ടെക്നിക്കാണ് ഇപ്പൊ അവള് ഫ്രണ്ട്സിനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്ന നമ്മുടെ യങ് ആണെങ്കിൽ എടി ദ്രോഹി എന്ന ഫീലോടെ അവൻ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന നമ്മുടെ യങ് ആണെങ്കിൽ പെട്ടെന്ന് അവരെല്ലാവരെയും വിളിക്കുകയാണ്. ഇവരെല്ലാവരും തുടങ്ങിയിട്ടുണ്ട് എന്നും പറഞ്ഞ് നമ്മുടെ യങ്ങിനെ തന്നെ നോക്കുന്നു. പെട്ടെന്ന് നമ്മുടെ യങ് എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് വന്നിട്ട് നീക്ക് ആള് കൊള്ളാലോ, എത്ര ധൈര്യം ഉണ്ടേട്ടാ, സ്വന്തം അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയൊക്കെ ഇങ്ങനെ കാണാതിരിക്കോ, എന്നും ടാക്സിയിലല്ലേ വന്ന് ഇറങ്ങുന്നത്, ആ പൈസ ഉണ്ടെങ്കിൽ എന്തോരം കാര്യങ്ങൾ ചെയ്യാന്ന് നിനക്കറിയാവോ. അതും പറഞ്ഞിട്ട് നമ്മുടെ യങ് ആണെങ്കിൽ ഒരു വലിയ ലിസ്റ്റ് ഒക്കെ അവരുടെ മുന്നിലൊക്കെ എടുത്ത് നീട്ടുകയാണ്. ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്ന നമ്മുടെ ഷിയ ആണെങ്കിൽ എന്തോന്നോ പറയാനായിട്ട് വരുന്നു. പെട്ടെന്ന് ഷിയനെ തടഞ്ഞിട്ട് വീണ്ടും നമ്മുടെ യങ് ലെക്ചർ അടി തുടങ്ങുകയാണ്. അപ്പോ അടുത്തിരിക്കുന്ന മറ്റൊരു പെൺകുട്ടിയാണെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ആ പെണ്ണിനെ നോക്കിയിട്ട് നമ്മുടെ യങ് ആണെങ്കിൽ ഇന്ന് മേക്കപ്പ് കുറവാണല്ലോ, വെരി ഗുഡ്, എന്നും ഇതേപോലെ തന്നെ ചെയ്, അന്നേരം ചെലവ് ഇത്തിരി കൂടി കുറയ്ക്കാന്ന് യങ് പറയാണ്. നമ്മുടെ യങ് നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കുന്ന കേട്ടിട്ട് ഒരു പെൺകുട്ടി പെട്ടെന്ന് പറയാണ്, ആ ടാക്സി ഓടിച്ചോണ്ട് വന്നത് എന്റെ അച്ഛനാ, എന്റെ അച്ഛനെ ഒരു ടാക്സി ഡ്രൈവറാ, അതുകൊണ്ടാ അച്ഛൻ്റെ കൂടെ ഞങ്ങൾ എല്ലാവരും വന്നത്, അതിന് ഇത്രയും വലിയ ലെക്ചറിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് അവരെല്ലാരും പറയാണ്. ഇത് കേട്ട് നമ്മുടെ യങ്ങും ഓ അതായിരുന്നോ കാര്യം, എന്നാലും നിങ്ങളുടെ എല്ലാം നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇത്രയും കാര്യമൊക്കെ നിങ്ങളോട് പറഞ്ഞതെന്ന് നമ്മുടെ യങ് അവരോട് പറയുമ്പോ ഇത് കേട്ട് ഷിയ ആണെങ്കിൽ ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അവള് വേറെ അടുത്തേക്ക് പോവാണ്. അപ്പൊ അവളുടെ ഒരു ഫ്രണ്ട് നമ്മുടെ യങ്ങിനോട് പറയാണ്, അവളുടെ അച്ഛനെ പോലെ ആര് സംസാരിക്കുന്ന കേട്ടാലും അവൾക്ക് അത്രയും കൂടി ഇഷ്ടപ്പെടില്ല, അവളുടെ അച്ഛൻ ഒരു ഓൾഡ് ഫാഗനെന്ന് നമ്മുടെ യങ് ചോദിക്കുകയാണ്. അപ്പൊ ആ പെൺകുട്ടിയും വയസ്സും ഇതും തമ്മിൽ എന്ത് വ്യത്യാസം ഉള്ളത്, അദ്ദേഹം ശരിക്കും ഒരു ഓൾഡ് ആണെന്ന് അവൾ വീണ്ടും പറയാണ്. ഇത് കേട്ട് നമ്മുടെ യങ് അവന്റെ മനസ്സിൽ അപ്പൊ ശരിക്കും ഞാൻ അത്രയ്ക്ക് ഓൾഡ് ആയിരുന്നോ, ഇതിനു വേണ്ടി ഞാൻ എന്തായിരിക്കും ചെയ്തത് എന്നിങ്ങനെ അവൻ സ്വയം ചിന്തിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അന്ന് വൈകുന്നേരം ക്ലാസ് ഒക്കെ ക്ലീൻ ചെയ്യാനുള്ള ജോലി നമ്മുടെ യങ്ങിനും ഷിയയ്ക്കുമാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അതെല്ലാം അവിടെ ചെയ്തോണ്ടിരിക്കുകയാണ്. തിരിച്ചു പോകാനുള്ള ടൈം ആകുമ്പോ പുറത്ത് നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങുന്നു. മഴ പെയ്യുന്നുണ്ട് നമ്മുടെ ഷിയയും അയ്യോ ഞാൻ കൊട എടുത്തോണ്ട് വന്നില്ലല്ലോ എന്ന് അവള് പറയുന്നു. ഇത് കേട്ടുടനെ നമ്മുടെ യങ് ആണെങ്കിൽ പെട്ടെന്ന് അവിടെ നിന്നും മഴയത്ത് ഇറങ്ങി ഓടുകയാണ്. അവനൊരു കടയിലേക്ക് ചെന്ന് 2 കൊടയും വാങ്ങിച്ച് തിരിച്ചു വരുന്നു. ഇതേ സമയം നമ്മുടെ ഷിയ ആണെങ്കിൽ ഒരു കോട്ട് ഇട്ടുകൊണ്ട് മഴയത്ത് നടന്നു വരികയാണ്. പെട്ടെന്ന് അവളുടെ ഷൂലേസ് അഴിയും അത് അവള് അവിടെ ഇരുന്ന് കെട്ടുകയും ചെയ്യാണ്. ആ
ടൈമില് ആരോ അവളുടെ അടുത്ത് വന്ന് കൊട പിടിച്ചു കൊടുക്കുന്നു. ആരാണെന്ന് നോക്കുമ്പോ അത് നമ്മുടെ യങ്ങായിരുന്നു. അവനാണെങ്കിൽ ഒരച്ഛന്റെ വാത്സല്യത്തോടെ അവൾക്ക് നേരെ കൊടയും ചൂടിക്കൊണ്ട് അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. താനിപ്പോ ഏത് ഗെറ്റപ്പിലാണുള്ളതെന്നൊക്കെ നമ്മുടെ യങ് മറന്നിട്ടാണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. എന്നാൽ ഇത് കാണുന്ന നമ്മുടെ ഷീക്കാണെങ്കിൽ ചില കൊറിയൻ ഡ്രാമകളിലൊക്കെ വരുന്ന പോലത്തെ ഒരു ഫീലാണ് വരുന്നത്. ലൈറ്റ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഒക്കെ കൊടുക്കുന്നുണ്ട്. എപ്പോഴും ദേഷ്യപ്പെട്ട് അവനോട് സംസാരിക്കാറുള്ള നമ്മുടെ ഷീ ആണെങ്കിൽ ആ ടൈമില് സോഫ്റ്റ് ആയിട്ട് അവനോട് എന്താണെന്ന് ചോദിക്കാണ്. ഇത് കേൾക്കുന്ന നമ്മുടെ യങ് ചെയ്യുന്നത് അങ്ങനെ ഫീൽ ചെയ്ത് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ യങ് പെട്ടെന്ന് അവിടെ നിന്നും ഓടി പോവുകയാണ്. അവൻ അവിടെ നിന്ന് ഓടി വരുന്നത് നമ്മുടെ ജങ്ങിന്റെ ഫ്രണ്ട് ഇല്ലേ, അവളൊരു കൊടയുമായിട്ട് വരുന്നുണ്ടായിരുന്നു. അവളുടെ കൊടയിലേക്കാണ് അവൻ ഓടി ചെന്ന് കയറുന്നത്. അവളാണെങ്കിൽ പെട്ടെന്ന് അവനെ കാണുമ്പോ എന്തൊക്കെയോ ഫീലിങ്സ് ഒക്കെ അവളുടെ ഉള്ളിൽ വരികയാണ്. പ്രായമൊന്നും ആ ടൈമില് അവള് ശ്രദ്ധിക്കുന്നതേ ഇല്ല. സ്ലോ മോഷനിലൊക്കെയാണ് ആ ഒരു സീൻ നമ്മളെ കാണിക്കുന്നത്. എങ്ങനെ അങ്ങനെ കാണുന്ന ഉടനെ അവനെ കണ്ട് അവള് ഭയങ്കരമായിട്ട് ഇംപ്രസ് ആവുകയാണ്. എന്തൊരു ഹാൻസം ആണെന്നൊക്കെ അവൾ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. ആ ടൈമില് നമ്മുടെ യങ് അവളോട് എന്നെ ആ ബസ് സ്റ്റോപ്പ് വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാവോ, മഴയപ്പിഴങ്ങും തോരുവെന്ന് തോന്നുന്നില്ലെന്ന് അവൻ അവളോട് ചോദിക്കുന്നു. ഇത് കേട്ടുടനെ അവളും ഓഫ് കോഴ്സ് അതിനെന്താ പ്രശ്നം, എന്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് അവൾ അവനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് വരികയാണ്. ആ ടൈമിലാണ് നമ്മുടെ യങ് പഴയ ഒരു കാര്യം ആലോചിച്ച് നോക്കുന്നത്. ആക്ച്വലി നമ്മുടെ യങ് അവന്റെ പഴയ രൂപത്തിൽ ഇരിക്കുമ്പോ ഇവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലൊരു മഴയത്ത് ഇവളുടെ കൊടയിലേക്ക് നമ്മുടെ യങ് ഓടി വന്ന് കയറിയിരുന്നു. അന്ന് ഇപ്പോഴത്തെ പോലെ തന്നെ അവളുടെ തോളിൽ കൈയിട്ടിട്ട് എന്നെ കാർ വരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യടിയെന്ന് അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ അവളാണെങ്കിൽ എന്റെ ദേഹത്ത് നിന്ന് കൈ എടുക്കടാ ഇച്ചി മാറിപ്പോന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഓവറായിട്ട് അവൾ അവനോട് റിയാക്ട് ചെയ്തിരുന്നു. എന്നാലും അതൊന്നും വലിയ രീതിയിൽ എടുക്കാതെ കാറിലേക്ക് കയറാൻ പോകുന്നതിന് മുന്നേയും നമ്മുടെ യങ് അവളോട് നമുക്ക് രണ്ടുപേർക്കും ഒരു ദിവസം ഡിന്നറിന് പോകാമെന്ന് അവൻ കാഷ്വൽ ആയിട്ട് അവളോട് പറഞ്ഞിരുന്നു. അന്നവനെ അത്രയും വെറുപ്പോടെ അവോയ്ഡ് ചെയ്ത അതേ ആള് തന്നെയാണ് ഇപ്പൊ ഇത്രയും കെയറോടെ അവനെ കൂട്ടിക്കൊണ്ട് വരുന്നത്. ഇതൊക്കെ ഓർത്തു നോക്കുന്ന നമ്മുടെ യങ്ങിനും ലൈറ്റ് ആയിട്ട് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അവനതെല്ലാം കൺട്രോൾ ചെയ്താണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ബസ് സ്റ്റോപ്പിലേക്ക് ബസ് വരികയാണ്. അത് കണ്ട് നമ്മുടെ യങ് ബസ് വന്ന് നമുക്ക് പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് അവൻ ഓടി ബസിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. പോകുന്ന വഴിക്ക് അവന്റെ സ്വഭാവ ദോഷം കൊണ്ട് അവൻ തിരിഞ്ഞു നിന്ന് നമുക്ക് പിന്നീട് ഒരു ദിവസം ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് അവളോട് പറഞ്ഞിട്ട് ബസ്സിലേക്ക് കയറി പോവാണ്. നമുക്ക് ഈ ഫ്രണ്ടിനെ തൽക്കാലം ഡെയ്സി എന്ന് വിളിക്കാം. അങ്ങനെ അത് കേൾക്കുന്ന നമ്മുടെ ഡെയ്സിയുടെ മനസ്സിൽ ലഡ്ഡു ഒക്കെ പൊട്ടുകയാണ്. പിറ്റേ ദിവസം നമ്മുടെ ജങ്ങിന്റെ കൂടെ പുറത്തു പോകുന്ന ടൈമില് അവൾ ഈ കാര്യം ഒന്ന് അവളോട് പറഞ്ഞു നോക്കുകയാണ്. നമ്മളെ ഒരാള് ഡിന്നറിന് വിളിച്ചു കഴിഞ്ഞാൽ അതിനെന്താ അർത്ഥമെന്ന് ജങ്ങിനോട് ഡെയ്സി ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന നമ്മുടെ ജങ് അല്ലേലും വയസ്സായവരെല്ലാം അങ്ങനെ പറയാറുള്ളെന്ന് അവള് പറയുന്നു. ഇത് കേട്ടിട്ട് ഡെയ്സിയും എടി അവനിക്ക് വയസ്സായിട്ടില്ലെന്ന് അവള് പറയാണ്. അപ്പൊ ജങ്ങും നിങ്ങൾക്കൊന്നും വേറെ ജോലി ഇല്ലെന്നും പറഞ്ഞ് അവളത് വലിയ രീതിയിൽ ഗവനിക്കാതെ അവിടെ നിന്ന് പോകുന്നു. അത് കേട്ട് നമ്മുടെ ഡെയ്സിയും വേണ്ടായിരുന്നു, അവനൊരു ചെറിയ പയ്യനല്ലേ, ഞാനിങ്ങനെ ഒന്നും ചിന്തിക്കുന്നത് തന്നെ തെറ്റാണെന്നൊക്കെ പറഞ്ഞ് അവളുടെ ഫീലിങ്സ് ഒക്കെ അവൾ കൺട്രോൾ ചെയ്യാണ്. അങ്ങനെ അതിനുശേഷം അവരുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ജങ്ങിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. കറക്റ്റ് അതേ ടൈമിൽ തന്നെ നമ്മുടെ യങ്ങിന്റെ ഫോണിലേക്കും ഒരു മെസ്സേജ് വരികയാണ്. ജങ് അങ്ങനെ അവക്ക് വന്ന മെസ്സേജ് വായിച്ചു നോക്കിയതിനു ശേഷം അവള് ഭയങ്കരമായിട്ട് ഹാപ്പി ആകുന്നു. മെസ്സേജ് വന്നത് വേറൊന്നുമല്ല, അവക്ക് JBCയിൽ ജോലി കിട്ടി. അതിന്റെ മെസ്സേജ് ആണ് അവക്കിപ്പോ വന്നത്. അതും അവിടെ ന്യൂസ് ലീഡർ ആയിട്ടാണ് അവക്ക് ജോലി കിട്ടിയത്. ഇതറിയുന്ന ഫ്രണ്ടും ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ യങ്ങിന് എന്താ മെസ്സേജ് വന്നേന്ന് അറിയണ്ടേ? അവനിക്ക് വന്ന മെസ്സേജ് കണ്ടിട്ട് അവന് ഭയങ്കരമായിട്ട് ഹാപ്പി ആവുകയാണ്. കാരണം അവൻ ഇത്രയും നാൾ ജോലി ചെയ്തോണ്ടിരുന്ന കമ്പനിയിൽ നിന്ന് അവനിക്ക് കിട്ടാനുള്ള എമൗണ്ട് എല്ലാം സാക്ഷനായി കിട്ടിയിരിക്കുന്നു. അതവൻ പ്രതീക്ഷിച്ചതിലും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് അവിടെ നിന്ന് ഡാൻസ് ഒക്കെ കളിക്കുകയാണ്. പെട്ടെന്ന് അതിലെ കൂടി യബിൻ പോകുന്നു. നമ്മുടെ യങ്ങിനെ കണ്ട യബിനും പെട്ടെന്നൊരു ബുക്ക് എടുത്ത് മുഖമൊക്കെ മറച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ നമ്മുടെ യങ് അവനെ കണ്ടുപിടിച്ചിട്ട് ഓടി വന്ന് അവന്റെ തോളിൽ കൈയിടുകയാണ്. നീ വാ, നിനക്ക് ഞാനിന്ന് ഫുഡ് വാങ്ങി തരാന്ന് നമ്മുടെ യങ് യബിനോട് പറയുന്നു. വേണ്ടാന്നൊക്കെ നമ്മുടെ യബിൻ പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ യങ് അങ്ങനെ വിടില്ലല്ലോ. അങ്ങനെ അവനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം നമ്മുടെ ജങ്ങിനെയാണ് കാണിക്കുന്നത്. അവളാണെങ്കിൽ ഈ സന്തോഷം ആരോട് പറയുമെന്നറിയാതെ ബസ്സിൽ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ആ ടൈമില് ഇങ്ങനെ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അവൾ എന്തെല്ലാം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് അവളുടെ മനസ്സിലൂടെ ഓടിപ്പോകുന്നു. അതായത് ജോലിക്ക് വേണ്ടിയിട്ട് അവൾ ഒരുപാട് കമ്പനികളിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്റർവ്യൂ ഒക്കെ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിലും അവസാനം ഏജ് എന്നൊരു പ്രശ്നം വരുമ്പോൾ മാത്രമാണ് അവിടെ നിന്നെല്ലാം നമ്മുടെ ജങ് റിജക്റ്റ് ആയിട്ടുള്ളത്. ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എന്താ ഇത്ര ലേറ്റ് ആയതെന്ന് അവര് ചോദിക്കുമ്പോൾ ആ ടൈമിൽ നമ്മുടെ ജങ് എന്റെ മക്കളെ നോക്കണമായിരുന്നു, അതുകൊണ്ടാണെന്ന് റിപ്ലൈ ചെയ്യും. ഇത് കേൾക്കുന്നുടനെ അവരും എന്ത് നിങ്ങളുടെ മാരേജ് കഴിഞ്ഞതാണോ, നിങ്ങൾക്ക് കുട്ടികളുണ്ടോ എന്നൊക്കെ ചോദിച്ചു
ചോദിച്ച് അതിന്റെ പേരിലും അവളെ റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ തവണയും റിജക്ട് ചെയ്ത് ഫീൽ ചെയ്ത് തിരികെ വരുന്ന സമയത്ത് നമ്മുടെ യങ് അവളെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് വരികയും എന്തായി കാര്യങ്ങളെന്നൊക്കെ അവളോട് തിരക്കുകയും ചെയ്യും. ആ ടൈമിലൊക്കെയും ഇന്റർവ്യൂ ഒക്കെ നല്ല അറ്റൻഡ് ചെയ്തു. പക്ഷെ ലാസ്റ്റ് ടൈമില് കുറച്ച് കോൺഫിഡന്റ് കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. അതുകൊണ്ട് എന്തോ സെലക്ട് ആയില്ലെന്ന് മാത്രമാണ് നമ്മുടെ ജങ് യങ്ങിനോട് പറഞ്ഞിരുന്നത്. അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അവൾ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് കേൾക്കുന്ന യങ്ങും സെലക്ട് ആയില്ലെങ്കിൽ വിട്, നിന്നെ സെലക്ട് ചെയ്തില്ലെങ്കിൽ ലോസ് വരുന്നത് അവർക്കായിരിക്കും. നിന്റെ ടാലന്റ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാലോ. നീ നിന്റെ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ശരി, നീ വാ, നീ വല്ലതും കഴിച്ചായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര കെയറിംഗ് ആയിട്ട് അവളെ കൂട്ടിക്കൊണ്ട് നമ്മുടെ യങ് വരുമായിരുന്നു. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജങ് ഓർത്തു നോക്കുകയാണ്. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞ അദ്ദേഹം സന്തോഷപ്പെടുവോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ലെന്ന് അവൾ ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കാണ്. അതിനുശേഷം നമ്മുടെ യങ്ങിനെ എബിനെയും കാണിക്കാണ്. രണ്ടുപേരും ഇപ്പോ ഒന്നിച്ച് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ യങ് ആണെങ്കിൽ എബിന്റെ അടുത്ത് ഇനി നിനക്ക് എന്ത് വേണോന്ന് പറ, എന്ത് ചോദിച്ചാലും ഞാൻ വാങ്ങിച്ചു തരുമെന്ന് യങ് എബിനോട് പറയുന്നു. അത് കേട്ട് നമ്മുടെ എബിനും നീ എന്തിനാ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു തരുന്നേന്ന് നമ്മുടെ യങ്ങിനോട് ചോദിക്കാണ്. അപ്പൊ നമ്മുടെ യങ്ങും അത് നീ എന്റെ ഫ്രണ്ട് അല്ലേ അതുകൊണ്ടാണെന്ന് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചോണ്ട് വരുന്ന ആ ടൈമില് നമ്മുടെ ജങ് യബിനെ കാണാൻ വേണ്ടിട്ട് അവിടേക്ക് വരികയാണ്. യബിന്റെ കൂടെ എങ്ങനെ കാണുന്ന ജങ് രണ്ടുപേരും എപ്പോഴും ഒന്നിച്ചാണോ, നിങ്ങൾ അത്രയും വലിയ ക്ലോസ് ഫ്രണ്ട്സ് ആണെന്ന് അവരോട് ചോദിക്കുന്നു. അതിനുശേഷം നമ്മുടെ ജങ് എങ്ങനെ നോക്കിയിട്ട് സോറി, ഞാൻ അന്ന് നിന്നോട് അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നിങ്ങനെ പറയുന്നു. ഇത് കേൾക്കുന്ന യങ് ആണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് അല്ലേ, കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സംസാരിക്കുക, ഞാൻ പിന്നെ വരാന്ന് പറഞ്ഞിട്ട് നമ്മുടെ യങ് അവിടെ നിന്നും പോകുന്നു. അങ്ങനെ അതിനുശേഷം നമ്മുടെ ജങ് ആണെങ്കിൽ അവക്ക് JBCയിൽ ജോലി കിട്ടിയ കാര്യം യബിനോട് പറയാണ്. രണ്ടുപേരും സന്തോഷത്തില് കെട്ടിപ്പിടിച്ച് അവിടെ നിന്ന് തുള്ളിച്ചാടുകയാണ്. അവളവിടെ ജോലി കിട്ടിയെന്ന് യബിനോട് പറയുന്നത് നമ്മുടെ യങ്ങും കേട്ടിട്ട് പോയ ആള് അതേ സ്പീഡിൽ തിരിച്ചു വന്ന് അവരുടെ കൂടെ ചേർന്ന് തുള്ളിച്ചാടുകയാണ്. ഇത് കണ്ട് യബിനും ഇവനെന്താ പ്രാന്താണോ എന്ന് ചിന്തിച്ചിട്ട് അവനെ തള്ളി മാറ്റാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ എവിടെ നിന്ന് പോകാൻ, നമ്മുടെ യങ് ആണെങ്കിൽ ഉടുമ്പ് പിടിച്ചിരിക്കുന്ന പോലല്ലേ പിടിച്ചിരിക്കുന്നത്. അതിനുശേഷം JBCയുടെ ഓഫീസാണ് കാണിക്കുന്നത്. അവിടുത്തെ ഡയറക്ടറിനാണെങ്കിൽ നമ്മുടെ ജങ് മാരേജ് കഴിഞ്ഞതാണെന്നും അവക്ക് ഹൈസ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികളുള്ള കാര്യമൊക്കെ അയാൾ അറിയുകയാണ്. അതറിഞ്ഞിട്ട് അവിടുത്തെ മാനേജറിനോട് അയാൾ തട്ടിക്കേറുന്നു. ഇങ്ങനെ ഒരാളിനെയാണോ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്തതെന്നൊക്കെ ചോദിച്ച് മാനേജറിന്റെ നേരെ ചൂടാവുകയാണ് ഡയറക്ടർ. ഇത്ര ഏജുള്ള അവർക്ക് നിങ്ങൾ എങ്ങനെ A ഗ്രേഡ് കൊടുത്തേന്നൊക്കെ പറഞ്ഞ് അയാളുടെ നേരെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഡയറക്ടർ. ഇതൊരു ബ്ലൈൻഡ് ടെസ്റ്റ് ആയി പോയി, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല അവരിവിടെ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ ആ ഡയറക്ടർ മാനേജറിനോട് പറയുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ നമ്മുടെ ജങ് ആണെങ്കില് ഫസ്റ്റ് ഡേ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് എക്സൈറ്റിംഗോടെ ഡ്രസ്സൊക്കെ ചെയ്യുകയാണ്. അവൾ ഇട്ടിരിക്കുന്ന സ്കേർട്ട് കുറച്ച് ചെറുതാണോ എന്ന് അവൾക്ക് കുറച്ച് കൺഫ്യൂഷനോടെ ഇങ്ങനെ നിന്നോണ്ടിരിക്കുകയാണ്. ആ ടൈമിലാണ് ഷിയ അവൾക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു നോട്ട് എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ ജങ് ശ്രദ്ധിക്കുന്നത്. അതെടുത്തിട്ട് അവൾ വായിച്ചു നോക്കുകയാണ്. സോറി, ഒരു പെർഫ്യൂമും അവൾ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും എടുത്തോണ്ട് പുറത്തോട്ട് വരുന്ന നമ്മുടെ ജങ് ഷിയനെ കാണുകയാണ്. അപ്പൊ അവളോട് ജങ്, ഞാൻ നിനക്ക് ചിലവന് കാശൊന്നും തരുന്നില്ലല്ലോ, പിന്നെ എവിടെ നിനക്ക് ഇത് വാങ്ങിക്കാൻ പൈസ എന്ന് അവളോട് ചോദിക്കാണ്. അത് കേട്ട് നമ്മുടെ ഷിയയും അതൊന്നും ഇപ്പൊ പ്രധാനപ്പെട്ട കാര്യമല്ലല്ലോ, ഇന്ന് ഫസ്റ്റ് ഡേ അമ്മ ജോലിക്ക് പോവല്ലേ, നല്ല രീതിയിൽ പോയിട്ട് വാ എന്ന് ഷിയ അമ്മ എടുത്ത് പറയുന്നു. അപ്പൊ നമ്മുടെ ജങ്ങും ശരി ഓക്കെ, എന്റെ ഡ്രസ്സൊക്കെ ഓക്കെ ആണോന്ന് നീ ഒന്ന് നോക്കിക്കേ, സ്കേർട്ട് എന്തോ കുറച്ച് ചെറുതാണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് എന്നിങ്ങനെ നമ്മുടെ ജങ് ഷിയ എടുത്ത് ചോദിക്കുന്നു. ആ ടൈമില് നമ്മുടെ ഷിയ നോക്കിയിട്ട് അതൊന്നും ഒരു പ്രശ്നമല്ല, നന്നായിട്ടുണ്ട്, അമ്മ ഇപ്പൊ പോകാൻ നോക്കെന്ന് ഷിയ അവളോട് പറയാണ്. അങ്ങനെ നമ്മുടെ ജങ്ങും മോന്റെ നേരെ തിരിയുന്നു. അവനും ലൈറ്റ് ആയിട്ട് ഇങ്ങനെ തലയാട്ടി കാണിക്കുന്നു. ഇതിൽ കൂടുതൽ ഇനിയൊന്നും പറയാനില്ലാത്തത് കൊണ്ട് തന്നെ അവൾ അവിടെ നിന്നും ഇറങ്ങുകയാണ്. എന്നാൽ ഇതേ ടൈമില് പുറത്ത് നമ്മുടെ യങ് നിപ്പുണ്ടായിരുന്നു. നമ്മുടെ ജങ് ഇങ്ങനെ ഒരുങ്ങി റെഡിയായി പുറത്തേക്ക് വരുന്നത് നമ്മുടെ യങ് കണ്ടിട്ട് ഒരു നിമിഷം സ്റ്റണ്ണായി അവളെ ഇങ്ങനെ നോക്കി നിൽക്കാണ്. ആ ടൈമിൽ അവനെ കണ്ട് നമ്മുടെ ജിജു വന്നിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. ഫസ്റ്റ് ഡേ തന്നെ അവർ ഒന്നും കൂടി ക്ലോസ് ആകുന്നു. ഇവരെ കൂടാതെ 2 പേരും കൂടി അവിടെ സെലക്ട് ആയിട്ടുണ്ട്. അതിലൊരു പെൺകുട്ടി നല്ല യങ് ആയിട്ടുള്ള ഒരു കുട്ടിയും പിന്നെ ഒരു ബോയിയുമാണ് ഉള്ളത്. അങ്ങനെ ഇപ്പോ 4 പേരെയാണ് അവര് പുതിയതായിട്ട് അവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആ 4 പേരെയും എല്ലാവരും വെൽക്കം ചെയ്യാണ്. കറക്റ്റ് ആ ടൈമില് ഡയറക്ടറും അവിടേക്ക് വരുന്നു. അവിടേക്ക് വരുന്ന ഡയറക്ടർ എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡ് ഒക്കെ കൊടുത്ത് പരിചയപ്പെട്ട് വരികയാണ്. ആ ടൈമില് അയാള് നമ്മുടെ ജങ്ങിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ജങ്ങിന് കൈ കൊടുക്കുന്നതിന് മുന്നേ അയാള് ഒരു കാര്യം ഇങ്ങനെ ഓർത്ത് നോക്കുകയാണ്. അതായത് ഈ ഡയറക്ടർ നമ്മുടെ മാനേജറിന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവര് ജോലിയിൽ അപ്പോയിന്റ് ചെയ്യുന്നതിന് മുന്നേ ഒരു 3 മാസം ഇവർക്ക് ട്രെയിനിങ് പീരീഡ് ആണ്. ആ 3 മാസത്തെ വർക്കില് ഇവരുടെ പ്രോഗ്രസ് നോക്കിയതിനു ശേഷമായിരിക്കും അവരെ ജോലിയിൽ അവിടെ പെർമനന്റ് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ 3 മാസത്തിനിടയിൽ ഇവര് കൊടുക്കുന്ന വർക്ക് പ്രഷർ കാരണം നമ്മുടെ ജങ് തന്നെ ആ ജോലി ഉപേക്ഷിച്ച് അവിടെ നിന്നും പോകണം. ആ രീതിയിൽ അവക്കിട്ട് പണി കൊടുക്കണം
ചെയ്യണമെന്ന് ഡയറക്ടർ മാനേജറിനെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ കാര്യമാണ് ഡയറക്ടർ നമ്മുടെ ജെങ്ങിന്റെ മുന്നിൽ വന്ന് നിന്ന് ആലോചിച്ച് നോക്കുന്നത്. അങ്ങനെ ഇപ്പോ ആ കാര്യങ്ങളൊക്കെ ഡയറക്ടർ ഓർത്ത് നോക്കിയിട്ട് മാനേജറിനെ നോക്കിയിട്ട് എല്ലാം ഓർമ്മയുണ്ടല്ലോ എന്ന് ഒരു സിഗ്നൽ കാണിക്കുന്നു. അതിനുശേഷമാണ് അയാള് നമ്മുടെ ജെങ്ങിനോട് സംസാരിക്കുന്നത്. പാവം നമ്മുടെ ജെങ് ഇതൊന്നും അറിയാതെ അദ്ദേഹത്തിന് കൈ കൊടുത്ത് ഞാൻ നല്ല രീതിയിൽ ജോലിയെല്ലാം ചെയ്യുമെന്ന് അദ്ദേഹത്തിനോട് പറയാണ്. അങ്ങനെ അയാളും അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ്. അതിനുശേഷം നമ്മുടെ ജെങ്ങും അവിടെ വെച്ച് കണ്ട മറ്റേ ആ ലേഡി ഉണ്ടല്ലോ, അവരെ നമുക്ക് തൽക്കാലം സിയോ എന്ന് വിളിക്കാം. അവരുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുകയാണ്. ഇവരുടെ കൂട്ടത്തില് കുറച്ച് യങ്ങായിട്ടുള്ള ഒരു പെണ്ണില്ലേ, അവള് കുറച്ച് അഹങ്കാരത്തോടെ തന്നെയാണ് ഇവരോടൊക്കെ ബിഹേവ് ചെയ്യുന്നത്. പോരാത്തതിനെ ഓൾറെഡി അവളുടെ സിസ്റ്ററും ഇതേ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതുകൊണ്ട് തന്നെ റെക്കമെൻഡേഷനിലാണ് ഇവർക്ക് ഇവിടെ ജോലി കിട്ടിയെന്നുള്ള കാര്യം കൺഫേം ആണ്. അങ്ങനെ ആ പെണ്ണിന്റെ ബിഹേവിയർനെസ് ഒക്കെ കണ്ടിട്ട് നമ്മുടെ സിഒയും ജെങ്ങിന്റെ അടുത്ത് ഇവളിത്തിരി ഓവർ അല്ലേ എന്ന് പറയാണ്. എന്നാൽ നമ്മുടെ ജെങ് കൊച്ചുകുട്ടിയല്ലേ, പോകെ പോകെ ശരിയായിക്കോളും മാറിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് ജെങ് അത് വളരെ കാഷ്വൽ ആയിട്ടാണ് എടുക്കുന്നത്. ഇവരിപ്പോ ട്രെയിനിങ് പീരീഡിലാണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് ഷോ ചെയ്യേണ്ടതായിട്ടുള്ള ചില സാഹചര്യങ്ങൾ വരും. ആ ടൈമിൽ ആരെങ്കിലും ഒക്കെ വന്ന് വേണം അതൊന്ന് അറ്റൻഡ് ചെയ്യാൻ. അങ്ങനെ അറ്റൻഡ് ചെയ്യുന്നതില് നിങ്ങളുടെ പെർഫോമൻസ് ലെവല് നോക്കിയിട്ടായിരിക്കും നിങ്ങളെ ഇവിടെ പെർമനന്റ് സ്റ്റാഫ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ മാനേജർ വന്ന് അവർക്കുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും അവരവരുടെ അവസരത്തിന് വേണ്ടിയിട്ട് ആ 4 പേരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ കൂട്ടത്തില് കുറച്ച് അഹങ്കാരമുള്ള ആ പെണ്ണിലെ അവക്കാണ് ഫസ്റ്റ് ചാൻസ് വരുന്നത്. അങ്ങനെ ഓരോ ദിവസവും കടന്നു പോവുകയാണ്. ഓരോരുത്തർക്കും ചാൻസ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ സിഒയ്ക്കും ചാൻസ് കിട്ടി. പക്ഷെ നമ്മുടെ ജെങ്ങിനുള്ള ഊഴം മാത്രം ഇതുവരെയും കിട്ടിയിട്ടില്ല. ഏകദേശം ഇപ്പോ നമ്മുടെ ജെങ് ജോലിക്ക് ജോയിൻ ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ജെങ്ങും ഒരു ഷോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവസാനം അവരുടെ കൂട്ടത്തിലുള്ള ആ ബോയ്ക്കും ഒരു ചാൻസ് കിട്ടി. എന്നിട്ടും നമ്മുടെ ജെങ്ങിന് മാത്രം കിട്ടിയില്ല. അവളങ്ങനെ ആകെ സാഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതിനുശേഷം ആ സീൻ കട്ട് ചെയ്ത് നമ്മുടെ ഷിയനെയാണ് കാണിക്കുന്നത്. അവളും അവളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഉണ്ടല്ലോ ജോ, അവനുമായിട്ട് ഇപ്പൊ നടന്നു വന്നോണ്ടിരിക്കുകയാണ്. നോർമലി അവര് കുഞ്ഞുനാൾ മുതലേ ഇങ്ങനെയാണ്, ട്യൂഷന് പോകുന്നതും സ്കൂളിൽ പഠിക്കാൻ പോകുന്നതും എല്ലാം ഒന്നിച്ച് തന്നെയായിരുന്നു. നമ്മുടെ ഷിയയ്ക്ക് കുഞ്ഞു പ്രായം മുതലേ ഉള്ള ഒരു ചെറിയ ശീലമാണ് അവിടെയുള്ള ഒരു ചെറിയ മതിലിന്റെ മുകളിൽ കയറി നടക്കുന്ന ഒരു ശീലം. ആ പതിവ് സ്പാർക്ക് ആകുന്നത് പോലെയും ലൈറ്റ് ആയിട്ട് നമ്മളെ കാണിക്കുന്നുണ്ട്. ആ സീൻ അവിടെ കട്ട് ചെയ്ത് അടുത്ത് നമ്മളെ കാണിക്കുന്നത് നമ്മുടെ എങ്ങനെയാണ് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ പോലും നമ്മുടെ യങ് മോനെ കാണാൻ വേണ്ടിയിട്ട് ഓടി വരുന്ന പതിവുണ്ട്. ഇപ്പോഴും അതുപോലെയാണ് അവൻ വന്നുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് ആ ടൈമില് എബിനും ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി വരികയാണ്. അങ്ങനെ എബിൻ നടന്നു വരുന്ന സമയത്ത് ആ പ്രശ്നക്കാരായ ബോയ്സ് ഇല്ലേ, അവര് വന്നിട്ട് നമ്മുടെ എബിന്റെ ദേഹത്ത് ശക്തിയായിട്ട് ഇടിച്ചിട്ട് പോവുകയാണ്. ആ ടൈമില് നമ്മുടെ എബിന്റെ കയ്യിലിരുന്ന ബുക്ക് എല്ലാം താഴെയും വീഴുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ യങ്ങും കണ്ടുകൊണ്ടാണ് നിന്നത്. അവൻ വേഗം എബിന്റെ അടുത്തേക്ക് ഓടി വന്ന് ആ ബുക്സ് എല്ലാം എടുത്തു കൊടുക്കാണ്. എന്നിട്ട് അവൻ എബിനോട് ചോദിക്കുന്നുണ്ട്, എത്ര കാലമെന്ന് വെച്ചാ നീ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത്? എപ്പോഴും നീ ഇങ്ങനെ സൈലന്റ് ആവുന്നത് കൊണ്ടാ അവരെപ്പോഴും നിന്നോട് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്. നീ ഇനിയും ഇത് ആവർത്തിക്കാന്നുണ്ടെങ്കിൽ അവരിത് കൂടി വരികയുള്ളെന്ന് യങ് എബിനോട് പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ട് നമ്മുടെ എബിൻ എങ്ങനെ എടുത്ത് പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? അവരുടെ കൂടെ പോയി അടി ഉണ്ടാക്കണമെന്നാണോ പറയുന്നത്? അപ്പൊ നമ്മുടെ യങ്ങും അടി ഉണ്ടാക്കേണ്ടടുത്ത് ഉണ്ടാക്കി തന്നെ ചെയ്യണം. അതും പറഞ്ഞ് ദേഷ്യപ്പെട്ട് യങ് ക്ലാസ് റൂമിലേക്ക് കയറി വരുന്നു. കയറി വന്ന ഉടനെ സംഗ് എന്ന് പറഞ്ഞ് മറ്റവനെ വിളിക്കുകയാണ്. അവനും ആരടാ അതെന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ അവിടെ നമ്മുടെ എങ്ങനെയാണ് കാണുന്നത്. അങ്ങനെ എങ്ങനെ അവിടെ കണ്ട സംഘം നിനക്ക് എന്താ വേണമെന്ന് നമ്മുടെ യങ്ങിനോട് ചോദിക്കാണ്. നീ വാ നമുക്ക് ഫൈറ്റ് ചെയ്യാമെന്ന് നമ്മുടെ യങ് അവനോട് പറയുന്നു. അതിനുശേഷം ക്ലാസ് റൂമിൽ നിന്നും പുറത്തേക്ക് ഓടുന്ന സ്റ്റുഡൻസിനെയാണ് കാണിക്കുന്നത്. വെളിയിൽ ഫൈറ്റ് കിടക്കുന്നടാ വേഗം വാന്ന് പറഞ്ഞ് ഓരോരുത്തരായിട്ട് പുറത്തേക്ക് ഓടുകയാണ്. പുറത്ത് വലിയ ഫൈറ്റ് ആയിരിക്കും നടക്കുന്നതെന്ന് നമ്മൾ വിചാരിച്ച അതല്ല, ബാസ്കറ്റ് ബോൾ വെച്ചൊരു ഗെയിം കളിച്ചിട്ടാണ് അവർ ഈ ഫൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനു വേണ്ടിയിട്ട് അവര് 2 ടീമായിട്ട് തിരികെയാണ്. നമ്മുടെ എബിനും യങ്ങും ഒരു ടീം, മറ്റേ 2 പേര് മറ്റൊരു ടീം. ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ യങ് സംഗിനോട് പറയുകയാണ്, ഈ ഗെയിമില് ഞങ്ങൾ വിൻ ചെയ്തു കഴിഞ്ഞാൽ നീ പിന്നെ എബിനെ ഒരിക്കലും ശല്യം ചെയ്യാൻ പാടില്ല, അവനെ ഒരു രീതിയിലും നീ ഉപദ്രവിക്കാൻ പാടില്ല. ഇത് കേട്ട് സംഘം ഓക്കെ, പക്ഷേ ഞാനാണ് ജയിക്കുന്നതെന്നുണ്ടെങ്കിൽ നിന്റെ മുഖത്ത് 10 ഇടിയെങ്കിലും ഞാൻ ഇടിക്കുമെന്ന് സംഘ് പറയാണ്. ഇത് കേട്ട് യങ്ങും ശരി ഓക്കെ എന്ന് പറയുന്നു. അങ്ങനെ അതിനുശേഷം ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. 10 പോയിന്റ് ആരാണോ ഫസ്റ്റ് എടുക്കുന്നത് അവരാണ് വിന്നർ. അങ്ങനെ ഗെയിമിന്റെ സ്റ്റാർട്ടിങ്ങില് നമ്മുടെ യങ്ങിന്റെ കയ്യിലാണ് ബോൾ ഇരിക്കുന്നത്. കേട്ടുകൊണ്ടിരുന്ന യങ് ആണെങ്കിൽ ഓടി വന്ന് അവന്റെ കാല് നോക്കി ഒരു ചവിട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ നിന്നോട് ആരെങ്കിലും ചോദിച്ചോ എന്തിനാ ആവശ്യമില്ലാതെ അവന്റെ പേരൻസിനെയൊക്കെ ഇതിന്റെ അകത്തോട്ട് കൊണ്ടുവരുന്നത്? ഇനി മേലെ ഞങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ പോലും നീ വന്നു പോരുത്, മര്യാദയ്ക്ക് പോടാ അവിടെ നിന്ന്. അത് പറഞ്ഞ് നമ്മുടെ യങ് അവനെ അവിടെ നിന്നും ഓടിക്കുന്നു. അതിനുശേഷം നമ്മുടെ ജെങ്ങിന്റെ ഓഫീസാണ് കാണിക്കുന്നത്. ഏതോ ഒരു ഷോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരു ആങ്കറിന്റെ ആവശ്യമുണ്ട്. അതിനു വേണ്ടിട്ട് ആ മാനേജർ ഓടി നടക്കുകയാണ്. അങ്ങനെ മാനേജർ ഓടി വന്ന് അവിടെ എല്ലാം നോക്കുകയാണ്. ഒരാളിനെ പോലും അവിടെ കാണുന്നില്ല. എല്ലാ സ്റ്റാഫും ഇപ്പൊ വീട്ടിലേക്ക് പോയി കഴിഞ്ഞു. ഇവിടെ ആരെങ്കിലും ഉണ്ടോടാന്ന് അയാൾ ഒച്ചത്തിൽ ചോദിക്കുന്നു.
ആ ഞാനുണ്ട് സാർ എന്ന് പറഞ്ഞ് ഒരു ശബ്ദം. ആരാണെന്ന് അയാളെ നോക്കുമ്പോ അത് നമ്മുടെ ജങ് ആയിരുന്നു. അവളെ കണ്ടോടനെ മാനേജർ ഹാപ്പി ആവുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഡയറക്ടർ പറഞ്ഞ കാര്യം ആലോചിച്ചിട്ട് ആ സന്തോഷം വന്നതുപോലെ തിരിച്ചു പോവുകയാണ്. നീ ഉണ്ടെങ്കിൽ എന്താ ഇല്ലെങ്കിൽ എന്താ, സമയം ഒരുപാടായല്ലോ, നീ ഇതുവരെയായിട്ടും വീട്ടിൽ പോയില്ലേന്ന് അയാള് നമ്മുടെ ജങ്ങിനോട് ചോദിക്കുന്നു. അപ്പൊ നമ്മുടെ ജങ്ങും ഞാൻ ദാ ഇറങ്ങാൻ പോവുക, ശരി സാർ ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ് അവള് പോകാനായി ഇറങ്ങുന്നു. അതേ ടൈമില് ആ മാനേജറിന് ഫോണിന്റെ പുറത്ത് ഫോൺ കോൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സിറ്റുവേഷൻ വളരെ മോശമായത് കൊണ്ട് തന്നെ വേറെ വഴിയില്ലാതെ ആ മാനേജർ നമ്മുടെ ജങ്ങിനെ തന്നെ തിരിച്ചു വിളിക്കുകയാണ്. ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാസ്കറ്റ് ബോൾ മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. സപ്പോസ് ആരെങ്കിലും വിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ എടുക്കാൻ ഒരു ആങ്കർ അത്യാവശ്യമായിട്ട് വേണം. സോ ഇപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മാനേജർ ജങ്ങിനെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ജങ്ങും ആ ഗ്രൗണ്ടിലേക്ക് വരികയാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോ ഷോ കണ്ടക്ട് ചെയ്യാനായിട്ട് നിൽക്കുന്ന മാനേജറും നമ്മുടെ ജങ്ങിന്റെ അടുത്ത് റെഡിയല്ലേ, ഇപ്പൊ 5 മിനിറ്റിനകം മാച്ച് കഴിയും, ഉടനെ നമുക്ക് ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അദ്ദേഹം ജങ്ങിനോട് പറയാണ്. അപ്പൊ നമ്മുടെ ജങ് സർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോട് ചോദിക്കുന്നു. അപ്പൊ അദ്ദേഹം സ്ക്രിപ്റ്റ് ഒക്കെ നിങ്ങൾ തന്നെയാ റെഡിയാക്കണ്ടേന്ന് നമ്മുടെ ജങ്ങിനോട് പറയുന്നു. ഇത് കേട്ടോടനെ നമ്മുടെ ജങ് ആകെ അപ്സെറ്റ് ആവുകയാണ്. അവള് വല്ലാണ്ട് നെർവസ് ആകാൻ തുടങ്ങുന്നു. ഇതേ സമയം നമ്മുടെ യങ്, യബിൻ, ജിന്ന് ഇവരെല്ലാവരും ഈ ഗെയിം തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മാച്ച് അതിന്റെ അവസാന നിമിഷത്തില് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം മാച്ച് എല്ലാം കഴിഞ്ഞ് വിൻ ചെയ്ത ടീമിന്റെ ക്യാപ്റ്റനുമായിട്ടുള്ള ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നമ്മുടെ ജങ് റെഡിയായി നിൽക്കുകയാണ്. നമ്മുടെ ജങ്ങിനെയും ക്യാപ്റ്റനെയാണ് ഇപ്പൊ ടിവിയിലെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ടൈമിലും നമ്മുടെ ജങ് വല്ലാണ്ട് നെർവസ് ആയി തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇപ്പോ ക്യാപ്റ്റനെയും നമ്മുടെ ജങ്ങിനെയുമാണ് ടിവിയിലെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. തന്റെ അമ്മയെ ടിവിയിൽ കണ്ട നമ്മുടെ യബിനും ഭയങ്കര ഇൻട്രസ്റ്റിംഗോടെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ജങ്ങിനെ ടിവിയിൽ കണ്ട നമ്മുടെ യങ്ങും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. എന്നാലും അവനതൊന്നും പുറത്ത് കാണിക്കാതെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ആ ക്യാപ്റ്റനും നമ്മുടെ ജങ്ങിന്റെ അടുത്ത് നിങ്ങൾ പുതിയ ആളാണോ, ഞാൻ ഇതിനു മുന്നേ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്ന് നമ്മുടെ ജങ്ങിനോട് അദ്ദേഹം ചോദിക്കുന്നു. അത് കേട്ട് നമ്മുടെ ജങ്ങും അതെ ഞാൻ പുതിയ ആളാണെന്ന് ക്യാപ്റ്റനോട് പറയാണ്. അപ്പൊ ക്യാപ്റ്റനും എന്താ നെർവസ് ആണോ എന്ന് അവളോട് ചോദിക്കുന്നു. അപ്പൊ നമ്മുടെ ജങ്ങും എനിക്ക് പേടിയൊന്നും ഇല്ലെന്ന് അവനോട് പറയാണ്. എന്നാൽ നമ്മുടെ ക്യാപ്റ്റൻ നല്ല രീതിയിൽ പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. കാരണം ഇവരുടെ ടീം വിൻ ചെയ്തത് കൊണ്ട് തന്നെ അതിന്റെ ആഘോഷവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇവരുടെ ടീമിലുള്ള ബാക്കിയുള്ളവര് ഒരു ബക്കറ്റിൽ വെള്ളം കലക്കി കൊണ്ടുവന്ന് ദേഹത്തോടെ ഒഴിക്കുന്ന ഒരു പതിവുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇപ്പോ ടീമിലുള്ള ബാക്കി എല്ലാവരും വെള്ളം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന ക്യാപ്റ്റനും അവരോട് വേണ്ട ഒഴിക്കല്ലേ എന്നൊക്കെ ആംഗ്യങ്ങൾ കാണിക്കുകയാണ്. പക്ഷെ അവരത് ഒഴിവാക്കുന്ന ലക്ഷണമൊന്നുമില്ല. അവരാ വെള്ളമൊക്കെ അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ജങ് ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഇന്റർവ്യൂ വളരെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമില് ക്യാപ്റ്റന്റെ ദേഹത്ത് ഒഴിക്കാനായിട്ട് അവര് വെള്ളമായിട്ട് വരികയാണ്. എന്നാ ബക്കറ്റും കൊണ്ട് വരുന്ന പയ്യന്റെ കാല് സ്ലിപ്പായിട്ട് ബക്കറ്റും വെള്ളവും നേരെ നമ്മുടെ ജങ്ങിന്റെ ദേഹത്തേക്കാണ് വീഴുന്നത്. ഇത് ടിവിയിൽ കണ്ടോണ്ടിരുന്ന നമ്മുടെ യങ് ആയിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. ഇവനെയൊക്കെ ആരുടെ ഈ ടീമിലെടുത്തേന്നും പറഞ്ഞ് നമ്മുടെ യങ് അവിടെ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങുന്നു. അതേസമയം സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഷോക്ക് ആവുകയാണ്. ലൈവായിട്ട് പോയിക്കൊണ്ടിരുന്ന പ്രോഗ്രാം ആണ്. ഇനി എങ്ങനെയാണ് നമ്മുടെ ജങ് ഇത് ഹാൻഡിൽ ചെയ്യാൻ പോണെന്ന് എല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നു. ആ ടൈമില് നമ്മുടെ ജങ് ആകട്ടെ അടിക്കുന്ന വെയിലിന് ഇത് ഇപ്പൊ തന്നെ ഉണങ്ങിക്കോളും, ഇന്ന് നൈറ്റ് കുളി ലാഭിച്ചു കിട്ടി എന്നിങ്ങനെ വളരെ ഫണ്ണി ആയിട്ട് പറഞ്ഞ് അവളത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാണ്. അതോടൊപ്പം ആ ഇന്റർവ്യൂ നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്യുന്നു. ഇന്റർവ്യൂല് നമ്മുടെ ജങ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആകട്ടെ ആ ടീമിനെ കുറിച്ചും ക്യാപ്റ്റനെ കുറിച്ചും ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ജങ് ഓരോ ക്വസ്റ്റ്യൻസും അവരോട് ചോദിക്കുന്നത്. അത് മാത്രമല്ല ജങ്ങിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന ആ ക്യാപ്റ്റനും കുറച്ച് സമയം കൊണ്ട് തന്നെ അവരുമായിട്ട് വളരെ കംഫോർട്ടായിട്ട് ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന രീതിയിൽ തന്നെ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഷോ കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എബിൻ ആണെങ്കിലോ തന്റെ അമ്മ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നത് കണ്ട് അവൻ ഒരുപാട് പ്രൗഡ് ആവുകയാണ്. അതേസമയം യങ് നമ്മുടെ എബിന്റെ അടുത്ത് നിന്റെ അമ്മ ഭയങ്കര കൂളാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവനും ഓവറായിട്ട് എക്സൈറ്റഡ് ആവുകയാണ്. അതിനുശേഷം സ്റ്റേഡിയത്തില് നമ്മുടെ ജങ് ആ ഇന്റർവ്യൂ വളരെ ഭംഗിയായിട്ട് തന്നെ ഫിനിഷ് ചെയ്യാൻ ചെയ്യാണ്. കണ്ടിരുന്ന എല്ലാവരും കൈയടിച്ചു പോകുന്നു. ആ രീതിയിലായിരുന്നു നമ്മുടെ ജങ്ങിന്റെ പെർഫോമൻസ്. ക്യാപ്റ്റനും നമ്മുടെ ജങ്ങിനെ വല്ലാണ്ടൊക്കെ നോക്കുകയാണ്. അവളില് അവൻ എത്രത്തോളം ഇംപ്രസ്ഡ് ആയിട്ടുണ്ടെന്ന് ആ നോട്ടത്തിൽ തന്നെയുണ്ട്. അങ്ങനെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ജങ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി വണ്ടി നോക്കി നിൽക്കുകയാണ്. വണ്ടിയൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ അവള് ബസ്സിൽ പോകാന്ന് കരുതി തിരിയാൻ സമയത്ത് ക്യാപ്റ്റന്റെ ദേഹത്ത് വന്ന് ഇടിക്കുകയാണ് നമ്മുടെ ജങ്. പെട്ടെന്ന് നമ്മുടെ ജങ് അവനോട് സോറി പറയുന്നു. അപ്പൊ അവനും അതൊന്നും കുഴപ്പമില്ല, നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നതാ. ശരിക്കും നിങ്ങൾക്ക് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് പേടിയൊന്നും ഇല്ലായിരുന്നോ എന്ന് അവളോട് ക്യാപ്റ്റൻ ചോദിക്കുന്നു. അപ്പൊ നമ്മുടെ ജങ്ങും ഞാൻ പറഞ്ഞത് സത്യമാ, എനിക്ക് പേടിയൊന്നും ഇല്ലായിരുന്നെന്ന് നമ്മുടെ ജങ് അവനോട് പറയാണ്. അപ്പോ ക്യാപ്റ്റനും പക്ഷെ എനിക്ക് പേടിയാ, ഇങ്ങനെ ഒട്ടും പേടിയില്ലാത്ത ഒരു പെണ്ണിന്റെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ എനിക്ക് പേടിയാന്ന് പറഞ്ഞ്
ഒരു ഫ്ലേറ്റിംഗ് രീതിയിൽ അവൻ സംസാരിക്കാൻ തുടങ്ങുന്നു. അവന്റെ ആ ടോണ് മനസ്സിലാകുന്ന നമ്മുടെ ജംഗാണെങ്കിൽ ശരി എന്നാ ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ് അവള് നൈസിന് അവിടെ നിന്ന് സ്കൂട്ടാകാനായി നോക്കുമ്പോ ആ ക്യാപ്റ്റൻ വീണ്ടും അവളോട് ഒരു മിനിറ്റ് ഒന്ന് നിക്കോ, എന്നെ കുറിച്ചിട്ടും ഞങ്ങളുടെ ടീമിനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, എന്താ നിങ്ങൾ എന്റെ ഫാൻ ആണോ എന്ന് അവൻ നമ്മുടെ ജംഗിനോട് ചോദിക്കുന്നു. അപ്പൊ നമ്മുടെ ജംഗം ഇല്ല ഞാനല്ല, എന്റെ വീട്ടിലുള്ള ഒരാള് തങ്ങളുടെ ഫാൻ ആണെന്ന് നമ്മുടെ ജംഗ് അവനോട് പറയുന്നു. വീട്ടിലുള്ള ഒരാളെന്ന് പറയുമ്പോ അത് നിങ്ങളുടെ അച്ഛനാണോ എന്ന് ക്യാപ്റ്റൻ അവളോട് ചോദിക്കുകയാണ്. കറക്റ്റ് ആ ടൈമില് അവനിക്കൊരു കോളും വരുന്നു. അവൻ ആ കോൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ശരി ഇന്ന് ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ് നമ്മുടെ ജംഗ് അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ നമ്മുടെ ജംഗ് തിരികെ വരുന്ന സമയത്ത് ഷീ അവൾക്ക് ഒരു മെസ്സേജ് അയക്കുകയാണ്. അമ്മ കണ്ടായിരുന്നോ എങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും ഫേമസ് ആയത്, അമ്മ നെറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞ് ഷീയുടെ മെസ്സേജ് വരുന്നു. അങ്ങനെ നമ്മുടെ ജംഗ് നെറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഇതിനോടകം നമ്മുടെ ജംഗിന്റെ ആ ഇന്റർവ്യൂ വൈറലായി കഴിഞ്ഞിരുന്നു. ഒരുപാട് ലൈക്ക് കമന്റ്, എങ്ങനെ അവരിത് ഇത്ര കൂളായിട്ട് ഹാൻഡിൽ ചെയ്തു, അവരുടെ ഹ്യൂമർ സെൻസ് ഒക്കെ അടിപൊളിയാണ്. അങ്ങനെ പല രീതിയിൽ നമ്മുടെ ജംഗിനെ പ്രശംസിച്ചുകൊണ്ട് ഒരുപാട് കമന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. JBC ചാനലിന് കിട്ടിയ വലിയൊരു ഗിഫ്റ്റ് ആണ് ഇവരെന്നൊക്കെ പറഞ്ഞ് കമന്റ് വരാൻ തുടങ്ങുന്നു. എന്നാൽ ഇതൊന്നും കാണുന്ന നമ്മുടെ ജംഗ് അതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കുന്നതേ ഇല്ല. അങ്ങനെയുള്ള ബസ് സ്റ്റോപ്പിലേക്ക് വന്ന് ഇറങ്ങാണ്. കറക്റ്റ് അവിടേക്ക് നമ്മുടെ യങ് എത്തുന്നു. യങ്ങിനെ അവിടെ കണ്ട നമ്മുടെ ജംഗ് ആണെങ്കിൽ നീ എന്താ ഇവിടെയെന്ന് അവനോട് ചോദിക്കാണ്. എന്നാൽ നമ്മുടെ യങ് ആകട്ടെ ജംഗിനെ മൊത്തത്തിലെന്ന് നോക്കിയിട്ട് നീ ഓഫീസിൽ നിന്ന് ഇത്രയും ദൂരം ഈ നനഞ്ഞ ഡ്രസ് ഇട്ടാണോ വന്നത്? അപ്പൊ ജംഗം അതൊന്നും കുഴപ്പമില്ലെന്ന് പറയാണ്. ഇത് കേൾക്കുന്ന നമ്മുടെ യങ് ആണെങ്കിൽ പക്ഷെ എനിക്കതൊരു കുഴപ്പമാണെന്ന് പറഞ്ഞ് അവന്റെ ദേഹത്ത് ഇടുന്ന ജാക്കറ്റ് ഊരി നമ്മുടെ ജംഗിന് ഇട്ട് കൊടുക്കാണ്. നനഞ്ഞ ഡ്രസ്സുമായിട്ട് ഈ രാത്രി ഒരു ബസ്സിലാണോ പറഞ്ഞു വിടുന്നത്, എന്തൊരു ഓഫീസാ നിങ്ങളത് എന്നൊക്കെ ഇങ്ങനെ വായിൽ വന്നതുപോലെയൊക്കെ അവരുടെ ഓഫീസിനെ കുറിച്ചിട്ട് നമ്മുടെ യങ് വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ടൈമില് നമ്മുടെ ജംഗിനെ അവനോട് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പോലും അറിയാൻ പാടില്ലാതെ നിൽക്കുകയാണ്. കറക്റ്റ് ആ ടൈമില് നമ്മുടെ ജംഗിന് ഒരു കോള് വരുന്നു. അപ്പൊ നമ്മുടെ യങ്ങിനോട് അവള് ബായ് പറഞ്ഞിട്ട് അവിടെ നിന്നും കോളും അറ്റൻഡ് ചെയ്ത് നടന്നു വരികയാണ്. ആ ടൈമില് നമ്മുടെ ജംഗിന്റെ മുമ്പിലേക്ക് ആ റിയോ ഉണ്ടല്ലോ അവൻ വരുന്നു. ഇതിപ്പോ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞതോടെ എല്ലാവരും നമ്മുടെ ജംഗിന്റെ പുറകെയാണല്ലോ. അങ്ങനെ ജംഗിന്റെ അടുത്തേക്ക് വരുന്ന റിയോ ആണെങ്കിൽ നിന്റെ ഇന്റർവ്യൂ ടിവിയിൽ കണ്ടിരുന്നു, നീ അത് വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അവൻ നമ്മുടെ ജംഗിനെ പ്രശംസിക്കുന്നു. അപ്പൊ നമ്മുടെ ജംഗും ആ ഓക്കെ താങ്ക്സ് ഒക്കെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞ് അവളെ നിർബന്ധിച്ച് അവന്റെ വണ്ടിയിലേക്ക് കയറ്റുകയാണ്. അങ്ങനെ വീട്ടിൽ വന്നിറങ്ങുന്ന നമ്മുടെ ജംഗും അവനെ വലിയ രീതിയിൽ മൈൻഡ് ഒന്നും ചെയ്യാതെ ഒരു ബായ് പോലും പറയാതെ അവൾ അകത്തേക്ക് കയറി പോകാനായി തുടങ്ങുകയാണ്. ആ ടൈമില് റിയോ അവളെ അവിടെ വിളിച്ചു നിർത്തുകയാണ്. എന്താണെന്ന് ജംഗ് തിരിഞ്ഞു എന്ന് ചോദിക്കുമ്പോ ശരിക്കും നീ ഒരു അമേസിംഗ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് അവൻ നമ്മുടെ ജംഗിനോട് പറഞ്ഞ് അവളെ ഒന്ന് പൊക്കി വെച്ചിട്ടാണ് അവൻ അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ നമ്മുടെ ജംഗും വീട്ടിലേക്ക് വരുന്നു. പിറ്റേ ദിവസം രാവിലെ എല്ലാം തലകീഴായിട്ട് മറിയുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ വീഡിയോയുടെ താഴെയെല്ലാം ഒരു കമന്റ് വരാൻ തുടങ്ങുന്നു. ഈ ആങ്കർ ജംഗ് എന്റെ കൂടാണ് സ്കൂളിൽ പഠിച്ചത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവള് പ്രഗ്നന്റ് ആയി, അതും കല്യാണം കഴിക്കുന്നതിന് മുന്നേ. അതിന്റെ ഉത്തരവാദി അവളുടെ ബോയ് ഫ്രണ്ട് തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ വായി തോന്നിയതുപോലെ ആ കമന്റ് ബോക്സിൽ എഴുതി വെച്ചിരിക്കുകയാണ് ആരോ ഒരാള്. ഇതെല്ലാം വായിക്കുന്ന പ്രേക്ഷകരാണെങ്കിൽ ഇന്നലെ നമ്മുടെ ജംഗിനെ തൂക്കി തലയിൽ വെച്ചെങ്കിൽ ഇന്ന് അവളെ എടുത്ത് നിലത്തിട്ട് ചവിട്ടിത്തേക്കാണ്. അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തന്നെ ഇതൊക്കെയാണല്ലോ. വരുന്ന കമന്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ കമന്റുകൾ വരാൻ തുടങ്ങുന്നു. കൂട്ടത്തില് അവളുടെ മക്കളെയും കുറിച്ചും പറയാൻ തുടങ്ങുന്നു. അതിന്റെ കൂട്ടത്തിൽ തന്നെ അവരുടെ കമ്പനി, അതായത് JBC കമ്പനിയുടെ പേരും കമന്റിലേക്ക് വരികയാണ്. അങ്ങനെ ഇപ്പോ ഈ കമന്റുകളൊക്കെ നമ്മുടെ യങ്ങും കാണുകയാണ്. അവൻ അതെല്ലാം വായിച്ചുകൊണ്ട് ക്ലാസ് റൂമിലേക്ക് വരുമ്പോ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന പയ്യന്മാരില്ലേ, അവന്മാർ ഈ കമന്റ് വായിച്ചിട്ട് ഇതാരാണെന്നറിയാവോ, ഇതാ ഷിയല്ലേ, അവളുടെ അമ്മയാ, അവളമ്മ സ്കൂളിൽ പഠിക്കുമ്പോഴാ അവളെ പ്രഗ്നന്റ് ആയത്. എനിക്ക് അന്നേരേ തോന്നിയതാ അമ്മയെ പോലെയല്ലേ മോളും വരുത്തോളൂ. ഇത് കേൾക്കുന്ന വേറൊരുത്തൻ നീ എന്താ പറഞ്ഞു വരുന്നത്, അമ്മയെ പോലെ അവളുടെ കണ്ണാണോ മൂക്കാണോ? ഷേ അതല്ലടാ ഞാൻ പറഞ്ഞത്, അവൾ അമ്മയെ പോലെ ഇവള് എവിടെയെങ്കിലും ഒക്കെ ഊരി തെണ്ടി നടക്കായിരിക്കും എന്നൊക്കെ ഇങ്ങനെ അവന്മാർക്ക് വായിൽ വന്നതുപോലെ ഓരോന്ന് പറയാൻ തുടങ്ങുന്നു. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ യങ്ങും അവിടെ നിപ്പുണ്ട്. അവന്മാരുടെ സംസാരം അങ്ങനെ ഓവറായിട്ട് പോകാൻ തുടങ്ങുന്നു. കേട്ട് സഹിച്ചു നിൽക്കുന്നതിനും ഒരു പരിധിയൊക്കെ ഇല്ലേ. നമ്മുടെ യങ് ആണെങ്കിൽ രണ്ടും കൽപ്പിച്ച് അവന്മാർക്കിട്ട് 4 കൊടുക്കാനായിട്ട് വരുന്ന സമയത്ത് ടേബിളിൽ ഇരുന്ന ആ പയ്യന്മാര് അവിടുന്ന് പറന്നു പോകുന്നതാണ് കാണുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാ നമ്മുടെ ഷിയയുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഇല്ലേ നമ്മുടെ ജോ, അവനാണിപ്പോ ഇവളുടെ കയ്യിൽ നിന്ന് ഇടികൊണ്ട് പുറകോട്ട് പോയ അവൻ ദേഷ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ഷിയനെ നോക്കുന്നു. അപ്പൊ ഷിയ അവനോട് എന്താ നീ ഇപ്പൊ പറയാൻ വന്നത്, പറയടാ, വാ തുറന്ന് പറ. ഇനി ഈ കാര്യം നിനക്ക് ആരോടെങ്കിലും ചെന്ന് പറയണമെന്നുണ്ടെങ്കിൽ നീ ചെന്ന് പറഞ്ഞ നാണക്കേട് നിനക്ക് തന്നെയാ. അത് പറഞ്ഞിട്ട് നമ്മുടെ ഷിയ നടന്നു പോവുകയാണ്. പോകുന്ന വഴിക്ക് വീണ്ടും അവള് തിരിഞ്ഞു നിന്നിട്ട് ഇനി മേലില് എന്റെ അനിയന്റെ ദേഹത്തങ്ങണ നീ കൈവച്ചെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ നീ ജീവനോടെ ഉണ്ടാകില്ലെന്ന് ഒരു റൗഡിയെ പോലെ വിരട്ടിയിട്ട് നമ്മുടെ ഷിയ അവിടെ നിന്നും പോവുകയാണ്. ഇതെല്ലാം കണ്ട് അവൻ ഷോക്കായി
നിൽക്കുകയാണ്. ഇത്രയും നാളും സൈലന്റ് ആയിട്ട് ഇരുന്ന ഒരാള് പെട്ടെന്ന് ഇങ്ങനെ പുലിയായിട്ട് മാറുമ്പോ ആരായാലും ഒന്ന് ഷോക്ക് ആവില്ലേ? അതിനുശേഷം നമ്മുടെ ഷിയ ക്ലാസ് റൂമിലേക്ക് വരികയാണ്. അവിടെ ആണെങ്കിൽ ജോ ഇടിയുടെ മുഖത്ത് ഐസ് ക്യൂബ് ഒക്കെ വെച്ചോണ്ടിരിക്കുകയാണ്. അവനെ നോക്കിക്കൊണ്ട് വരുന്ന നമ്മുടെ ഷിയ ആണെങ്കിൽ അവരുടെ സീറ്റിൽ വന്നിരുന്നിട്ട് ജോയ്ക്ക് മെസ്സേജ് അയക്കുന്നു. നീ ഓക്കെ അല്ലേന്ന് അവനോട് ചോദിക്കുകയാണ്. ഞാൻ ഓക്കെയാണ്, കുഴപ്പമൊന്നും ഇല്ലെന്ന് ജോ അന്നേരം അവൾക്ക് റിപ്ലൈ ചെയ്യുന്നു. ശരി, ക്ലാസ് കഴിഞ്ഞ ഉടനെ നമ്മളെപ്പോഴും മീറ്റ് ചെയ്യുന്ന കടയിലേക്ക് വാന്ന് അവള് അവനിക്ക് മെസ്സേജ് ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ ആ പ്രശ്നക്കാരനായ പയ്യനില്ലേ അവന് നോട്ട് ചെയ്യുന്നുണ്ട്. അവൻ വല്ലാണ്ടൊക്കെ അവർ രണ്ടുപേരെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കാണ്. അതിനുശേഷം നമ്മുടെ ജെങ്ങിന്റെ ഓഫീസാണ് കാണിക്കുന്നത്. അവിടേക്ക് മാനേജർ വന്നിട്ട് ഇന്ന് ഓഫീസ് ടൈം കഴിയുന്നുടനെ നമുക്കൊരു പാർട്ടി ഉണ്ട്, എല്ലാവരും വരണമെന്ന് പറയുന്നു. അതിനോടൊപ്പം തന്നെ അയാൾ നമ്മുടെ ജെങ്ങിനെ നോക്കിയിട്ട് ജെങ് നിങ്ങൾ ഉറപ്പായും വരണമെന്ന് നമ്മുടെ ജെങ്ങിനെ മെൻഷൻ ചെയ്ത് അയാൾ പറയാണ്. ഇത് കേൾക്കുന്ന മറ്റ് സ്റ്റാഫ് എല്ലാം ഇനി ജെങ്ങിനെ ഈ ജോലിയിൽ പെർമനന്റ് സ്റ്റാഫായിട്ട് നിയമിക്കാനാണോ ഇങ്ങനെ ഒരു പാർട്ടി എന്ന് അവരെല്ലാരും സംശയിക്കുകയാണ്. അതിനുശേഷം പാർട്ടി നടക്കുന്നതാണ് കാണിക്കുന്നത്. പാർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഗെയിമിൽ വിൻ ചെയ്ത ആ ടീമില്ലേ അവരുടെ കൂടെയാണ് ഇപ്പൊ ഈ പാർട്ടി നടക്കുന്നത്. അന്ന് നമ്മുടെ ജെങ്ങിന്റെ ദേഹത്ത് വെള്ളം ഒഴിച്ച ആ പ്ലെയർ ഉണ്ടല്ലോ, ആ പ്ലെയറിനെ നമ്മുടെ ജെങ്ങിന്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. ചുറ്റും കൂടിയിരിക്കുന്ന എല്ലാവരും ഒഴിക്കെന്ന് നമ്മുടെ ജെങ്ങിനോട് പറയുന്നു. പക്ഷെ നമ്മുടെ ജെങ് അങ്ങനെയുള്ള ഒരു പേഴ്സൺ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ജെങ് ആകെ വിഷമിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ടോണ്ട് നിൽക്കുന്ന നമ്മുടെ ജെങ്ങിന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ സിയോ, അവളാണെങ്കിൽ ഇത് ജെങ്ങിനെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യുന്നത് പോലെയാ എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് അവള് പറയുന്നു. അപ്പൊ ആ ഏലിയൻ അതിനിപ്പോ ഇതിന്റെ അകത്ത് എന്താ ഉള്ളത്, ഇതൊക്കെ ജസ്റ്റ് ഒരു ഫണ്ണല്ലേ, എല്ലാവരും പറയുന്നത് പോലെ നിങ്ങളും പറയുന്നു പറഞ്ഞ് കോഴ്സ് ആയിട്ട് അവളും വെള്ളം ഒഴിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഡയറക്ടറും കൂടി ഇങ്ങനെ പറയുമ്പോ ഇതെന്തോ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ചുറ്റും കൂടിയിരിക്കുന്നതിൽ പലരും ഇത് വീഡിയോയും എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജെങ്ങിന്റെ ഫ്രണ്ടില് മുട്ടുകുത്തിയിരിക്കുന്ന ആ പ്ലെയർ ഉണ്ടല്ലോ, അയാളാണെങ്കിൽ നമ്മുടെ ജെങ്ങിന്റെ അടുത്ത് ദൈവീത് നിങ്ങൾ അതൊന്ന് ഒഴിക്കുന്നുണ്ടോ, ഞാനിങ്ങനെ ഇരുന്നിട്ട് എനിക്ക് തന്നെ എന്തോ പോലെ തോന്നുക, നിങ്ങളെന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആ യങ് ആയിട്ടുള്ള പെണ്ണുണ്ടല്ലോ ഏലിയൻ, അവളെ കൊണ്ടാണ് ഈ ഒരു ഇന്റർവ്യൂ എടുപ്പിക്കാനായിട്ട് അയാൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ ഡയറക്ടർ ഏലിയൻ അവിടേക്ക് വിളിച്ചിരുത്തിയിട്ട് ക്യാപ്റ്റന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഞങ്ങളുടെ ഓഫീസിൽ ഏറ്റവും യങ് ആയിട്ടുള്ള ആങ്കർ ഇതാണ്. ആ ടൈമില് ക്യാപ്റ്റന്റെ മാനേജർ ഏലിയനോട് സംസാരിക്കുന്നു. നിങ്ങളെ കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾ വളരെ യങ് ആണെന്ന്, നിങ്ങളുടെ പ്രായം എത്രയാണെന്ന്. ആ മാനേജർ തന്നെ നമുക്ക് ഇന്റർവ്യൂ വെച്ചാലോ, ഇവരാണ് താങ്കളെ നാളെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഏലിയനെ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പൊ തന്നെ ക്യാപ്റ്റൻ വേണ്ട, ഈ കുട്ടി വേണ്ട, എന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇന്റർവ്യൂ ചെയ്ത ജെങ് തന്നെ മതി എന്ന് പറയുകയാണ്. അപ്പൊ ഡയറക്ടറും ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടിയൊക്കെ ക്യാപ്റ്റനെ കൺവിൻസ് ചെയ്യിപ്പിക്കാനായിട്ട് നോക്കുകയാണ്. ജെങ് കുറച്ച് ഏജ്ഡ് ആണ്, ഈ കുട്ടി വളരെ യങ് ആയിട്ടുള്ള കുട്ടിയല്ലേ, ഈ കുട്ടി താങ്കളുടെ ഇന്റർവ്യൂ നല്ല രീതിയിൽ എടുക്കുമെന്നൊക്കെ ആ ഡയറക്ടർ ക്യാപ്റ്റനോട് പറഞ്ഞു നോക്കുന്നു. എന്നാൽ ക്യാപ്റ്റൻ ആകട്ടെ സാർ എനിക്കും പ്രായമായല്ലേ വരുന്നത്, അതുകൊണ്ട് എനിക്ക് കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ആളുകളുമായിട്ട് കംഫർട്ടബിൾ ആവത്തുള്ളൂ, അതുകൊണ്ട് എന്റെ ഇന്റർവ്യൂ ജെങ് തന്നെ എടുത്താൽ മതി എന്ന് ക്യാപ്റ്റൻ തറപ്പിച്ച് പറയുന്നു. ഡയറക്ടറിന് ഇപ്പോ കമ്പനിക്ക് വേണ്ടിയിട്ട് ഇന്റർവ്യൂ വളരെ മുഖ്യമാണല്ലോ, അതുകൊണ്ട് തന്നെ അയാളും മനസ്സില്ലാ മനസ്സോടെ സമ്മതിക്കാണ്. തന്നെ വിളിച്ചിരുത്തി അപമാനിച്ചു എന്നൊരു ഫീലിങ്സ് ഏലിയന്റെ ഉള്ളിലും വരികയാണ്. അതുപോരാത്തതിന് ആ ക്യാപ്റ്റൻ ആണെങ്കിൽ അടുത്ത ടേബിളിൽ ഇരിക്കുന്ന നമ്മുടെ ജെങ്ങിനെ തന്നെ വായി നോക്കിയിരിക്കുകയാണ്. തന്നെ ക്യാപ്റ്റൻ ഇങ്ങനെ നോക്കുന്നത് നമ്മുടെ ജെങ്ങും ശ്രദ്ധിച്ചിരുന്നു. എന്നാലും കാണാത്തതുപോലെയൊക്കെ അവള് മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ യങ്ങിനെയാണ് കാണിക്കുന്നത്. യങ്ങിന്റെ അടുത്ത് യബിനും ഉണ്ട്. എന്നാൽ യബിനാകട്ടെ വളരെ സാഡ് ആയിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത്. അത് കാണുന്ന യങ് അവനോട് നിനക്ക് എന്ത് പറ്റി, നിന്റെ അമ്മയെ കുറിച്ച് ഓർത്തിട്ടാണോ നീ ഇങ്ങനെ സാഡ് ആവുന്നതെന്ന് അവനോട് ചോദിക്കുകയാണ്. അപ്പൊ യബിനും പിന്നെ അല്ലാതെ എന്റെ അമ്മയെ കുറിച്ച് എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോ എന്നിട്ട് അമ്മയോട് സംസാരിക്കെന്ന് പറയുന്നു. അത് കേട്ട് യബിനും അമ്മയ്ക്ക് ഫോൺ ചെയ്ത് ഞാനെന്ത് പറയാനാ എന്നൊക്കെ ഇങ്ങനെ അവൻ ചോദിക്കുകയാണ് യങ്ങിന്റെ അടുത്ത്. അപ്പൊ യങ് നമ്മുടെ പേരൻസ് കുറച്ച് ഡൗൺ ആയിരിക്കുമ്പോ നമ്മൾ വേണ്ടേ അവരെ ആശ്വസിപ്പിക്കാന്, ഒരു വട്ടം നീ ഒന്ന് അമ്മയടുത്ത് സംസാരിച്ചു നോക്ക്, അവരുടെ റെസ്പോൺസ് എന്താണെന്ന് അപ്പൊ അറിയാലോന്ന് യങ് നമ്മുടെ എബിനോട് പറയുന്നു. എന്നാൽ ഇത് കേട്ട് എബിനാകട്ടെ ഞാനിന്ന് കളിക്കുന്നില്ല, ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അവൻ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് വരുന്ന എബിൻ അവിടെ ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങുന്നു. കാരണം അവനിക്ക് ഇതൊക്കെ വളരെ പുതുമയുള്ള കാര്യങ്ങളാണ്. അങ്ങനെ ആലോചിച്ചിരിക്കുന്ന എബിൻ പെട്ടെന്ന് ഫോൺ എടുത്ത് അമ്മയ്ക്ക് കോൾ ചെയ്യാണ്. കോൾ അറ്റൻഡ് ചെയ്യുന്ന ജെങ് എന്ത് പറ്റിയടാ, എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരണോന്ന് എബിനോട് ചോദിക്കുന്നു. അപ്പൊ എബിനും അതൊന്നും വേണ്ട, അമ്മ ഓക്കെ അല്ലേ എന്ന് അമ്മയോട് എബിൻ ചോദിക്കുന്നു. അത് കേട്ട് നമ്മുടെ ജെങ് അമ്മ ഓക്കെയാടാ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, നീ അമ്മയെ കുറിച്ച് ഓർത്ത് ഒരുപാട് വിഷമിച്ചെന്ന് തോന്നല്ലോ, അതാണ് അമ്മയ്ക്ക് ഇത് തിരിഞ്ഞു നോക്കുന്ന ഉടനെ അവളുടെ ബാക്കില് ആ ക്യാപ്റ്റൻ വന്ന് നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പൊ ആ ക്യാപ്റ്റൻ നമ്മുടെ ജെങ്ങിന്റെ അടുത്ത് നിങ്ങളുടെ മകനിക്ക് നിങ്ങളോട് നല്ല സ്നേഹമാണെന്ന് തോന്നല്ലോ. അത് കേട്ട് നമ്മുടെ ജെങ് അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കുമ്പോ അവൻ അവളോട് പറയാണ് ഞാൻ ഒളിഞ്ഞു കേട്ടതൊന്നുമല്ല, എനിക്ക് കാത് കുറച്ച് നന്നായിട്ട് കേൾക്കാം, അതുകൊണ്ട് കേട്ടതാണെന്ന് പറഞ്ഞ് അവൻ ലൈറ്റ് ആയിട്ട് ഫ്ലൈറ്റിംഗ് തുടങ്ങുകയാണ്. അതിനു മുന്നേ ജെങ് അവനോട് നിങ്ങൾ അവിടെ വെച്ച്
മാനേജറിനോട് പറഞ്ഞില്ലേ ഇന്റർവ്യൂ ഞാൻ എടുത്താ മതിയെന്ന്, അത് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് അവനോട് അവള് ചോദിക്കാണ്. അപ്പൊ ക്യാപ്റ്റനും ഞാനെന്തിനാ അദ്ദേഹത്തിനോട് കള്ളം പറയുന്നത്, എനിക്ക് ഓക്കെയാണ്. അത് കേട്ട് നമ്മുടെ ജങ് അവനോട് താങ്ക്സ് പറയുന്നു. അപ്പൊ അവനും താങ്ക്സ് മാത്രമേ ഉള്ളൂ എന്ന് അവളോട് ചോദിക്കാണ്. അപ്പൊ നമ്മുടെ ജങ് അതേ ഉള്ളൂ സാർ, എനിക്ക് എന്നെ നോക്കാൻ നന്നായി അറിയാമെന്ന് അവനോട് ഒന്ന് കടിപ്പിച്ച് പറയാണ് അവള്. ക്യാപ്റ്റനും അത് മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ അതിനുശേഷം അവനൊന്നും അങ്ങനെ പേടിച്ചു പോകുന്ന അവന്മാരും ശരി തൽക്കാലം നിന്നെയൊക്കെ വെറുതെ വിട്ടേക്കാണെന്ന് വെറുതെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോവുകയാണ്. അതിനുശേഷം നമ്മുടെ ജങ്ങും യങ്ങും കൂടി തിരിച്ച് വീട്ടിലേക്ക് ടൈമില് നമ്മുടെ യങ് ആണെങ്കിൽ ഷിയുടെ അമ്മയെന്ന് അവളെ വിളിച്ചു നിർത്തുന്നു. നിങ്ങൾ ഒരുപാട് നാള് ആഗ്രഹിച്ച ജോലിയാണ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയത്, അതുകൊണ്ട് നിങ്ങൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. കുട്ടികളുടെ കാര്യം സ്കൂളിൽ ഞാൻ നോക്കിക്കോളാമെന്ന് അവൻ അവളോട് പറയുന്നു. അത് കേട്ട് ചിരിച്ചുകൊണ്ട് ജങ് അവനോട് നീ എന്തെങ്ങനെ ഓൾഡ് മാനിനെ പോലെ സംസാരിക്കുന്നത്, എന്താണെങ്കിലും താങ്ക്സ് എന്ന് ജങ് അവനോട് പറയാണ്. ആ സമയത്ത് യങ് അവളോട് അതുപോലെ നിങ്ങൾ ആ ഹെഡ് കമന്റ്സിനെ കുറിച്ചൊന്നും ചിന്തിക്കുക വെച്ചേക്കല്ല, അവരെനിക്ക് കിട്ടിയ ബ്ലെസ്സിങ് ആണെന്ന് ജങ് അവനോട് പറയാണ്. ഇത് കേൾക്കുന്ന ഉടനെ യങ് വല്ലാണ്ട് ഫീൽ ചെയ്യുന്നു. കാരണം അവനും ഇതേ കാര്യം അവളോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഓർത്ത് യങ്ങിന്റെ കണ്ണിപ്പോ വല്ലാണ്ട് നിറയുകയാണ്. ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, ഇതൊന്നും വേണ്ടായിരുന്നൊക്കെ പലപ്പോഴും ജങ്ങിനോട് യങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ജങ്ങിന്റെ വായിൽ നിന്നും ഇങ്ങനൊരു കാര്യം കേട്ടതോടെ താൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്ന് അവൻ റിയലൈസ് ചെയ്യുകയാണ്. അവനിക്കിപ്പോ അവളോട് എന്തോ ഒന്ന് പറയണമെന്നുണ്ട്, പക്ഷേ അവനിക്കത് പറയാൻ കഴിയുന്നില്ല. ശരി ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ് ആ ടൈമിൽ ജങ് അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പൊ നമ്മുടെ യങ് ജങ്ങിനെ വീണ്ടും വിളിക്കുന്നു. പക്ഷെ അവള് എഴുന്നേൽക്കുന്നതേ ഇല്ല. ആംബുലൻസ് എന്തെങ്കിലും വിളിക്കാന്ന് സാറ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ യങ് ആണെങ്കിൽ അവളെയും തോളിലെടുത്തോണ്ട് അവിടെ നിന്നും ഓടുകയാണ്. അവനങ്ങനെ അവളെ എടുത്തോണ്ട് ഓടുന്ന കാണുന്ന സാറ് എവിടെയാണ് എടുത്തോണ്ട് പോകുന്നതെന്ന് അവനോട് ചോദിക്കാണ്. ആംബുലൻസ് ഒന്ന് നോക്കിയിരുന്ന സെക്കൻഡ് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ജോ ആണെങ്കിൽ ഇവിടെ എന്താ നടക്കുന്നതെന്ന് പോലും അറിയാതെ അവനും ഇതെല്ലാം നോക്കി നിൽക്കാണ്. അങ്ങനെ ഇപ്പോ ഹോസ്പിറ്റലിൽ കിടക്കുന്ന നമ്മുടെ ഷിയനെയാണ് കാണിക്കുന്നത്. അവക്ക് എന്താ പറ്റിയതെന്ന് ഡോക്ടർ നമ്മുടെ യങ്ങിന്റെ അടുത്തും ടീച്ചറിനോടും പറയുകയാണ്. സമയത്ത് ഭക്ഷണമൊന്നും കഴിക്കാതെ ഓവറായിട്ട് വർക്ക് ചെയ്ത് അതിന്റെ ടെൻഷനും പ്രഷറും ഒക്കെ കൊണ്ടിട്ടാണ് ഇങ്ങനെ വന്നതെന്ന് ഡോക്ടർ അവരോട് പറയുന്നു. എന്നാൽ ഇപ്പൊ വേറെ കുഴപ്പമൊന്നുമില്ല, റെസ്റ്റ് എടുത്താൽ മതി, ഇപ്പൊ ഈ ട്രിപ്പ് കഴിയുന്ന ഉടനെ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടറും അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ യങ് ഷിയയുടെ അടുത്ത് ഇരിക്കുകയാണ്. തന്റെ മകൾ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് അവനിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയും. വയ്യായിക വന്നപ്പോ അവൻ ഇങ്ങനെ എടുത്തുകൊണ്ട് ഓടി വന്ന നഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ പിടിച്ചുകൊണ്ടിട്ടാണ് അവളെ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് പോയത്. ആ സമയത്ത് ഷിയ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. വേദന കൊണ്ട് കരയുന്ന തന്റെ മകളെ കണ്ടിട്ട് നമ്മുടെ യങ് ആണ് ഷിയനെങ്കായും കൂടുതൽ അന്ന് കരഞ്ഞിരുന്നത്. അന്ന് ഷിയനെ കണ്ട് അത്രത്തോളം വേദനിച്ച ആ നിമിഷങ്ങൾ ഇപ്പോഴും നമ്മുടെ യങ്ങിന്റെ മനസ്സിൽ അതുപോലെ തന്നെ ഉണ്ട്. അങ്ങനെ ആ ഫീലിങ്സില് അതിനിടയിൽ തന്റെ മോൾ ഇത്രയും വളർന്നല്ലോ എന്ന് ഓർത്തുകൊണ്ട് അവൻ അവളുടെ തലയിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. ആ ടൈമില് നമ്മുടെ ഷിയ കണ്ണു തുറക്കുന്നു. കണ്ണ് തുറന്നുടനെ തന്റെ അടുത്തിരുന്ന് തന്റെ തലയിൽ തടവിക്കൊണ്ടിരിക്കുന്ന എങ്ങനെയാണ് അവള് കാണുന്നത്. പെട്ടെന്ന് അവള് അവന്റെ കൈ തട്ടി മാറ്റിയിട്ട് നീ ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നത് എന്നിങ്ങനെ അവള് ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നു. അപ്പൊ നമ്മുടെ യങ് നിനക്ക് ഓർമ്മയില്ലേ നീ വയ്യാണ്ട് വീണ് കിടന്നപ്പോ നിന്നെ ഞാൻ എവിടെ എടുത്തോണ്ട് വന്നത് എന്നിങ്ങനെ യങ് പറയാണ്. അപ്പൊ നമ്മുടെ ഷിയ എടുത്തോണ്ട് വന്നെങ്കിൽ കൊണ്ടാക്കിട്ട് പോണമായിരുന്നു, അതിനു പകരം ഇവിടെ ഇരുന്ന് എന്റെ അനുവാദം ഇല്ലാതെ എന്റെ ദേഹത്തൊക്കെ ടച്ച് ചെയ്യുന്ന എന്തിനാ, ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടായാ നീ പിന്നെ ജീവനോടെ കാണില്ലെന്ന് പറഞ്ഞ് അവൾ അവനെ കളിച്ചു നോക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ടോണ്ടിരുന്ന നമ്മുടെ യങ് ആണെങ്കിൽ തന്റെ മോളെ കുറിച്ച് ഓർത്ത് ഭയങ്കര പ്രൗഡ് ആവുകയാണ്. ആ ടൈമില് അവന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന അവന്റെ അച്ഛൻ എഴുന്നേറ്റിട്ട് നിന്നോട് വേറെ ആരിങ്ങനെ ചെയ്താലും നീ ഇങ്ങനെ തന്നെ ബിഹേവ് ചെയ്യണോന്ന് അവളോട് പറയുന്നു. ഇത് കേട്ടോടനെ ഷിയ ആണെങ്കിൽ ലൂസ് ഇവന് ശരിക്കും ഭ്രാന്ത എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ സീൻ അവിടെ കട്ട് ചെയ്ത് പിന്നെ നമ്മുടെ ജങ്ങിനെയാണ് കാണിക്കുന്നത്. നമ്മുടെ ജങ്ങാണെങ്കിൽ അവളുടെ ഇന്റർവ്യൂ ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകാനായി നോക്കാണ്. പക്ഷെ ആ ക്യാപ്റ്റൻ അവളെ വിടുന്ന ലക്ഷണമൊന്നുമില്ല. എങ്ങനെങ്കിലും അവള് പോകാനായി നോക്കുന്ന ടൈമിലാണ് അവക്ക് കോള് വരുന്നത്. ഫോൺ അറ്റൻഡ് ചെയ്ത ജങ്ങാണെങ്കിൽ എന്ത് വല്ലാണ്ട് ടെൻഷൻ ആയിട്ട് കോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു. എന്റെ മോൾക്ക് സുഖമില്ല, എത്ര പെട്ടെന്ന് എനിക്ക് ഇവിടെ നിന്ന് പോണോന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജങ് അവിടെ നിന്നും വേഗം പോവുകയാണ്. ഇത് കാണുന്ന ക്യാപ്റ്റൻ ചിന്തിക്കുന്നത് ഇന്ന് വരെയും ജങ്ങിനെ അവനിങ്ങനെ പേടിച്ച് കണ്ടിട്ടേ ഇല്ല. താൻ ഒരു കാര്യത്തിലും പേടിക്കില്ലെന്ന് പറഞ്ഞ ജങ്ങാണ് ഇപ്പൊ ഇത് കേട്ട ഉടനെ ആകെ നെർവസ് ആകുന്നത്. അവളിങ്ങനെ വിഷമിക്കുന്ന കാണുമ്പോ എനിക്കും വല്ലാണ്ട് വിഷമമാകുന്നല്ലോ എന്ന് ക്യാപ്റ്റൻ അവന്റെ മനസ്സിൽ പറയുന്നു. ചുരുക്കി പറഞ്ഞ ഓൾറെഡി നമ്മുടെ ക്യാപ്റ്റൻ പ്രണയത്തിൽ വീണു എന്ന് സാരം. അതേസമയം ഹോസ്പിറ്റലിൽ നോക്കിക്കഴിഞ്ഞാൽ ജിന്നും ഡെയ്സിയും കൂടി ഓടി വരികയാണ്. ഇവരെന്തിനാ ആവശ്യമില്ലാതെ ഇവിടേക്ക് വന്നേന്ന് നമ്മുടെ യങ്ങും ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ നമ്മുടെ ജിന്നു വന്നിട്ട് ഷിയുടെ കയ്യിൽ പിടിച്ചിട്ട് എന്ത് പറ്റി മോളെ, നീ ആരോഗ്യം ഒന്നും ശ്രദ്ധിക്കുന്നതേ ഇല്ലേ, നല്ലതുപോലെ ഭക്ഷണമൊക്കെ കഴിക്കണം കേട്ടോ. അതൊക്കെ ശരി, മോളുടെ മിസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, എവിടെയെന്ന് അവൻ അവളോട് ചോദിക്കുകയാണ്. ഇത് കേട്ടുടനെ യങ്ങാണെങ്കിൽ ഓ അങ്ങനെ പറ, അപ്പൊ അതാണ് കാര്യമല്ലേ. ഉടനെ ഡെയ്സി ആണെങ്കിൽ ജിന്നിനെ തെള്ളി മാറ്റിട്ട് മോളെ നിനക്കിങ്ങനെ വയ്യാതെ വന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്തോരം ടെൻഷൻ അടിച്ചെന്നറിയാവോ, ഇപ്പൊ മോൾ ഓക്കെ അല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോ ഷീ ആണെങ്കിൽ ആന്റി എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോ ഓക്കെ ആണെന്ന് പറയാണ്. പെട്ടെന്ന് നമ്മുടെ ഡെയ്സി ആണെങ്കിൽ നമ്മുടെ എങ്ങനെ നോക്കിയിട്ട് നീയാണല്ലേ ഇവളെ മുതുകിൽ എടുത്തോണ്ട് വന്നത്. അത് കേട്ടുടനെ ഞാൻ എന്തോരം ടെൻഷൻ ആയെന്നറിയോ, കാണാൻ ഇവളെ എലുംപോലെ ഇരിക്കുകയാണെങ്കിൽ
ആണെങ്കിലും ഉപ്പുചാക്കിന്റെ വെയിറ്റാ, നീ എങ്ങനെ ഇവളെ മുതുകിൽ എടുത്തോണ്ട് വന്നത്? നിന്റെ മുതുകിനൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഇനിയിപ്പോ എന്തെങ്കിലും പറ്റിയാ തന്നെ ഞാനൊരു മരുന്ന് വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്, അതും പറഞ്ഞിട്ട് അവളൊരു എനർജി ടോണിക് ഒക്കെ എടുത്ത് നമ്മുടെ എങ്ങനെ കൊടുക്കാണ്. അങ്ങനെ അവനും അത് വാങ്ങിച്ചു വെക്കാണ്. ഇതെല്ലാം കണ്ടോണ്ടിരിക്കുന്ന ഷീ ആണെങ്കിൽ അവരോട് ചോദിക്കാണ്, അപ്പൊ നിങ്ങളും എന്നെ കാണാനും വേണ്ടി വന്നതല്ലേ? അപ്പൊ ഡെയ്സി, സത്യമായിട്ട് ഞാൻ നിന്നെ കാണാനാ മോളെ വന്നത്. പിന്നെ നിന്നെക്കാളും ഹെൽത്ത് ഡാമേജ് ഉള്ളത് അവനായിരിക്കുമല്ലോ, അതാ ഞാൻ അവനിക്ക് അത് വാങ്ങിച്ചോണ്ട് വന്നേ. എന്ന് വെച്ചാൽ നീ വിഷമിക്കണ്ട, നിനക്ക് ഞാൻ ജ്യൂസ് വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്. അതും പറഞ്ഞ് ഡെയ്സി നമ്മുടെ ഷിയയ്ക്ക് ജ്യൂസ് എടുത്ത് കൊടുക്കാനായി പോകുമ്പോ പെട്ടെന്ന് നമ്മുടെ യങ് ആണെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാണ്. അവൾക്ക് സ്റ്റൊമക്ക് ഡാമേജ് ആയിട്ടിരിക്കുക, അതുകൊണ്ട് ഇതുപോലുള്ള ഫുഡൊന്നും ഇപ്പൊ കൊടുക്കാൻ പാടില്ലെന്ന് അവൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പറയുന്നു. ആ ടൈമില് നമ്മുടെ ജംഗു അവിടേക്ക് വരികയാണ്. ഷിയനെ കണ്ട ഉടനെ, നിനക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ എന്തെങ്കിലും വയ്യായിക ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? എന്നിങ്ങനെ ജംഗ് എടുത്ത് ചോദിക്കുമ്പോ ഷിയ പറയാണ്, ഓൾറെഡി അമ്മ വർക്ക് പ്രഷറിലല്ലേ ഇരുന്നത്, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ഇപ്പൊ പോലും നിങ്ങൾ വർക്ക് പാതി വഴിയിൽ ഇട്ടിട്ടാണോ വന്നതെന്ന് അമ്മയെടുത്ത് ഷിയ ചോദിക്കാണ്. ഇല്ല, ഞാൻ ഇന്റർവ്യൂ കംപ്ലീറ്റ് ചെയ്തിട്ടാ വന്നത്. ഇനി ഇതുപോലെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നീ ഉറപ്പായിട്ട് അമ്മയെടുത്ത് പറയണമെന്ന് ജംഗ് ഷിയോട് പറയുന്നു. അങ്ങനെ അതിനുശേഷം നമ്മുടെ ഷിയ ആണെങ്കിൽ ജംഗിനെ നോക്കിയിട്ട്, അമ്മ വന്നല്ലോ, ഇനി നീ വേണമെങ്കിൽ പൊയ്ക്കോന്ന് അവനോട് പറയാണ്. പക്ഷെ നമ്മുടെ എങ്ങനെയാണെങ്കിൽ പോകാൻ മനസ്സേ ഇല്ല, അവൻ അവിടെ തന്നെ അങ്ങനെ നിൽക്കാണ്. അപ്പൊ ഡെയ്സി ആണെങ്കിൽ, നീ എന്തിനാ അവനോട് പോകാൻ പറയുന്നത്? അവന് വേണമെങ്കിൽ അവിടെ നിന്നോട്ടെ എന്നിങ്ങനെ ഡെയ്സി പറയുമ്പോ എല്ലാവരും അവളെ വല്ലാണ്ട് നോക്കാൻ തുടങ്ങുന്നു. അത് കണ്ട് ഡെയ്സി അവരോട്, അത് പിന്നെ സ്കൂളിൽ നിന്ന് ഇവിടെ വരെ അവനല്ലേ ഇവളെ മുതുകിൽ എടുത്തോണ്ട് വന്നത്, അത് പോരാത്തതിന് എല്ലാ ടെസ്റ്റും എടുക്കുന്നിടം വരെ അവൻ എത്ര ക്ഷമയോടെ ഇവിടെ നിന്നത്. അങ്ങനെയുള്ള അവനിൽ നിന്ന് നമ്മുടെ യങ് കേൾക്കുന്നുണ്ടായിരുന്നു. ഓൾറെഡി ജംഗ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് ആകെ അപ്സെറ്റ് ആയിട്ട് വന്ന നമ്മുടെ യങ് ആണെങ്കിൽ ഇതും കൂടി കേൾക്കുന്ന ഉടനെ അവൻ വല്ലാണ്ട് ഫീൽ ചെയ്യാൻ തുടങ്ങാണ്. അങ്ങനെ അവൻ വല്ലാണ്ട് ഹേർട്ടായി അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ ഇപ്പോ ഷിയ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം കേട്ട ശേഷം ജോ അവളോട്, ശരി, നിനക്ക് എക്സാമിനെ കുറിച്ച് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടോ എന്ന് അവൻ അവളോട് ചോദിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഷിയ, ഞാൻ സ്ട്രെസ് ആകുന്നതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, അത് എന്റെ അച്ഛന്റെ അമ്മയുടെയും ഡിവോഴ്സ് ആണ്. ഒരു വിധത്തിൽ നോക്കിയാൽ അവരുടെ ലൈഫ് ഇങ്ങനെയൊക്കെ ആകാൻ കാരണം ഞാനും കൂടിയല്ലേ, ഞാൻ വല്ലാണ്ട് ഫീൽ ചെയ്യുന്നു എന്നാണ്. ഇതുകൂടി കാണുന്ന ഉടനെ നമ്മുടെ യങ് ഒന്നും കൂടി അപ്സെറ്റ് ആകുന്നു. പിറ്റേ ദിവസം കോർട്ടില് യങ്ങിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ജംഗിനെയാണ്. ഇവനെന്തിനാ ഇവിടേക്ക് വന്നേന്ന് ജംഗ് വിചാരിച്ചോണ്ടിരിക്കുമ്പോ യങ് അകത്തേക്ക് വരികയാണ്. യങ് അകത്തേക്ക് വന്ന് ജംഗിനോട്, കണ്ടങ് വന്നിട്ടുണ്ട്, ഇവിടെ തന്നെയാ ഉള്ളതെന്ന് പറയുന്നു. അതിനുശേഷം നമുക്ക് അതിവരുടെ ഫസ്റ്റ് വഴക്കായിരുന്നു. രണ്ടുപേരും ഒന്നിച്ചിങ്ങനെ നടന്നു പോവുകയാണ്. അപ്പൊ നമ്മുടെ ജംഗ് അവനോട് വന്നിട്ട്, സോറി, ഇനി ഞാൻ അവന്റെ കൂടെ പടത്തിന് പോകത്തില്ല, ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്സ് മാത്രമാ, ചർച്ചിൽ വെച്ച് അവനെ കണ്ടത് എന്നൊക്കെ പറഞ്ഞ് അവനോട് സോറി ചോദിച്ചുകൊണ്ട് വരികയാണ് ജംഗ്. എന്നാൽ ഇതിനൊന്നും റിപ്ലൈ ചെയ്യാതെ യങ് നല്ല ദേഷ്യത്തിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ജംഗ് അവിടെ സ്റ്റോപ്പ് ആവുന്നു. അതിനുശേഷം അവനോട് ഐ ലവ് യു എന്ന് പറയാണ്. അവിടെ ഈ ഐ ലവ് യു ഒക്കെ ഒരുപാട് സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത്. പെട്ടെന്ന് അവളിങ്ങനെ പറഞ്ഞ ഉടനെ അവന് ഷോക്കായിട്ട് തിരിഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്നിട്ട്, നീ ഇപ്പൊ എന്താ പറഞ്ഞത്, ഒന്നുകൂടി പറഞ്ഞു എന്ന് പറയുന്നു. അവനങ്ങനെ ചോദിച്ച ഉടനെ അവൾ ഒന്ന് പേടിക്കാണ്. അവള് അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റാതെ പേടിച്ച് നിൽക്കുന്നു. അപ്പൊ നമ്മുടെ യങ്, നീ ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടി പറയാനാ പറഞ്ഞതെന്ന് വീണ്ടും അവളോട് ചോദിക്കുകയാണ്. അപ്പൊ അവളും അത് പിന്നെ ഞാൻ എന്നിങ്ങനെ അവള് വീണ്ടും പറയുന്നു. ആ സമയത്ത് യങ് അവളോട്, ഇത് ഞാൻ നിന്നോട് ആദ്യം പറയണമെന്നാ വിചാരിച്ചെന്ന് പറഞ്ഞ് അവനും അവളോട് ഐ ലവ് യു പറയാണ്. ഇങ്ങനെയാണ് ഇവരുടെ ഐ ലൈക്ക് യു ഐ ലവ് യു ആയിട്ട് മാറിയത്. ഇപ്പൊ ആ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ ജംഗ്. അവളുടെ ഉള്ളിലും വല്ലാത്തൊരു വേദനയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യണോ വേണ്ടേന്നൊക്കെ അവൾക്ക് ഒരു ആശയക്കുഴപ്പമുണ്ട്. ആ സമയത്ത് എങ്ങനെ നോക്കുമ്പോ അവൻ ഇപ്പോഴും അവന്റേതായ ലോകത്ത് എൻജോയ് ചെയ്തിരിക്കുന്നതാണ് അവള് വീണ്ടും കാണുന്നത്. അത് കാണുമ്പോ അവൾക്ക് നല്ല രീതിയിൽ ദേഷ്യം വന്നിട്ട് പിന്നീട് അവൾ ഒന്നും ആലോചിക്കാതെ ആ ഡിവോഴ്സ് പേപ്പർ എടുത്തോണ്ട് പോയി സൈൻ ചെയ്യുന്നു. അതിനുശേഷം യങ് കണ്ടോണ്ടിരുന്ന TV ഓഫ് ചെയ്തിട്ട് ആ പേപ്പർ എടുത്തോണ്ട് വന്ന് അവന്റെ നേരെ നീട്ടുകയാണ്. അവനും അത് വാങ്ങിച്ചിട്ട് ഇതെന്താണെന്ന് അവളോട് ചോദിക്കുന്നു. അപ്പൊ അവളും ഡിവോഴ്സ് പേപ്പർ ആണെന്ന് പറയാണ്. അത് പറഞ്ഞതോടെ യങ് പെട്ടെന്ന് എഴുന്നേറ്റിട്ട്, നീ ഇപ്പൊ എന്താ പറഞ്ഞത്, ഒന്നും കൂടി പറഞ്ഞേന്ന് ഫസ്റ്റ് അവൾ ഐ ലവ് യു പറയുന്ന സമയത്ത് അവൻ എന്താണോ അവളെടുത്ത് പറഞ്ഞത് അതേപോലെ തന്നെ അവൻ ഇപ്പോഴും പറയുന്നു. അവൻ അന്നത്തെ പോലെ ആ ക്വസ്റ്റ്യൻ അവളോട് വീണ്ടും ചോദിക്കുമ്പോ അന്ന് അവള് പേടിച്ചതുപോലെ തന്നെ ഇപ്പോഴും ഒന്ന് പേടിക്കുകയാണ്. അപ്പൊ യങ്ങാണെങ്കില് ഫസ്റ്റ് ഐ ലവ് യു പറഞ്ഞ സമയത്ത് പറഞ്ഞതുപോലെ തന്നെ അവൻ ഇപ്പോഴും ഞാനല്ലേ ഇത് ആദ്യം നിന്നോട് പറയണോന്ന് വിചാരിച്ചെന്ന് അവളോട് പറയുന്നു. ഇത് കേട്ടുടനെ ജംഗ് ടെൻഷൻ ആവാൻ തുടങ്ങാണ്. അപ്പൊ യങ് അവളോട്, നിനക്ക് ചിരി വന്നോ? ഇല്ലല്ലോ. അതേപോലെ നീ പറയുന്നത് കേട്ടിട്ട് എനിക്കും ചിരി വന്നില്ല, പോയി ജോലി നോക്കെന്ന് പറഞ്ഞ് അവനത് കാര്യമാക്കാതെ വളരെ കാഷ്വൽ ആയിട്ട് എടുക്കുന്നു. പെട്ടെന്ന് ജംഗ് അവനോട്, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞതെന്ന് പറയാണ്. അപ്പോഴും നമ്മുടെ യങ് അത് വലിയ കാര്യമാക്കി എടുക്കാതെ, എന്താ ഡിവോഴ്സ്
ഇതൊക്കെ നിനക്ക് കുട്ടിക്കളിയാണോ, പോയി നിന്റെ ജോലി നോക്കെന്ന് പറഞ്ഞ് അവൻ വീണ്ടും അത് കാഷ്വൽ ആയിട്ട് തന്നെ എടുക്കാണ്. ആ ടൈമില് നമ്മുടെ ജങ് നല്ല ടെൻഷൻ ആയിട്ട് സീരിയസ് ആയിട്ട് തന്നെ അവനോട് ഇല്ല നമുക്ക് ഡിവോഴ്സ് ചെയ്യാന്ന് ഉറപ്പിച്ച് പറയുന്നു. ഇത് കേൾക്കുന്ന ഉടനെ എങ്ങനെ മനസ്സിലാകുന്നു അവള് നല്ല ദേഷ്യത്തിലാണ് ഉള്ളതെന്ന്. അത് മനസ്സിലാക്കിക്കൊണ്ട് അവൻ അവളോട് സോറി ചോദിക്കാണ്. ആ ടൈമില് ജങ് അവനോട് എന്തിനാ സോറി എന്ന് ചോദിക്കുന്നു. അപ്പൊ അവൻ അത് പിന്നെ അവനിക്ക് അതിന്റെ റീസൺ പറയാൻ അറിയില്ല, കാരണം അവൻ എന്തിനാ സോറി പറഞ്ഞതെന്ന് തന്നെ അവനിക്ക് അറിയില്ല. അപ്പൊ അവളും ടെൻഷൻ ആയിട്ട് എന്തിനാ നീ സോറി പറയുന്നതെന്ന് പോലും നിനക്കറിയില്ല, നിന്റെ ഈ സോറി കൊണ്ട് എല്ലാ വിഷയങ്ങളും സോൾവ് ആകുമെന്നാണോ നീ വിചാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ജങ് ഭയങ്കരമായിട്ട് വയലന്റ് ആവുകയാണ്. ഇത് കേൾക്കുന്ന യങ് ആണെങ്കിൽ നീ എന്തൊക്കെയാ പറയുന്നത്, എപ്പോഴും നീ ഇങ്ങനെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോ അതെനിക്ക് എത്രത്തോളം ടെൻഷൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോന്ന് അവൻ അവളോട് ചോദിക്കുകയാണ്. ഇങ്ങനെ ഓരോ പ്രാവശ്യം ഇത് കേട്ട് കേട്ട് എനിക്ക് ഭ്രാന്ത് എടുക്കാണെന്ന് അവൻ ആ ടൈമിൽ ജങ്ങിനോട് പറയുന്നു. ഇത് കേൾക്കുന്ന ഉടനെ ജങ് അവന്റെ അടുത്ത് നിനക്കോ എനിക്കാ നിന്റെ കൂടെ ജീവിച്ച് ഭ്രാന്ത് എടുക്കുന്നതെന്ന് അവള് പറയാണ്. അങ്ങനെ രണ്ടുപേരും ഒന്നും രണ്ടും പറഞ്ഞ് അവിടെ വലിയ വഴക്കാകുന്നു. അവസാനം യങ് അവളോട് നിനക്കിപ്പോ എന്താ വേണ്ടത്, ഡിവോഴ്സ് അല്ലേ, ശരി ഒപ്പിട്ട് തരാം, അവസാനം നീ അത് ഓർത്തോണ്ട് ഇവിടെ വന്ന് കരഞ്ഞോണ്ട് നിൽക്കരുതെന്ന് അവൻ അവളോട് പറയാണ്. അത് കേട്ട് അവളും ഞാൻ എന്തിനാ കരയാൻ പോകുന്നതെന്ന് പറഞ്ഞ് വീണ്ടും വയലന്റ് ആവുകയാണ്. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ കോർട്ടിലിരുന്ന് ഓർത്തോണ്ടിരിക്കുകയാണ് നമ്മുടെ ജങ്. അതിനുശേഷം കഴിഞ്ഞ ദിവസം നൈറ്റ് നടന്ന ഒരു ഫ്ലാഷ് ബാക്ക് കൂടി നമ്മളെ കാണിക്കുന്നു. കഴിഞ്ഞ ദിവസം നൈറ്റ് നമ്മുടെ ജങ് ആണെങ്കിൽ എങ്ങനെ മെസ്സേജ് അയച്ചില്ലേ ഇന്ന് കോർട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ്, അത് കണ്ടതിന് ശേഷം അവൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ നമ്മുടെ ജിന്ന് അവനോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പൊ കാണിക്കുന്നത്. ആ ടൈമില് ജിന്ന് അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ നാളെ കോർട്ടിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ അതൊരു കാരണമാക്കിക്കൊണ്ട് അവള് ഡിവോഴ്സ് വാങ്ങിച്ചുകൊണ്ട് പോകും. എനിക്ക് നന്നായിട്ട് അറിയാം അവക്ക് വേറെ ആരുടെ കൂടെ അഫെയർ ഉണ്ട്. ഈ കാര്യം തന്നെ ജിന്ന് നമ്മുടെ യങ്ങിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് കേട്ട് യങ്ങും ടെൻഷൻ ആയിട്ട് നീ ഒരു വട്ടം കൂടി ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് നീ അടി വാങ്ങുമെന്ന് പറഞ്ഞിട്ട് യങ് അവിടെ നിന്ന് ദേഷിച്ച് പോവുകയാണ്. നമ്മുടെ യങ് ആണെങ്കിൽ ജിന്ന് പറഞ്ഞതൊന്നും വലിയ കാര്യമാക്കി എടുക്കാതെ അവനാണെങ്കിൽ സ്കൂളിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഷിയയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചുകൊണ്ടാണ് അവൻ സ്കൂളിലേക്ക് വരുന്നത്. ഷിയയ്ക്ക് മാത്രമല്ല അവളുടെ ഫ്രണ്ട്സിനും ചേർത്തിട്ട് അവൻ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷിയയും ഫ്രണ്ട്സും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടേബിളിലേക്ക് നമ്മുടെ യങ് അത് കൊണ്ടുവന്ന് വെക്കുകയാണ്. ഇത് കണ്ട ഉടനെ ഷിയയുടെ ഫ്രണ്ട്സ് നീ ഞങ്ങൾക്ക് കൂടി ചേർത്തിട്ടാണോ വാങ്ങിയതെന്ന് അവനോട് ചോദിക്കുന്നു. അപ്പൊ അവനും എല്ലാവർക്കും കൂടി ചേർത്താ വാങ്ങിയത്, എല്ലാവരും കഴിക്കെന്ന് പറഞ്ഞിട്ട് അവൻ ഷിയ എടുത്ത് നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാവില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് നീ അത് കഴിക്കെന്ന് അവൻ ഭയങ്കര കെയറോടെ അവളോട് പറയാണ്. അപ്പൊ നമ്മുടെ ഷിയ നീ എന്തിനാ എന്റെ അച്ഛൻ ചെയ്യുന്നത് പോലെ ഓരോന്ന് ചെയ്യുന്നതെന്ന് അവനോട് ചോദിക്കുന്നു. അപ്പൊ അടുത്തിരിക്കുന്ന കുട്ടിയും അത് ശരിയാണല്ലോ, ഷിയക്ക് ഇതാണ് ഇഷ്ടമെന്ന് നിനക്ക് എങ്ങനെ അറിയാമെന്ന് നമ്മുടെ യങ്ങിനോട് ചോദിക്കുന്നു. അപ്പൊ അടുത്ത ടേബിളിൽ ഇരിക്കുന്ന കുട്ടി അത് ശരിയാണല്ലോ, എന്തായാലും താങ്ക്സ് ഉണ്ടെന്ന് നമ്മുടെ യങ്ങിനോട് പറയുന്നു. അതിനുശേഷം നമ്മുടെ യങ് അവന്റെ ടേബിളിലേക്ക് ചെന്ന് ഇരിക്കുകയാണ്. ഷിയ അതെടുത്ത് കഴിക്കോ ഇല്ലയോ എന്ന് അവനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്നാൽ നമ്മുടെ ഷിയ അതെടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ടൈമില് നമ്മുടെ ജോയും ഷിയയ്ക്ക് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചുകൊണ്ട് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്ന അവനാണെങ്കിൽ ആകെ സാഡ് ആവുകയാണ്. അവൻ വാങ്ങിയിട്ട് വന്ന ആ ബ്രേക്ക്ഫാസ്റ്റ് അവക്ക് കൊടുക്കാതെ അവൻ വേറൊരു രീതിയിൽ അത് തെറ്റിദ്ധരിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ സാഡ് ആയിട്ട് നിൽക്കാണ്. അതിനുശേഷം റിയോ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതാണ് കാണിക്കുന്നത്. ആ ടൈമില് ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് നല്ല രീതിയിൽ ഉറക്കം വന്നിട്ട് ഉറക്കം തൂങ്ങി ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. മറ്റൊരിടത്താണെങ്കിൽ നമ്മുടെ യങ് ഈ ഫ്ലെയിംസ് ഒക്കെ കളിക്കുന്നത് പോലെ ഒരു വേർഡ് എഴുതിയിട്ട് ജങ് എന്തിനാ തന്നോട് ഡിവോഴ്സ് ചോദിക്കുന്നതെന്ന് അവൻ നോക്കാണ്. ഇനിയിപ്പോ പൈസ ആയിരിക്കോ, അതോ എന്റെ ലുക്കാണോ, അതുമല്ലെങ്കിൽ ഇനി ജിന്ന് പറഞ്ഞതുപോലെ വേറെ ആരുടെയെങ്കിലും കൂടെ അഫെയർ ആണോ എന്നൊക്കെ ഇങ്ങനെ അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ ടൈമില് ആരോ അവിടെ കൂർക്കം വലിക്കുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുന്നു. സാറ് നോക്കുമ്പോ ഒരു കുട്ടി ഫ്രണ്ടിലിരുന്ന് ഉറക്കം തൂങ്ങുന്നതാണ് കാണുന്നത്. അപ്പൊ റിയോയോ ആ കുട്ടിയെ വിളിച്ചിട്ട് എഴുന്നേറ്റേ പോയി മുഖം കഴുകിയിട്ട് വാ എന്ന് അവളോട് പറയുന്നു. അപ്പൊ ആ കുട്ടി എഴുന്നേറ്റിട്ട് നമ്മുടെ റിയോ എടുത്ത് സാർ ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നു, എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് പറയോ, സാറിന്റെ ഫസ്റ്റ് ലവിനെ കുറിച്ചിട്ട് പറ, ഉറക്കം പോവാനാണെന്ന് അവള് റിയോ എടുത്ത് ചോദിക്കുകയാണ്. അവളത് ചോദിച്ചു ഉടനെ ക്ലാസ്സിലിരുന്ന മറ്റു കുട്ടികളെല്ലാം ഇതേ ആവശ്യം തന്നെ റിയോ എടുത്ത് ചോദിക്കുകയാണ്. അപ്പൊ റിയോയോ ഒരു ചമ്മലോടെ അത് പറയാൻ തുടങ്ങുകയാണ്. ശരി ഞാൻ പറയാം, അതെനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് പിന്നെ എന്റെ ഫസ്റ്റ് ലവിന്റെ കൂടെ ഞാൻ ഒരു ദിവസം മൂവി കാണാൻ പോയി, അതാണ് എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഡേ എന്ന് അവൻ പറയുന്നു. ഇത് കേൾക്കുന്ന ഉടനെ നമ്മുടെ യങ്ങിന് മനസ്സിലാകുന്നുണ്ട് അവൻ പറയാൻ പോകുന്നത് ജങ്ങിനെ കുറിച്ചിട്ടാണെന്ന്. കാരണം ജങ് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ മുന്നേ ഞാൻ ഇനി അവന്റെ കൂടെ മൂവിക്ക് പോവില്ല, അവൻ ജസ്റ്റ് എന്റെ ഒരു ഫ്രണ്ടാണ്, ചർച്ചിൽ വെച്ചാണ് മീറ്റ് ചെയ്തതെന്നൊക്കെ. അത് നമ്മുടെ റിയോ തന്നെയായിരുന്നു. അങ്ങനെ അന്ന് എന്താ നടന്നതെന്ന് ഇപ്പൊ റിയോ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് കുട്ടികളോട്. റിയോയുടെ ഫസ്റ്റ് ലവ് എന്ന് പറയുന്നത് നമ്മുടെ ജങ് തന്നെയാണ്. അങ്ങനെ ഒരു ദിവസം അവള് ചർച്ചിൽ വരുന്ന സമയത്ത് അവളെ തന്നെ നോക്കിയിരിക്കുകയാണ് റിയോ. അങ്ങനെ ചർച്ചൊക്കെ കഴിഞ്ഞ ശേഷം അവള് പോകാനായി തുടങ്ങുമ്പോ റിയോ അവളോട് വന്നിട്ട് ഇന്നിവിടെ നിന്ന് എല്ലാരും മൂവിക്ക് പോകുന്നുണ്ട്, നീയും വരുന്നോന്ന് അവൻ
അവളോട് വന്ന് ചോദിക്കുകയാണ്. ആ ടൈമില് നമ്മുടെ ജങ് ആണെങ്കിൽ ചർച്ചിൽ നിന്നും എല്ലാവരും വരുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അവളും ഓക്കെ പറയാണ്. എന്നാൽ അതിനുശേഷം ടിക്കറ്റ് എല്ലാം വാങ്ങി തിയേറ്ററിലേക്ക് വന്നതിന് ശേഷമാണ് മനസ്സിലാകുന്നത് മൂവി കാണാൻ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളെന്ന്. ആ ടൈമില് റിയോ അവളോട് കള്ളമാണ് പറയുന്നത്. സോറി, എല്ലാവരും ലാസ്റ്റ് ടൈമില് ക്യാൻസൽ ചെയ്തെന്ന് അവൻ അവളോട് കള്ളം പറയുന്നു. ആ ടൈമിലും അതൊന്നും വലിയ കാര്യമാക്കി എടുക്കാതെ ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് മൂവി കാണാനായി തുടങ്ങുകയാണ്. നമ്മുടെ ജെങ്ങിനാണെങ്കിൽ ഈ റിയോയുടെ അടുത്ത് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എന്നാൽ റിയോയ്ക്ക് നമ്മുടെ ജങ് ആണ് ഫസ്റ്റ് ലവ്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ ഇരുന്ന് മൂവി ഒന്നും കാണാതെ അവളെ തന്നെ നോക്കിയിരുന്ന് അവളുടെ കയ്യിൽ ടച്ച് ചെയ്യണോ വേണ്ടേന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് അവളുടെ കയ്യിൽ പിടിക്കാനായി പോയിട്ടും പിടിക്കാതെ അവൻ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ ലാസ്റ്റ് ടൈം വരെ അവൻ പേടിച്ചിട്ട് അവളുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റിയോ. മേ ബി അന്ന് ഞാൻ അവളുടെ കയ്യിൽ പിടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്നെല്ലാം മാറിയിട്ടുണ്ടായിരുന്നേനെ എന്നൊക്കെ ഇങ്ങനെ റിയോ കുട്ടികളോട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ടുണ്ട് മറ്റൊരാളോടി അവിടെ ഇരിപ്പുണ്ടല്ലോ. നമ്മുടെ എങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കേക്ക ദേഷ്യമാണ് വരുന്നത്. അപ്പോഴും റിയോ അവിടെ പറഞ്ഞു നിർത്താതെ അവൻ വീണ്ടും കുട്ടികളോട് പറയാണ്, ആക്ച്വലി എന്റെ ഫസ്റ്റ് ലവിനെ ഞാൻ വീണ്ടും മീറ്റ് ചെയ്തു, എനിക്ക് ഒരു അവസരവും കൂടി കിട്ടാൻ പോവുകയാണെന്ന് അവൻ പറയുന്നു. ഇത് കേൾക്കുന്നുടനെ കുട്ടികളെല്ലാരും വാവ് സൂപ്പർ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ഈ ടൈമില് നമ്മുടെ ജോ ആണെങ്കിൽ എങ്ങനെ തിരിഞ്ഞു നോക്കുന്നു. അവനാണെങ്കിൽ ഒരാളെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ ഇരിക്കുന്നതാണ് ആ ടൈമില് ജോ കാണുന്നത്. അവനിക്ക് വന്ന ദേഷ്യത്തില് കയ്യിലിരുന്ന പെൻസിലൊക്കെ പിടിച്ച് ഓടിക്കുകയാണ് നമ്മുടെ യങ്. കറക്റ്റ് ഈ ഒരു സീൻ കാണിച്ച് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ തീരുകയാണ്. ഇതിന്റെ ബാലൻസ് എപ്പിസോഡ് നമ്മൾ നാളെ വൈകുന്നേരം 6 മണിക്ക് ഇതേ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. മിസ് ചെയ്യാണ്ട് കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാണ്ട് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. പിന്നെ നമ്മുടെ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു കമന്റ് ആയിട്ടും കൊടുത്തോളൂ. എങ്കിൽ പിന്നെ നമുക്ക് മറ്റൊരു എപ്പിസോഡുമായി